നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ കഥ നടക്കുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന മോയാർ നദിയുടെ വടക്ക് ഭാഗത്തെ നീലഗിരി, കോയമ്പത്തൂർ, മൈസൂർ എന്നീ 3 ജില്ലകളിലായി തെക്ക് ഭാഗത്തെ ഭവാനി നദി വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നിബിഡമായ വനത്തിലാണ്. കടുവകൾ, പുലികൾ, കാട്ടുപോത്തുകൾ, കാട്ടാനകൾ എന്നുവേണ്ട എല്ലാത്തരം ജീവികളുടെയും സൂര്യവിഹാരം നടത്തുന്ന ഒരു വനം കൂടിയാണ് അത്. അതുകൊണ്ട് തന്നെ ഈ വന്യമായ വലിയ വനം 3 വ്യത്യസ്ത വനം വകുപ്പിന് കീഴിലായിരുന്നു അന്ന്. അതിൽ തന്നെ അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തിന്റെ കീഴിലായിരുന്നു നീലഗിരിയും കോയമ്പത്തൂരും. നീലഗിരിയും കോയമ്പത്തൂരും 2 വ്യത്യസ്ത വനം വകുപ്പിന് കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ സ്വതന്ത്ര ഭരണമാണ് ഉള്ളത്. അതിൽ തന്നെ മദ്രാസിലെ നീലഗിരിയിലാണ് മുതുമല വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വേട്ടയാടലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. മദ്രാസിലെ കോയമ്പത്തൂർ വനവകുപ്പിന്റെ കീഴിലുള്ള വടക്കു കിഴക്കൻ കാടുകൾ സംരക്ഷിത വനമേഖലയാണ്. എങ്കിലും ലൈസൻസ് ഉള്ളവർക്ക് അവിടെ വേട്ടയാടാമായിരുന്നു. എന്നാൽ മൈസൂർ അക്കാലത്ത് സ്വതന്ത്ര സംസ്ഥാനമായിരുന്നുവല്ലോ. അവിടെയും ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രം ഉണ്ടായിരുന്നു, ബന്ദിപ്പൂർ വന്യജീവി സംരക്ഷണ കേന്ദ്രം. അവിടെയും വേട്ടയാടലുകൾ കർശനമായി നിരോധിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ വനത്തിന്റെ വന്യമായ വലിപ്പവും ഘടനയും മനസ്സിലായി കാണുമല്ലോ. നീലഗിരി, മൈസൂർ എന്നീ വനപ്രദേശത്ത് വെച്ച് ഒന്നിനെയും വേട്ടയാടുവാൻ അനുവാദമില്ലായിരുന്നു. അതിപ്പോൾ നരഭോജിയായ കടുവയായാലും കൊലകൊല്ലിയായ ആനയായാലും പുലിയായാലും അവിടുത്തെ ഗവൺമെന്റിന്റെ ഉത്തരവില്ലാതെ ഒന്നും തന്നെ ചെയ്യുവാനാകുമായിരുന്നില്ല. പക്ഷേ കോയമ്പത്തൂർ വനമേഖലയിൽ വെച്ച് ലൈസൻസ് ഉള്ള ആളുകൾക്ക് വേട്ടയാടുവാൻ സാധിക്കുമായിരുന്നു. എന്നാലും അവിടെ കർശനമായി ആനവേട്ട നിരോധിച്ചിരിക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകുവാൻ വേണ്ടി ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നീലഗിരിയിലുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ ഒരു നരനായാട്ട് നടത്തുന്ന കടുവ വന്നു എന്നിരിക്കട്ടെ. അവിടുത്തെ ഗവൺമെന്റ് അതിനെ കൊല്ലുവാനുള്ള അനുമതിയും നൽകി. പക്ഷേ ആ കടുവ അവിടെ നിന്ന് മൈസൂരിലുള്ള ബന്ദിപ്പൂർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കടുവയെ കൊല്ലുവാൻ സാധിക്കുകയില്ല. മുതുമലയിലുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ പരിധിയിൽ മാത്രമായിരിക്കും അവനെ കൊല്ലുവാനുള്ള അനുമതിയുള്ളത്. കാരണം രണ്ടും 2 സംസ്ഥാനമാണ്, അതുപോലെ രണ്ടും 2 വനവകുപ്പിന് കീഴിൽ വരുന്നതുമാണ്. അതാണ് ഇതിന് കാരണം. ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇതിനും കഥയിൽ ഒരു ചെറിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇനിയാണ് നമ്മുടെ കഥ തുടങ്ങാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഈ വനത്തിൽ വെച്ച്, വനത്തിന്റെ അതിരിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിൽ വെച്ചാണ് ഈ കഥ നടക്കുന്നത്. കോയമ്പത്തൂർ വനമേഖലയിലുള്ള ഡിമ്പത്തിൽ നിന്നും തലൈമലയിലേക്ക് 2 യാത്രക്കാരെയും കൊണ്ട് ഒരു കാളവണ്ടി പോകുകയായിരുന്നു. സന്ധ്യ മയങ്ങിയ സമയമായിരുന്നു അത്. ഇരുട്ട് കടന്നു വന്നില്ല എങ്കിലും കാളവണ്ടിയിൽ റാന്തൽ തെളിച്ചിരുന്നു. കാളവണ്ടി കടന്നു പോകുന്ന പാതയുടെ ഇരുവശവും കാടായിരുന്നു. കാളവണ്ടി വലിച്ചിരുന്ന ഒരു കാളയുടെ നിറം കറുപ്പും മറ്റേതിന്റെ നിറം വെളുപ്പുമായിരുന്നു. കാളവണ്ടി വലിച്ചുകൊണ്ട് കാളകൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോയി കാണണം. പെട്ടെന്ന് ആ കാളകൾ അവിടെ പേടിച്ചരണ്ട പോലെ നിന്നു. പിന്നെ കാലുകൾ നിലത്ത് കുത്തി ശബ്ദമുണ്ടാക്കുവാനും വല്ലാതെ ശബ്ദം വെക്കുവാനും തുടങ്ങി. അത് കണ്ട കാളവണ്ടിക്കാരൻ മുന്നിലേക്ക് നോക്കി. ഏതാണ്ട് 20-25 അടി അകലത്തിൽ കാടിനോട് ചേർന്ന് വലിയൊരു കറുത്ത രൂപം നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. ഇവരെ ലക്ഷ്യമാക്കിയാണ് അത് നിൽക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായി. എങ്കിലും കാളവണ്ടിക്കാരന്റെ മുഖത്ത് യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല. കാരണം അയാൾ പല വെട്ടവും ആനകളുടെ മുന്നിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാളവണ്ടിയിൽ ഉണ്ടായിരുന്ന യാത്രക്കാരോട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇരി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ കാട്ടാന പോകുന്നതിന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ കുറച്ചു സമയം കൂടി മുന്നിലേക്ക് കടന്നു പോയപ്പോൾ ആ കാളവണ്ടിക്കാരന് എന്തോ ഒരു പന്തികേട് തോന്നി. കാരണം അവൻ അവിടെ നിന്ന് അനങ്ങുന്നതേയില്ല. ഇവരെ തന്നെ തറപ്പിച്ച് രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. പതിയെ ആ കറുത്ത രൂപം ഇവരുടെ കാളവണ്ടിയെ ലക്ഷ്യമാക്കി അടുത്തടുത്ത് വരുന്നതായി അയാൾക്ക് കാണാൻ സാധിച്ചു. പിന്നെ വളരെ പെട്ടെന്നായിരുന്നു ആ കാളവണ്ടിയുടെ നേരെ ആ കറുത്ത രൂപം ഓടിയെത്തുകയായിരുന്നു. കറുത്തിരുണ്ട് അസാമാന്യ വളർച്ചയുള്ള ഒരു കൊമ്പനായിരുന്നു അത്. വണ്ടിയുടെ സമീപത്തെത്തിയ അവന്റെ തുമ്പിക്കൈ മുകളിലേക്കുയർത്തി കൊലവിളി നടത്തി. അവരുടെ മേൽ ആക്രമണം അഴിച്ചുവിട്ടു. അവന്റെ തുമ്പിക്കൈ കൊണ്ടുള്ള ആദ്യ അടിയിൽ തന്നെ കാളവണ്ടി നിലം കുത്തി. അതിന്റെ മുഖം തകർന്നു. കാളവണ്ടിക്കാരൻ മുന്നിലേക്ക് വീണു.
ആ സംഭവങ്ങൾ നടന്ന സമയം കാളവണ്ടിയിലുണ്ടായിരുന്ന യാത്രക്കാർ കാളവണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. കാളവണ്ടി കിടക്കുന്നിടത്ത് നിന്നും ദൂരെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ അവർ ഒളിച്ചു നിന്നു. നിർഭാഗ്യം, അയാളെ ആ ആനയുടെ രൂപത്തിൽ പിടികൂടുകയായിരുന്നു. കാളവണ്ടിയുടെ നുകം തകർന്ന ആ സമയം തന്നെ കാളവണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു കാള അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു. മറ്റേ കാളയെ അവൻ അവന്റെ കൊമ്പ് കൊണ്ട് കുത്തി തുമ്പിക്കൈ കൊണ്ട് അടിച്ച് അതിനെ നട്ടല് തകർത്ത് അതിനെ കൊന്നുകളഞ്ഞു. കാളവണ്ടിയിൽ നിന്നും നുകം തകർന്ന് മുന്നിലേക്ക് വീണ കാളവണ്ടിക്കാരനെ തുമ്പിക്കൈ കൊണ്ട് വാരി നിലത്തടിച്ചു. അതിനുശേഷം വളരെ ക്രൂരമായി ചവിട്ടി വലിച്ച് കീറി എറിയുകയായിരുന്നു. എന്നിട്ടും കലിയടങ്ങാത്ത അവൻ ആ കാളവണ്ടി പൂർണ്ണമായും അടിച്ചു തകർത്തു. അവൻ കാടിന്റെ ഉള്ളിലേക്ക് നടന്നു പോകുകയായിരുന്നു. അവൻ കാട്ടിലേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തിയ ആ കാളവണ്ടിയിലുണ്ടായിരുന്ന ആ 2 യാത്രക്കാർ പിന്നെയും ആ കുറ്റിക്കാട്ടിനുള്ളിൽ കുറച്ചു സമയം കൂടി ഇരുന്നു. അതിനുശേഷം വന്ന വഴി തിരിച്ച് അവരുടെ ജീവനും കൊണ്ട് ഓടിപ്പോകുകയായിരുന്നു. അത്രയും അതിക്രൂരമായ കാഴ്ചകൾ കണ്ട അവരുടെ മനസ്സും ശരീരവും മരവിച്ചു പോയിരുന്നു. ഡിംബത്തിലെത്തിയ അവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നടന്ന സംഭവം വിശദമായി തന്നെ പറഞ്ഞു. മറ്റാനകളിൽ വെച്ച് നോക്കുകയാണ് എങ്കിൽ അവന് അവരെക്കാൾ കറുത്ത നിറമാണ് ഉള്ളത്. പിന്നെ അസാമാന്യ വളർച്ചയെത്തിയ അവന്റെ കൊമ്പുകളിൽ ഒന്നിന് മറ്റേതിനേക്കാൾ നീളക്കുറവുമാണ്. പിന്നെ അവനൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് അവനെ തികച്ചും വ്യത്യസ്തനാക്കിയിരുന്നു. അവർ കണ്ട ആ പൂർണ്ണ വളർച്ചയെത്തിയ കൊമ്പനാനയ്ക്ക് തലയിൽ മുടിയിഴകൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. സാധാരണയായി ആനകൾ കുട്ടിയായിരിക്കുന്ന സമയത്താണ് അവർക്ക് മുടിയിഴകൾ കാണാൻ സാധിക്കുക. അവ പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോഴേക്കും അത് പൂർണ്ണമായി തന്നെ ഒഴിഞ്ഞു പോകുകയാണ് പതിവ്. എന്നാൽ ഇവിടെ അതും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇതിനു മുൻപും ഇതുപോലൊരു ആനയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓർത്തു. അത് കുറച്ചു നാളുകൾക്ക് മുന്നെയാണ്. തലയിമലയിലെ വനത്തിന് സമീപം മേഞ്ഞുകൊണ്ടിരുന്ന ഒരു പയ്യനെ ആന ആക്രമിച്ചു. ഒരു കാരണവും കൂടാതെ അവൻ അതിനെ അതിക്രൂരമായി അവന്റെ കൊമ്പുകൾ കൊണ്ട് കുത്തിമലത്തി. ആ കാഴ്ച ദൂരെ നിന്നും കണ്ട കുറച്ച് ഗ്രാമവാസികൾ പറഞ്ഞ അതേ അടയാളങ്ങൾ തന്നെയാണ് അവനും ഉള്ളത് എന്ന് ആ സമയം അവർ ഓർത്തു. ദൂരെ നിന്നും കണ്ട കുറച്ച് ഗ്രാമവാസികൾ പറഞ്ഞ അതേ അടയാളങ്ങൾ തന്നെയാണ് അവനും ഉള്ളത് എന്ന് അവർ ആ സമയം ഓർത്തു. ഇനിയും ഒട്ടും വൈകാതെ തന്നെ അവനെ ഒരു കൊലയാളി ആനയാക്കി മുദ്ര കുത്തണമെന്ന് അവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംരക്ഷിത മേഖലയാണെങ്കിലും ലൈസൻസ് ഉള്ളവർക്ക് പോലും അവിടെ ആനയെ വേട്ടയാടുവാൻ അധികാരമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ ഒരു കൊലയാനയാക്കി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം അന്നത്തെ കോയമ്പത്തൂർ കളക്ടർക്ക് സമർപ്പിക്കുകയായിരുന്നു. അവനെ ഒരു കൊലയാനയാക്കി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ഒരു സംഭവം കൂടി അവിടെ ഉണ്ടായി. തലവടിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ആയിരുന്നു അവൻ ആക്രമിച്ചത്. സൈക്കിളിൽ തലവടിയിലേക്ക് പോകും വഴി ആയിരുന്നു അതുണ്ടായത്. കാട്ടുപാതയിലൂടെയാണ് അയാൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അയാളുടെ വരവ് കണ്ട അവൻ അയാൾക്കു വേണ്ടി ആ കാട്ടിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ഗ്രാമത്തിലേക്ക് നീണ്ടുപോകുന്ന ആ പാതയുടെ ഇരുവശവും കാടാണ് ഉള്ളത്. അയാൾ അതുവഴിയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അയാളുടെ വരവ് കണ്ടുകൊണ്ട് അവൻ അയാൾക്കു വേണ്ടി ആ കാട്ടിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. സൈക്കിൾ അവന്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ അയാളുടെ മുന്നിലേക്ക് അവൻ കയറി നിന്നു. 6-7 അടി അകലത്തിൽ വെച്ച് വളരെ വ്യക്തമായി തന്നെ അയാൾ അവനെ കണ്ടു. വഴിയുടെ കുറുകെ അവൻ കയറി നിൽക്കുന്നു. അടുത്തെത്തിയ ഉടൻ തന്നെ അയാളുടെ നേരെ തുമ്പിക്കൈ മുകളിലേക്കുയർത്തി തല കുലുക്കി കൊലവിളി വിളിച്ചു. അത് കണ്ട അയാൾ സൈക്കിൾ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ദൂരേക്ക് ഓടിപ്പോകുകയായിരുന്നു. സൈക്കിൾ കണ്ട ആന അത് ചവിട്ടി തകർത്ത് അടുത്തുള്ള താഴ്വാരയിലേക്ക് വലിച്ചെറിഞ്ഞു. സൈക്കിൾ നശിപ്പിക്കുന്നതിൽ മുഴുകിയ അവൻ അയാളെ കണ്ടില്ല. കൊലയാനയുടെ കൊലവിളിയും ആക്രമണവും കണ്ട അയാൾ ദൂരെ ഉണ്ടായിരുന്ന കുറ്റിക്കാട്ടിൽ കയറി ഒളിച്ചിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ആ കാട്ടാന കാട് കയറി. അവൻ പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷവും അയാൾ കുറച്ചു സമയം കൂടി അവിടെ കാത്തിരുന്നു. മരണം അകന്നുപോയ ആശ്വാസത്തിലായിരുന്നു അയാൾ ആ സമയം. കുറച്ചു സമയത്തിന് ശേഷം അയാൾ അവിടെ നിന്നും തലവടി ലക്ഷ്യമാക്കി ഓടിപ്പോകുകയായിരുന്നു. അവിടെ എത്തിയ അയാൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചു. ഇപ്പോൾ അയാൾ നൽകിയിരിക്കുന്ന അടയാളങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മുന്നത്തെ സംഭവങ്ങളിൽ പ്രതിയായ അതേ ആന തന്നെയാണ് ഇവൻ എന്ന അനുമാനത്തിൽ അവർ എത്തിച്ചേർന്നു. പിന്നെ ഒട്ടും വൈകിയില്ല അവിടുത്തെ കളക്ടർ അവനെ ഒരു കൊലയാനയാക്കി പ്രഖ്യാപിച്ചു. ആ സമയം അവന്റെ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായിരുന്നത് കോയമ്പത്തൂർ വനമേഖലയിലായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ അതിന് സമീപമുള്ള ഗ്രാമത്തിലെ ഗ്രാമവാസികൾ മുഴുവൻ
ഭീതിയുടെ നിഴലിലായിരുന്നു. ആനയെ വേട്ടയാടുവാനുള്ള നിരോധനം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടും ആ ഗ്രാമീണർക്കും ഒന്നും തന്നെ ചെയ്യുവാനുണ്ടായിരുന്നില്ല. അവർ ഈ ഒരു ഉത്തരവിന് വേണ്ടിയായിരുന്നു അവിടെ കാത്തിരുന്നത്. അങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയ ഉടൻ തന്നെ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ലൈസൻസ് ഉള്ള ശിക്കാരികൾ അവനെ തേടി ആ കാട് കയറി. എങ്കിലും അവനെ എങ്ങും കാണുവാൻ സാധിച്ചില്ല. അവന്റെ തലയ്ക്ക് വിലയിട്ടു എന്ന് മനസ്സിലാക്കിയ പോലെയായിരുന്നു അവന്റെ നീക്കങ്ങൾ മുഴുവൻ. എത്ര വലിയ കൊലകൊമ്പനായ ആനയായിരുന്നാൽ പോലും അവൻ കാടിറങ്ങി വരുന്ന സമയത്ത് മാത്രമായിരിക്കും അവന്റെ ആക്രമണങ്ങൾ മുഴുവൻ കാണിക്കുക. പക്ഷേ ആ ആന കാടിനുള്ളിലാണ് എങ്കിൽ അവൻ പ്രതിരോധം തീർക്കുവാൻ മാത്രമായിരിക്കും ആ സമയം നോക്കുക. അവനെ തേടി മനുഷ്യർ ആ കാട്ടിൽ എത്തി എന്ന് അവന് മനസ്സിലായാൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് പതിവ്. പിന്നീട് ഏതാണ്ട് 3 മാസത്തോളം അവനെ പറ്റിയുള്ള യാതൊരു അറിവും ആക്രമണവും കോയമ്പത്തൂർ വനമേഖലയിൽ ഉണ്ടായില്ല. അവൻ അപ്പോഴേക്കും കോയമ്പത്തൂർ വന അതിർത്തി വിട്ടിരുന്നു. മുതുമല വന്യജീവി സംരക്ഷണ വകുപ്പിന്റെ കീഴിൽ വരുന്ന വനമേഖലയ്ക്കുള്ളിൽ ഊട്ടി മൈസൂർ വനമേഖലയിലെ അതിർത്തിയിൽ നിന്നും ഏകദേശം 1/2 മൈൽ മാറി കാട്ടിനുള്ളിൽ വെച്ച് അവൻ ഒരു കുറുമ്പാസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി യുവാവിനെ ആക്രമിച്ചു. കാട്ടിനുള്ളിൽ വെച്ച് അവന് മുന്നിൽ അകപ്പെട്ടു പോയ അവനെ പിന്തുടർന്ന് ഓടിക്കുകയായിരുന്നു. കാടാണ്, അതുവഴി ഓടുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. അനധികൃതമായി വന്യജീവി സംരക്ഷണ മേഖലയിൽ തേൻ ശേഖരിക്കുവാൻ വേണ്ടി കയറിയതായിരുന്നു അയാൾ. മസിനഗുഡി ആ ഭാഗത്തായാണ് കുറുമ്പാസ് വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ താമസിച്ചിരുന്നത്. തേനെടുക്കുവാൻ അയാൾക്കൊപ്പം കൂടെ പോയ മറ്റൊരു ആദിവാസി ദൂരെയുള്ള മരത്തിലിരുന്നാണ് ആ കാഴ്ച കാണുന്നത്. ആന അയാളെ ഓടിക്കുന്നത് മാത്രമാണ് അയാൾ ആ മരത്തിലിരുന്ന് കണ്ടത്. ആ കാഴ്ച കണ്ട് പേടിച്ചവിടെ ഇരുന്ന അയാൾ പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ആ മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നത്. തന്റെ കൂടെ വന്ന സുഹൃത്തിനെ തേടി വനത്തിന്റെ വന്യതയിലൂടെ അയാൾ ഓടിയ വഴിയിലൂടെ പോയ ആ യുവാവ് കണ്ടത് അതിക്രൂരമായി ആന ചവിട്ടി വലിച്ചു കീറിയെറിഞ്ഞ അയാളുടെ ശരീരാവശിഷ്ടമാണ്. കൈയും കാലും ശരീരത്തിൽ നിന്നും വേർപെട്ട നിലയിലായിരുന്നു അത്. അതിഭയാനകമായ കാഴ്ച കണ്ട അയാൾ മുതുമലയിലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് കാര്യം പറഞ്ഞു. എങ്കിലും അവർ അത് കാര്യമായി എടുത്തില്ല. കാരണം അവർ കാട്ടിലേക്ക് പോയത് അവരുടെ അനുവാദമില്ലാതെ അനധികൃതമായാണ് പോയത്. ഏതെങ്കിലും ഒരു ഒറ്റയാന്റെ മുന്നിൽ പോയി പെട്ട് കാണും എന്നാണ് അവർ കരുതിയത്. ആ സമയം കാടല്ലേ, അത് സ്വാഭാവികമാണ്. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നു ഈ വനം വ്യാപിച്ചു കിടക്കുന്നത് 3 വനംവകുപ്പിന് കീഴിലാണ് എന്ന്. അതിൽ കോയമ്പത്തൂർ വനമേഖലയിൽ മാത്രമാണ് അവനെ കൊലയാളിയാനയാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവൻ ഇപ്പോൾ ഉള്ളത് മുതുമലയിലാണ്, മുതുമല വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ്. ആ മേഖലയിൽ അവനൊരു കൊലയാനയല്ല. അതുകൊണ്ട് തന്നെ അവനെ അവിടെ വെച്ച് കൊല്ലുക എന്നത് അസാധ്യമായ കാര്യമാണ്. അവൻ അവന്റെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ബന്ദിപ്പൂർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ സമീപത്തുകൂടി കടന്നുപോകുന്ന പ്രധാന പാതയിലും അതുപോലെ മുതുമലയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന റോഡുകളിലും അവൻ ഇടയ്ക്കിടയ്ക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളെ ആക്രമിക്കുവാൻ കൊലവിളി വിളിച്ച് അതിനെ പിന്തുടരുകയും ചെയ്തു എന്ന് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആ 3 മാസത്തെ കാലയളവിലാണ്. അങ്ങനെ നീണ്ടുനിന്ന 3 മാസത്തെ കോയമ്പത്തൂർ വനമേഖലയിലെ ശാന്തതയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് വീണ്ടും അവൻ മരണത്തിന്റെ നിഴൽ പോലെ അവിടേക്ക് എത്തി. അവിടെ മുടിയൂരിന് സമീപത്തുള്ള ഗിർഹള്ളി എന്ന ഗ്രാമത്തിൽ അവന്റെ ആക്രമണമുണ്ടായി. അവന്റെ കൊലവിളിയിൽ ഒരു ഗ്രാമീണൻ ദാരുണമായി മരിച്ചു. ഇത്രയും സംഭവങ്ങൾ അവിടെ അരങ്ങേറി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കഥയിലെ കഥാനായകൻ കെന്നത്ത് ആൻഡേഴ്സൺ അവിടേക്ക് പോകുന്നത്. ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് അദ്ദേഹം അവിടേക്ക് യാത്ര തിരിക്കുന്നത്. ആൻഡേഴ്സണിനെ കാണുവാൻ ബാംഗ്ലൂരിലെത്തിയ ഒരു വെള്ളക്കാരൻ വിദേശി. ഫോട്ടോഗ്രാഫിൽ കമ്പം കയറിയ അയാൾക്ക് കെന്നത്ത് ആൻഡേഴ്സന്റെ കുറച്ച് സഹായങ്ങൾ ആവശ്യമായിരുന്നു. കടുവകളുടെയും പുലികളുടെയും കാട്ടുപോത്തിന്റെയും ചിത്രങ്ങൾ പകർത്തുവാൻ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചായിരുന്നു അയാൾ അവിടേക്ക് എത്തിയത്. കടുവയുടെയും പുലിയുടെയും ചിത്രങ്ങൾ എടുക്കണമെങ്കിൽ ഉൾക്കാടുകളിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ പോയാൽ തന്നെ അവയെ കാണണമെന്നുമില്ല. ഘ്രാണശേഷിയിലും കേൾവിശേഷിയിലും ഏറെ മുന്നിലാണ് അവർ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കാണുന്നതിന് മുന്നേ അവർ ചിലപ്പോൾ നമ്മളെ കാണും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്യും. അതുമാത്രമല്ല, അത്യധികം അപകടകരമാണ് അത് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്മാറ്റി. കാട്ടുപോത്തിന്റെ ചിത്രം എടുക്കാൻ സഹായിക്കാമെന്ന് ആൻഡേഴ്സൺ അയാൾക്ക് വാക്കുകൊടുത്തു. അതിനുവേണ്ടി 3 ദിവസത്തെ യാത്രയ്ക്ക് ആൻഡേഴ്സന്റെ കൂടെ വരുവാൻ അയാളോട് പറഞ്ഞു. അതിനുവേണ്ടി ഏറ്റവും ഉത്തമം കോയമ്പത്തൂർ വനമേഖലയാണ് എന്ന് ആൻഡേഴ്സണിന് അറിയാമായിരുന്നു. കാരണം മൈസൂർ കാടുകളിൽ വെച്ച് കാട്ടുപോത്തിന്റെ ചിത്രം പകർത്തുക എന്നത് പാടുള്ള കാര്യമാണ്.
കാരണം അവിടെ കാടുകൾ ഇടതൂർന്നാണ് നിൽക്കുന്നത്. എന്നാൽ ഏറ്റവും അനുയോജ്യം കോയമ്പത്തൂർ മേഖലയിലാണ്. അവിടുത്തെ വനത്തിന് താരതമ്യേന സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് തന്നെ ചിത്രം പകർത്തുവാൻ ഏറ്റവും അനുയോജ്യം കോയമ്പത്തൂറുള്ള വനമേഖലയാണ് എന്ന് ആൻഡേഴ്സണിന് നല്ല പോലെ അറിയാം. അവർ ഇരുവരും അവിടേക്ക് യാത്ര തിരിച്ചു. പോകും വഴി ആൻഡേഴ്സണിന്റെ സുഹൃത്തായ ഷോളഗാസ് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന രാച്ചൻ എന്ന വനത്തിലെ തന്റെ വഴികാട്ടിയെയും കൂടെ കൂട്ടി. രാച്ചൻ പറഞ്ഞത് പ്രകാരം ഡിംബം തലൈമലൈ റോഡിലേക്കാണ് പോകേണ്ടത്. ആ ഭാഗത്താണ് കാട്ടുപോത്തുകൾ കൂടുതലായും കാണുന്നത് എന്ന് അവൻ പറഞ്ഞു. അതിനുവേണ്ടി പ്രകാരം അതിന് സമീപത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകുവാനാണ് രാച്ചൻ പറഞ്ഞത്. ആ ഗ്രാമത്തിൽ ഉള്ളതും ഷോളഗാസ് വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ്. ഏതാണ്ട് വൈകുന്നേരമായതോടുകൂടിയാണ് ആ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടുപോത്തിനെ തേടിയുള്ള യാത്ര പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കുകയായിരുന്നു. കാരണം ഇക്കുറി ആൻഡേഴ്സൺ അവിടെ എത്തിയിരിക്കുന്നത് വേട്ടയാടുവാൻ വേണ്ടിയല്ല, ചിത്രം പകർത്തുവാനാണ്. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ചിത്രം പകർത്തുവാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ പോകാമെന്ന് അദ്ദേഹം പറഞ്ഞത്. നേരം വെളുത്തു വന്നപ്പോഴേക്കും ആൻഡേഴ്സണിനെയും മറ്റേ വെള്ളക്കാരനെയും രാച്ചൻ വിളിച്ചുണർത്തി. തലേന്ന് രാത്രിയിൽ കിടന്നത് താമസിച്ചായിരുന്നു. കാട്ടുപോത്തുകളെ കണ്ടെത്തുവാനുള്ള അസാമാന്യ കഴിവുള്ളവരാണ് ഷോളഗാസ്. തലേന്ന് രാത്രിയിൽ അവർക്കൊപ്പം ഇന്നത്തെ പദ്ധതികൾ ആവിഷ്കരിച്ച ശേഷമാണ് കിടന്നത്. ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് കാട്ടുപോത്തുകൾ സ്വൈര്യവിഹാരം നടത്തുന്നത്. ഗ്രാമത്തിൽ നിന്നും കാട്ടുപോത്തിനെ അന്വേഷിച്ചു പോയവർ തിരിച്ചു വന്നു. ആൻഡേഴ്സണിനോട് അവർ വിവരം ധരിപ്പിച്ചു. ഗ്രാമത്തിൽ നിന്നും ഏകദേശം 6 മൈൽ പോയാൽ കുന്നിറങ്ങി അതിന്റെ ചരിവിലൂടെ ഒഴുകുന്ന ഒരു ചെറു അരുവിയുണ്ട്. അതിന്റെ തീരത്ത് സൂര്യന്റെ ചൂട് കുറയും വരെയും അവിടെ അവർ കാണും എന്നാണ് അവർ പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെ ആ കരിവീരൻ തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നതും ആൻഡേഴ്സണിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ ഗ്രാമത്തിലെ ആരെയും തന്നെ ഇതുവരെയും അവൻ ആക്രമിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൻഡേഴ്സൺ ഇത് വലിയ കാര്യമായി എടുത്തില്ല. പ്രഭാത ഭക്ഷണത്തിന് ശേഷം അവർ അവിടേക്ക് യാത്ര തുടങ്ങാൻ ഒരുങ്ങിയ സമയം സൂര്യന് നല്ല ചൂടുണ്ട് എന്ന് തോന്നി. കൂടാതെ ആൻഡേഴ്സണിന് നല്ല അലസതയാണ് ആ സമയം തോന്നിയത്. 6 മൈൽ ദൂരം നടക്കണം. തന്റെ റൈഫിൾ ചുമന്നുകൊണ്ട് പോകുവാൻ അദ്ദേഹത്തിന് മടി തോന്നി. പിന്നെ അദ്ദേഹം വേട്ടയ്ക്കായിരുന്നില്ലല്ലോ അന്ന് വന്നത്. അതുകൊണ്ട് തന്നെ തന്റെ റൈഫിൾ എടുക്കാതെയാണ് അവിടേക്ക് യാത്ര തിരിച്ചത്. ഗ്രാമത്തിലെ 2 ആദിവാസികളായ വഴികാട്ടികളുടെ കൂടെ കാട്ടുപോത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കുന്നിൻ പ്രദേശത്തേക്ക് നടന്നു. അവരുടെ പിന്നാലെ ആൻഡേഴ്സണും വെള്ളക്കാരനും അവരുടെ ക്യാമറയും അവരുടെ അനുബന്ധ ഉപകരണങ്ങളും ചുമന്നുകൊണ്ട് പുറകിലും. അവർക്കും പുറകിലായാണ് രാച്ചനും വന്നത്. കാട്ടുപോത്തുകളുടെ പാത പിന്തുടർന്ന് പോകുന്ന അവരുടെ പുറകെ ആൻഡേഴ്സണും സംഘവും വിശ്വാസതയോടെ മുന്നോട്ട് തന്നെ നീങ്ങി. മരങ്ങളും അടിക്കാടുകളും താണ്ടിയാണ് ആ യാത്ര. കുറച്ചു സമയം കൂടി മുന്നേക്ക് നടന്നു നീങ്ങിയപ്പോൾ രാച്ചൻ പുറകിൽ നിന്നും ആൻഡേഴ്സണിനെ വിളിച്ചു. അവരുടെ പുറകിൽ അല്പം ദൂരെയായി ഒരാന അവരെ പിന്തുടർന്ന് നടന്നു വരുന്നു എന്നാണ് രാച്ചൻ വിളിച്ചു പറഞ്ഞത്. അത് കേട്ട ആൻഡേഴ്സൺ തിരിഞ്ഞു നോക്കി. മുന്നേ അവർ പറഞ്ഞ ആ കൊലയാന തന്നെയാണ്. കറുത്ത ഇരുണ്ട രൂപം. ഇത്തരം ഒരു ആനയെ അദ്ദേഹം ഇതിനു മുന്നേ കണ്ടിട്ടില്ല. മറ്റാനകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അവന്റെ നിറം തന്നെയാണ്. മറ്റാനകളായിരുന്നു എങ്കിൽ മനുഷ്യഗന്ധം കിട്ടിയാൽ ഉടനെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ചെയ്യുക. പക്ഷേ ഇവൻ അവരെ പിന്തുടരുകയായിരുന്നു. അപ്പോഴാണ് സേഗൂറിൽ വെച്ച് തന്റെ സുഹൃത്തായ കോളറ്റിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് വന്നത്. നായാട്ടിനു വേണ്ടി വൈകിട്ട് മോയാറിന്റെ പോഷക നദിയായ സേഗൂർ നദിയുടെ തീരത്ത് തന്റെ 5 നായകൾക്കൊപ്പം ഒരു മരത്തിന്റെ തണലിൽ നടന്ന് ക്ഷീണിച്ച അയാൾ അവിടെ വിശ്രമിക്കുന്ന സമയം എവിടെ നിന്നോ ഒരു കറുത്ത കരിങ്കൊമ്പൻ അയാളെ കണ്ട് കൊലവിളി നടത്തി അദ്ദേഹത്തിനെ ആക്രമിക്കുവാൻ പാഞ്ഞു വന്നു. നായാട്ടിനിറങ്ങിയ അദ്ദേഹത്തിന്റെ കൈവശം ആ സമയം ഉണ്ടായിരുന്നത് ഒരു ഷോട്ട് ഗൺ മാത്രമായിരുന്നു. അത് ആനയ്ക്കെതിരെ പ്രയോഗിക്കാം എന്ന് കരുതിയാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ അയാളുടെ കാലിന് ചെറിയ പരുക്കും പറ്റിയിരുന്നു. അയാൾക്ക് വേഗത്തിൽ ഓടുവാൻ സാധിക്കുമായിരുന്നില്ല. അതുപോലെ മരത്തിൽ വലിഞ്ഞു കയറുവാനും സാധിക്കില്ല. ആ സമയം തന്റെ യജമാനനെ ആക്രമിക്കുവാൻ നോക്കുന്ന ആനയെ അയാളുടെ നായകൾ വളഞ്ഞു കുരച്ചു ആക്രമിച്ചു. അതിൽ പ്രകോപിതനായ ആന കോളറ്റിനെ ഉപേക്ഷിച്ച് നായകളുടെ നേരെ തിരിയുകയായിരുന്നു. ആ സമയം കോളറ്റ് ആവുന്നതിൽ വേഗത്തിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അയാൾ തന്റെ ബംഗ്ലാവിൽ എത്തിച്ചേർന്നപ്പോഴേക്കും തന്റെ നായകളും അവിടെ എത്തിയിരുന്നു. കോളറ്റ് പറഞ്ഞത് പ്രകാരം ഒരു കരിങ്കൊമ്പനാണ്. അവന്റെ ഒരു കൊമ്പന് അല്പം നീളക്കുറവുമുണ്ട്. അതെല്ലാം ആ സമയം ഒരു മിന്നായം പോലെ ആൻഡേഴ്സന്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയായിരുന്നു. അടുത്തെത്തിയാൽ അവൻ എന്താണ് ചെയ്യുക എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു.
അവന്റെ തുമ്പിക്കൈ മുകളിലേക്ക് ഉയർത്തി കൊലവിളി നടത്തി. തങ്ങളുടെ നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടും. രാജൻ ഒരുപക്ഷെ കണ്ടില്ലായിരുന്നുവെങ്കിൽ അവരിൽ ആരെങ്കിലും ഇപ്പോൾ അവിടെ ദാരുണമായി കൊല്ലപ്പെടുമായിരുന്നു. എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു നിൽക്കെ മരത്തിന് വലിയ വലിപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ കയറുന്നത് ഒരു വലിയ മണ്ടത്തരമാണ്. അവൻ എളുപ്പത്തിൽ ആ മരം മറിച്ചിട്ട് തങ്ങളെ കൊല്ലുവാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നുകൂടി ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 100 മീറ്റർ അകലെ വലത്തുവശത്ത് ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങൾ കൊണ്ട് കാഴ്ചയിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന ഒരു പാറ കണ്ടു. അതിന്റെ ഉയരവും വീതിയും ഒന്നും അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞില്ല. എങ്കിലും വെള്ളക്കാരനോട് ആൻഡേഴ്സൺ പറഞ്ഞു, അവിടെ ഒരു പാറയുണ്ട്, അവിടേക്ക് പിന്തുടരുക എന്ന്. സംശയത്തിലായി നിന്ന ആ വെള്ളക്കാരന് എന്താണ് അവിടെ അരങ്ങേറുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പകച്ചു നിൽക്കുകയായിരുന്നു അയാൾ. അദ്ദേഹത്തിന് എങ്ങോട്ടാണ് ഓടേണ്ടത് ഒന്നൊന്നും അറിയില്ലായിരുന്നു. ആൻഡേഴ്സൺ അയാളെ ബലമായി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടുകയായിരുന്നു. അതേ സമയം തന്നെ രാജൻ മറ്റു 2 പേർക്കും താഴ്ന്ന സ്വരത്തിൽ ഒരു സിഗ്നലും കൊടുത്തു. അവരുടെ പാച്ചിൽ കണ്ട ആ ആന കോപാകുലനായി കൊലവിളി നടത്തി അവരുടെ പുറകെ പാഞ്ഞു. പാറയുടെ സമീപം വന്നു നിന്നു. താഴ്ന്നതും ചരിഞ്ഞതുമായ ഒരു പാറയായിരുന്നു അത്. അതിന്റെ ഒരു വശം താഴ്ന്നതും മറുവശം പൊക്കം കൂടിയതുമായിരുന്നു. ഏതാണ്ട് 30 അടിയോളം നീളമുണ്ടായിരുന്നു ആ പാറയ്ക്ക്. അതിൽ വലിഞ്ഞു കയറിയ ആൻഡേഴ്സണും കൂട്ടാളികളും പാറയുടെ ഉയർന്ന ഭാഗം ലക്ഷ്യമാക്കി ഓടി. ഏറ്റവും അറ്റത്ത് എത്തിയ ശേഷം അവർ ആ ആനയെ ഒന്ന് തിരിഞ്ഞു നോക്കിയ സമയം അവർ കണ്ടത് ആന അവരെ പിടിക്കുവാൻ വേണ്ടി തുമ്പിക്കൈ നീട്ടി വരുന്നതായിരുന്നു. ഓടി പാറയുടെ ഏറ്റവും അറ്റത്തെത്തിയ ശേഷം അവർ തിരിഞ്ഞ് ആനയെ ഒന്ന് നോക്കിയ സമയം അവർ കണ്ടത് തുമ്പിക്കൈ നീട്ടി അവരെ പിടിക്കുവാൻ ഒരുങ്ങുന്ന ആനയായിരുന്നു. അവൻ അങ്ങനെ ശ്രമിക്കുമ്പോഴൊക്കെ അവർ പാറയുടെ മറ്റേ അറ്റത്തേക്ക് അവന്റെ തുമ്പിക്കൈയുടെ പരിധിയിൽ നിന്നും പരമാവധി അകലം പാലിച്ചു തന്നെ നിന്നു. എത്ര ശ്രമിച്ചിട്ടും അവരെ കിട്ടില്ല എന്നറിഞ്ഞ അവൻ അവന്റെ ദേഷ്യം മുഴുവൻ കാണിക്കുന്ന രീതിയിൽ തന്നെ അവരുടെ നേരെ തന്റെ തുമ്പിക്കൈ മുകളിലേക്ക് ഉയർത്തി കാട് വിറയ്ക്കുന്ന രീതിയിൽ കൊലവിളി നടത്തി. അത് കഴിഞ്ഞ് അവൻ ചെയ്തത് പാറയുടെ സമീപം വളർന്നു നിൽക്കുന്ന പുല്ലുകളും കുറ്റിച്ചെടികളും പിഴുതെടുത്ത് അവർക്ക് നേരെ എറിഞ്ഞു. പിന്നെയും അവർ പാറയുടെ മറ്റേ വശത്തേക്ക് പരമാവധി നീങ്ങി നിന്നു. വീണ്ടും പ്രകോപിതനായ ആന അവർക്ക് നേരെ ചിഹ്നം വിളിച്ചു. അവരുടെ പാറയുടെ സമീപത്ത് കിടന്ന ഒരു വലിയ പാറകഷ്ണം കണ്ടെത്തി. കുറ്റിച്ചെടികൾ പിഴുതെറിഞ്ഞപ്പോൾ അതിന്റെ മറവിൽ നിന്നിരുന്ന ആ കല്ല് തെളിഞ്ഞു വന്നതായിരുന്നു. അവനത് അവന്റെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്തു. അത് കഴിഞ്ഞ് അവനത് ആൻഡേഴ്സണിന് നേരെ എറിഞ്ഞു. ഒരു മുടിനാരിന്റെ വ്യത്യാസത്തിലാണ് അത് മറുവശത്തേക്ക് പോയത്. അത് കൊണ്ടിരുന്നേൽ അതോടെ ആൻഡേഴ്സണിന്റെ കാര്യത്തിന് ഒരു തീരുമാനമാകുമായിരുന്നു. പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് വന്ന് പതിക്കുമായിരുന്നു. പിന്നീട് എന്താണ് ഉണ്ടാകുന്നത് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. വീണ്ടും അവൻ അവന്റെ പ്രവർത്തനത്തിൽ മുഴുകി. അത് കഴിഞ്ഞ് ഏതാണ്ട് കുറച്ചു സമയം അവൻ അവിടെ നിന്ന് എന്തോ ഒന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവൻ ആ പാറയെ ചുറ്റി മറുവശത്ത് നിന്ന് അവന്റെ ആക്രമണം അഴിച്ചുവിട്ടു. ഭൂനിരപ്പിൽ നിന്നും താഴ്ന്ന ഭാഗത്തിന് ഏതാണ്ട് 3 അടി ഉയരമുണ്ടായിരുന്നു. ഉയർന്ന ഭാഗത്തിന് 5 അടിയും. അതുകൊണ്ട് തന്നെ പാറയുടെ മുകളിൽ അവൻ കയറില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു അവർക്ക്. എങ്കിലും അവൻ പാറയുടെ മറുവശത്ത് ഉയർന്ന ഭാഗത്ത് വന്നു നിന്നു. അവൻ അവന്റെ മുൻകാലുകൾ ഉയർത്തി പാറയിൽ ചവിട്ടി വീണ്ടും അവരെ എത്തിപ്പിടിക്കുവാൻ നോക്കി. അവർ അവന്റെ തുമ്പിക്കൈയുടെ പരിധിയിൽ നിന്നും ഏറെ മാറി നിൽക്കുവാൻ ശ്രമിച്ചു. അതും പരാജയപ്പെട്ടതോടെ അവൻ അവിടെ നിന്ന് വീണ്ടും പാറയുടെ മറുവശത്തേക്ക് ഓടി. അവിടെ നിന്ന് വീണ്ടും അവൻ അവന്റെ ശ്രമം വീണ്ടും തുടങ്ങി. അങ്ങനെയുള്ള ആ പാറയുടെ മുകളിലൂടെയുള്ള ഓട്ടം എത്ര തവണ ഓടിയെന്ന് അവർക്ക് തന്നെ അറിയില്ല. ആൻഡേഴ്സണും സംഘവും ശരിക്കും ക്ഷീണിച്ച് തളർന്നിരുന്നു. പാറയുടെ ഘടന ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നുവല്ലോ, ചരിവുള്ളതാണ് എന്ന്. അങ്ങനെയുള്ള ആ പാറയുടെ മുകളിലൂടെയുള്ള ആ ഓട്ടം ഒന്ന് പിഴച്ചാൽ അവർക്ക് അതിന് കൊടുക്കേണ്ടി വരിക അവരുടെ തന്നെ ജീവനായിരിക്കാം. ആ സമയം മുഴുവൻ ആൻഡേഴ്സൺ തന്നെ പഴിക്കുകയായിരുന്നു. തന്റെ തോക്ക് അവിടെ വെക്കുവാൻ തോന്നിയ ആ നശിച്ച സമയത്തെ ഓർത്ത് താൻ ശപിക്കുകയായിരുന്നു. തന്റെ കയ്യിൽ ഈ സമയം ആ തോക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ആ ആന ഓർമ്മയായി മാറുമായിരുന്നു. ആ പാറയുടെ പുറത്തുകൂടിയുള്ള ഓട്ടത്തിൽ ആൻഡേഴ്സണും സംഘവും ശരിക്കും ക്ഷീണിച്ച് തളർന്നിരുന്നു. ആ സമയം കൊടുന്നനെ കാട്ടാന അവന്റെ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവിടെ കുറച്ചുനേരം നിന്നു. ചിലപ്പോൾ അവന് തോന്നിക്കാണും ഇങ്ങനെയൊന്നും അവരെ പിടിക്കുവാൻ സാധിക്കില്ല എന്ന്. പക്ഷേ എങ്കിലും കുറച്ചു സമയം മാത്രമായിരുന്നു അവർക്ക് അങ്ങനെ ആശ്വസിക്കാൻ കഴിഞ്ഞത്. വീണ്ടും അവൻ അവരെ പിടിക്കുവാനുള്ള ശ്രമം തുടർന്നു. ഏതാണ്ട് മണിക്കൂറുകൾ തന്നെ കഴിഞ്ഞു പോയിരുന്നു അവർ ആ പാറയുടെ മുകളിൽ അകപ്പെട്ടു പോയിട്ട്. സൂര്യൻ ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ തലയുടെ മുകളിലാണ്. സൂര്യന്റെ ചൂട് കൂടിക്കൂടി വരുന്നു. അത് നന്നേ പാറയുടെ മുകളിൽ പ്രതിഫലിച്ചു തുടങ്ങി. പാറയിൽ നിന്നും ആ ചൂട് പതിയെ കാലുകളിലേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി.
ആൻഡേഴ്സൺ ബൂട്ട് ധരിച്ചതുകൊണ്ട് തന്നെ വലുതായി ചൂട് അനുഭവിക്കുന്നില്ല എങ്കിലും തന്റെ കൂടെയുണ്ടായിരുന്ന ആ രണ്ട് ആദിവാസികളുടെ മുഖത്ത് അത് വ്യക്തമായി കാണുവാൻ കഴിയുമായിരുന്നു. അവർക്ക് രണ്ട് കാലിൽ ആ പാറയുടെ പുറത്ത് നിൽക്കുവാൻ സാധിച്ചിരുന്നില്ല. ചൂട് കൂടി വന്നതോടെ ആ കൊമ്പൻ അവന്റെ പരിശ്രമങ്ങൾ അവസാനിപ്പിച്ചു. അവർ നിൽക്കുന്ന ആ പാറയിൽ നിന്നും അല്പം അകലെ ഉണ്ടായിരുന്ന ആ മരത്തിന്റെ തണലിലേക്ക് അവൻ മാറി നിന്നു. ആ രീതിയിൽ പിന്നെയും ഏതാണ്ട് മണിക്കൂറുകൾ കടന്നുപോയി. അവൻ പിന്മാറുന്ന ഒരു ലക്ഷണവും കാണുവാനില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ആൻഡേഴ്സണിന്റെ മനസ്സിലേക്ക് ഒരാശയം കടന്നു വന്നു. ആൻഡേഴ്സണിന്റെ കൂടെ ഉണ്ടായിരുന്ന രാച്ചനോടും ഷോളകന്മാരോടും ആ ആനയെ വിരട്ടി ഓടിക്കുവാൻ വേണ്ടി അവന് നേരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുവാൻ പറഞ്ഞു. പക്ഷേ ആൻഡേഴ്സൺ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. വിപരീതമായിരുന്നു കാര്യങ്ങൾ നടന്നത്. ആ ശബ്ദം കേട്ട ആന അതിൽ പ്രകോപിതനായി അവരുടെ നേരെ വീണ്ടും ഓടിയെത്തുകയായിരുന്നു ചെയ്തത്. ആ പാറമേൽ അവന്റെ മുൻകാലുകൾ ചവിട്ടി വീണ്ടും അവന്റെ തുമ്പിക്കൈ കൊണ്ട് അവരെ എത്തിപ്പിടിക്കുവാൻ നോക്കി. അവരെ പിടിക്കുവാൻ പറ്റാതെ വന്ന ആ സമയത്ത് വീണ്ടും അവന്റെ തുമ്പിക്കൈ ഉയർത്തി അവർക്ക് നേരെ കൊലവിളി നടത്തി. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ആ പാറയിൽ നിന്നുള്ള ചൂട് അവന്റെ മുൻകാലുകളിലെ പാദങ്ങളിൽ അനുഭവപ്പെടുവാൻ തുടങ്ങി. അത് ആൻഡേഴ്സണിന് നല്ല പോലെ മനസ്സിലായി. കാരണം അവന്റെ മുൻകാലുകൾ ഇടയ്ക്കിടയ്ക്ക് ആ പാറക്കല്ലിൽ നിന്ന് മുകളിലേക്ക് പൊക്കുന്നതായി അയാൾ കണ്ടു. അങ്ങനെ കുറച്ചു നിമിഷങ്ങൾ കൂടി കഴിഞ്ഞതോടെ ആ കൊലയാന അവന്റെ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവൻ വന്ന വഴിയെ ആ കുന്നിൻ ചെരുവ് ലക്ഷ്യമാക്കി നടന്നു. അവരുടെ കൺമുന്നിൽ നിന്നും ആ കൊലയാന മറയുന്നത് വരെ അവർ ആ പാറയുടെ മുകളിൽ തന്നെ നിന്നു. കുറച്ചു സമയം കൂടി കഴിഞ്ഞപ്പോഴേക്കും അവർ പതിയെ ആ പാറയുടെ മുകളിൽ നിന്നും താഴേക്കിറങ്ങി. അവർ ഏതാണ്ട് 50 അടിയോളം നടന്നു കാണണം. മറ്റൊരു ദിശയിൽ നിന്നും മരക്കൊമ്പുകളും മറ്റും ഒടിയുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അവർ കണ്ടത് അവൻ കൊലവിളി വിളിച്ചുകൊണ്ട് മറ്റൊരു ദിശയിലൂടെ അവരെ ആക്രമിക്കാൻ വരുന്നതാണ്. അത് കണ്ടതും അവർ തിരിഞ്ഞ് വീണ്ടും ആ പാറയുടെ മുകളിലേക്ക് ഓടി. അവൻ വീണ്ടും അരമണിക്കൂറോളം അവരെ പിടിക്കുവാനുള്ള ശ്രമം വീണ്ടും തുടർന്നു. പിന്നെയും അവന്റെ ആ ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും ആ കുന്നിൻ ചെരുവ് ലക്ഷ്യമാക്കി അവൻ നടന്നു. പക്ഷേ അവൻ ഈ പ്രാവശ്യം പോയിരിക്കുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ ആ മലഞ്ചെരുവിലൂടെ കടന്നു പോകുന്ന അരുവിയുടെ അരികിലേക്കാണ്. കാട്ടുപോത്തുകൾ വിശ്രമിക്കുന്ന ആ അരുവിയുടെ തീരത്തേക്കാണ് അവൻ ഈ കുറി പോയിരിക്കുന്നത്. പക്ഷേ അവൻ മുന്നത്തെ പോലെ തന്നെ വേറെ ദിശയിൽ നിന്നും വന്നാലോ എന്ന് കരുതി കുറച്ചു സമയം കൂടി ആൻഡേഴ്സണും സംഘവും ആ പാറയുടെ മുകളിൽ തന്നെ ഇരുന്നു. അവൻ പോയി എന്ന് ഉറപ്പു വരുത്തുവാൻ വേണ്ടി ആൻഡേഴ്സൺ തന്റെ കൂടെ ഉണ്ടായിരുന്ന 2 ഷോലകന്മാരോട് അവരുടെ പാറയുടെ അരികിൽ നിന്നിരുന്ന 2 വലിയ മരത്തിൽ കയറി അത് പോയോ എന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞു. അതനുസരിച്ച ഷോലകന്മാർ 2 വലിയ മരത്തിൽ കയറി ആനയെ നിരീക്ഷിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അപകടം നീങ്ങിയതായി ആൻഡേഴ്സണിനെ അറിയിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന രാച്ചൻ പറഞ്ഞു അവന് ചൂട് അനുഭവപ്പെട്ടതുകൊണ്ട് അവൻ അടുത്തുള്ള അരുവിയിൽ വെള്ളം കുടിക്കുവാനും കുളിക്കുവാനും വേണ്ടി പോയതാണ് എന്ന്. അതിനുശേഷം അവൻ ഇവിടേക്ക് തന്നെ തിരികെ മടങ്ങി വരും. അവൻ രാത്രി മുഴുവൻ അവൻ ഈ പാറയുടെ അരികിൽ തന്നെ നമ്മളെ പിടിക്കുവാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കും എന്നുകൂടി രാച്ചൻ ആൻഡേഴ്സണിനോട് പറഞ്ഞു. അങ്ങനെ ഒരു അവസരം കൂടി ഇനിയും ഉണ്ടായാൽ ചിലപ്പോൾ അവരിൽ ആരെങ്കിലും ഒരുവൻ ആ ആനയുടെ ക്രൂരതകൾക്ക് ഇരയാകുമെന്ന് ആൻഡേഴ്സണിന് ഉറപ്പായിരുന്നു. കാരണം രാത്രിയാകുമ്പോഴേക്കും അവനെ വ്യക്തമായി കാണുവാനുള്ള സാധ്യതകൾ കുറയുമല്ലോ. അത് ഏറ്റവും വലിയ അപകടമാണ് എന്ന് ആൻഡേഴ്സണിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻഡേഴ്സൺ ഒരാശയം അവരോട് പറഞ്ഞു. അവൻ തിരികെ വരുന്നതിന് മുന്നേ തന്നെ പാറയിൽ നിന്ന് ഇറങ്ങി ഗ്രാമം ലക്ഷ്യമാക്കി ഓടാമെന്ന്. ആ ആശയത്തിൽ മറ്റ് 4 പേരും കൂടി സമ്മതം മൂളിയതോടെ ആ പാറയുടെ മുകളിൽ നിന്ന് ഇറങ്ങി അവർ വന്ന ആ ഗ്രാമം ലക്ഷ്യമാക്കി ഓടുകയായിരുന്നു. കാട്ടുപാതയിലൂടെ ഓടുന്ന സമയം മുഴുവൻ ആന അവരെ പിന്തുടരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ അവർ തിരിഞ്ഞു നോക്കുമായിരുന്നു. അവർ ഏതാണ്ട് വൈകുന്നേരമായപ്പോഴേക്കും ആ ഗ്രാമത്തിലെത്തി. പേടികൊണ്ടും പരിഭ്രാന്തി കൊണ്ടും ചൂടുകൊണ്ടും വേർത്ത് തളർന്നിരുന്നു അവർ. ഗ്രാമത്തിലെത്തിയപ്പോഴേക്കുമാണ് അവർക്ക് കുറച്ചെങ്കിലും അവരുടെ പേടിയാകുന്നത്. എങ്കിലും അവർ വളരെ സന്തോഷത്തിലായിരുന്നു. ഒരു വലിയ മരണത്തിൽ നിന്നുമാണ് അവർ രക്ഷപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ. പക്ഷേ ആൻഡേഴ്സണിന്റെ മുഖത്തു മാത്രം ഒരു തെളിച്ചവും ഉണ്ടായിരുന്നില്ല. ആ സമയം അദ്ദേഹത്തിന് തന്നോട് തന്നെയായിരുന്നു ദേഷ്യമുണ്ടായിരുന്നത്. കാരണം താനൊരു വേട്ടക്കാരനായിരുന്നുവല്ലോ. 3 മണിക്കൂറോളം ആ ആന അവരെ ആ കാട്ടിനുള്ളിൽ കൊല്ല ചെയ്തതിലുള്ള ദേഷ്യത്തിലായിരുന്നു ആൻഡേഴ്സൺ. അതിലുപരി താൻ തന്റെ തോക്കെടുക്കാത്തതിനെ ഓർത്ത് വീണ്ടും ആ ദേഷ്യം അദ്ദേഹത്തിന്റെ മനസ്സിലോട്ട് തികട്ടി വന്നു. അതോടുകൂടി അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി. തന്റെ വിഞ്ചസ്റ്റർ റൈഫിൾ എടുത്തുകൊണ്ട് ചോലകന്മാർക്കൊപ്പം കാട്ടിലേക്ക് പോയി ആനയെ കണ്ടെത്തി ബാക്കി കളികൾ തുടരുവാൻ തന്നെയായിരുന്നു ആൻഡേഴ്സണിന്റെ നീക്കം. ആ സമയം തന്നെ തന്റെ കൂടെ വന്ന ആ വെള്ളക്കാരനായ ആ സുഹൃത്തിനും ആൻഡേഴ്സണിന്റെ കൂടെ വരുവാനുള്ള ആഗ്രഹം കാണിച്ചു. അത് വേറെ ഒന്നിനും ആയിരുന്നില്ല, ആ ആനയുടെ ചിത്രങ്ങൾ പകർത്തുവാൻ വേണ്ടിയായിരുന്നു. അതും കൂടി കേട്ടപ്പോഴേക്കും ആൻഡേഴ്സണിന് ദേഷ്യം ഇരച്ചു വന്നു.
എങ്കിലും സൗമ്യമായി തന്നെ, എന്നാൽ കടുപ്പിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫർ മാത്രമാണ്, വേട്ടക്കാരനല്ല. അത് പറഞ്ഞതിന് ശേഷം ആൻഡേഴ്സണും രാച്ചനും ആ ഗ്രാമത്തിലെ ഒരു ശോലകാസിനെയും കൊണ്ട് പാറ ലക്ഷ്യമാക്കി ആൻഡേഴ്സൺ നടന്നു. കാട്ടുവഴിയിലൂടെ പേടിക്കാതെ തളരാതെ അവർ 1 മണിക്കൂർ കൊണ്ട് ആ പാറയുടെ സമീപത്തേക്ക് എത്തി. അപ്പോഴേക്കും സമയം ഏതാണ്ട് 4 മണിയായി കഴിഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് ആ ആനയെ അവിടെയെങ്ങും കാണുവാൻ സാധിച്ചിരുന്നില്ല. ഇനിയും അവരുടെ മുന്നിൽ കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ ആ വനത്തെ മൂടിക്കൊണ്ട് ഇരുട്ട് കടന്നു വരികയായി. പിന്നെ അവർക്ക് ആ ആനയെ കണ്ടെത്തുക എന്നത് പാടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ആനയെ പിന്തുടർന്ന് അത് പോയ വഴിയെ തന്നെ പോകാമെന്ന് അവർ കണക്ക് കൂട്ടി. രാച്ചനും ആ ആദിവാസി യുവാവും ആനയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് അവൻ പോയ വഴിയെ പുല്ലുകൾക്കിടയിലൂടെ കുന്നിൻചെരിവിനപ്പുറമുള്ള ആ അരുവി ലക്ഷ്യമാക്കി നടന്നു. രാച്ചൻ ആ അരുവിയുടെ കരയിലേക്ക് ഇറങ്ങി അവിടെ ഒന്ന് നിരീക്ഷിച്ച ശേഷം അവന്റെ ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് വീണ്ടും മുന്നിലേക്ക് നടന്നു. അവൻ ആ അരുവി മുറിച്ചു കടന്നിരുന്നില്ല. അവൻ വീണ്ടും മുന്നിലേക്കാണ് നടന്നു പോയിരുന്നത്. കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്നതിന് ശേഷം വീണ്ടും അവൻ കയറി കാട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. അവൻ വെള്ളം കുടിയും കുളിയുമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ ആഹാരം കഴിക്കുവാൻ വേണ്ടിയാണ് ആ കാട് കയറിയിരിക്കുന്നത് എന്ന്. ഒട്ടും വൈകിയില്ല, ഒട്ടും താമസിച്ചില്ല. അവർ അവന്റെ ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് ആ കാട്ടിലേക്കുള്ള യാത്ര തുടർന്നു. ഓരോ ചുവടും വെക്കുന്നത് സൂക്ഷിച്ചും മുൻകരുതലോടുകൂടിയാണ്. കാരണം ചൂടുള്ള സമയമാണ്. കാട്ടിലേക്ക് പോയ ആന ഏത് സമയം തിരിച്ച് വെള്ളം കുടിക്കുവാൻ ഈ വഴി തന്നെ വന്നെന്നിരിക്കാം. അതുമല്ല എങ്കിൽ തങ്ങളുടെ പുറകിലൂടെ വന്നെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചും മുൻകരുതലോടും കൂടിയാണ് ഓരോ ചുവടും ആൻഡേഴ്സണും ആ സംഘവും മുന്നോട്ട് വെച്ചത്. ആ ഉൾക്കാട്ടിലേക്ക് ഏതാണ്ട് 1 മൈൽ കൂടി ഉള്ളിലേക്ക് പോയി കാണണം. അടയാളങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആന വളരെ പതിയെയാണ് യാത്ര ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ചൂടിന്റെ കാഠിന്യം കൊണ്ട് തന്നെ അവൻ മരത്തിന്റെ തണലിലും മറ്റും നിന്ന് പതിയെയാണ് അവൻ ആ കാട്ടിലേക്ക് പോയത് എന്ന് അവർക്ക് മനസ്സിലായി. കുറച്ചു ദൂരം കൂടി കാടിന്റെ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ചു ദൂരെ അകലെ നിന്നും മരക്കൊമ്പുകൾ ഒടിയുന്ന ശബ്ദം അവരുടെ കാതിലേക്ക് വന്നു പതിച്ചു. അവർ പതിയെ അവരുടെ നടത്തം അവിടെ നിർത്തി. ഇനിയുമുള്ള ഓരോ ചുവടും വളരെ കരുതലോടെയും സൂക്ഷിച്ചും വേണം മുന്നോട്ട് വയ്ക്കുവാൻ. അവന് അവരുടെ ഗന്ധം കിട്ടരുത്. അങ്ങനെ കിട്ടിയാൽ അവൻ അലേർട്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടിന്റെ ദിശ മനസ്സിലാക്കുക എന്നത് അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. ആൻഡേഴ്സൺ നിലത്ത് നിന്നും ഒരു പിടി പുല്ല് പറിച്ചെടുത്തു. അതിനുശേഷം അദ്ദേഹം ഉയർത്തി താഴേക്കിട്ടു. അത് വലത്തു നിന്നും ഇടതു ഭാഗത്തേക്കാണ് സഞ്ചരിച്ച് താഴേക്ക് വീണത്. അതുകൊണ്ട് തന്നെ ആ സമയം അവിടെ കാറ്റ് വീശുന്നത് വലത്തു നിന്നും ഇടത്തേക്കാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവർ ഇടതുഭാഗം ചേർന്നാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അതും ഓരോ ചുവടും സൂക്ഷ്മമായാണ് വെക്കുന്നത്. ഒരു ശബ്ദവും ഉണ്ടാക്കാതെ വളരെ പതിയെ. പിന്നെയും അവിടുന്ന് ഏതാണ്ട് 10-200 അടി മുന്നിലേക്ക് നടന്ന് കാണണം. വീണ്ടും കുറച്ച് അകലെ നിന്നും മരക്കൊമ്പുകൾ ഒടിയുന്ന ശബ്ദം അവരുടെ കാതിലേക്ക് വന്നു വീണു. വീണ്ടും ആൻഡേഴ്സൺ ആ ദിശയിലേക്ക് കാറ്റ് വീശുന്നില്ല എന്ന ഉറപ്പ് വരുത്തി. അവിടെ നിന്ന് വീണ്ടും മുന്നിലേക്ക് അവർ നടന്നു. ആനയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് രാച്ചനാണ് മുന്നിൽ നടക്കുന്നത്. തോക്കും കയ്യിലേന്തി ആൻഡേഴ്സൺ രാച്ചന് പിന്നിലും, ആൻഡേഴ്സണിന്റെ പിന്നിൽ ശോലകേനും. അങ്ങനെയാണ് അവർ നടന്ന് കാടിന്റെ ഉള്ളിലേക്ക് നടന്നു നീങ്ങുന്നത്. അവസാനമായി അവരുടെ കാതിൽ വന്ന് വീണ ആ ശബ്ദം 1 മൈലുകൾക്ക് അപ്പുറമുള്ള ശബ്ദമായിരുന്നു. അവർ ആ 1 മൈലുകൾ താണ്ടിയിരിക്കുന്നു. അവർക്ക് എവിടെ നിന്നും ഒരു ശബ്ദവും ലഭിച്ചില്ല. കാട് തികഞ്ഞ നിശബ്ദതയിലായിരുന്നു. അവിടെ നിന്ന് വീണ്ടും മുന്നിലേക്ക് നടന്നു. 2 താഴ്ന്ന കുന്നുകൾക്ക് നടുവിലുള്ള ഒരു താഴ്വരയിലേക്കാണ് പിന്നെ എത്തിയത്. അങ്ങനെ ആ ചരിവിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അവരുടെ ഗന്ധം അവനെ കിട്ടിയിരിക്കണം എന്ന് ആൻഡേഴ്സണിന് ഉറപ്പായിരുന്നു. കാരണം ആ സമയം കാറ്റ് വീശിയത് ആ കുന്നിന്റെ താഴ്വരയിലേക്കായിരുന്നു. ആ താഴ്വരയിൽ അവനുണ്ട് എന്ന് ആൻഡേഴ്സണിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാടിറങ്ങി ആ താഴ്വരയിലേക്ക് നടന്നു ചെന്ന ആ സമയം അവൻ ആഹരിച്ച ശേഷം അവിടെ കിട്ടിയിരുന്ന അവശിഷ്ടങ്ങളും അവന്റെ ആനപ്പിണ്ടവും അവിടെ കാണുവാൻ സാധിച്ചു. പക്ഷേ അവനെ മാത്രം അവിടെ കാണുവാൻ സാധിച്ചിരുന്നില്ല. രാച്ചൻ വീണ്ടും അവന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നു. ആ കാൽപ്പാടുകൾ അവിടെ നിന്ന് തിരിഞ്ഞ് വീണ്ടും ആ അരുവിയുടെ കരയിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിരുന്നുവല്ലോ, കാടിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ആനയുടെ സ്വഭാവം ചിലപ്പോൾ മാറുവാൻ സാധ്യതയുണ്ട് എന്ന്. ഇപ്പോൾ മനുഷ്യന്റെ ഗന്ധം കിട്ടിയത് കൊണ്ട് തന്നെ അവൻ അവരിൽ നിന്നും അകന്നാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഇവർ സഞ്ചരിക്കുന്നതിനും ഏതാണ്ട് 1 മൈലുകൾക്ക് അപ്പുറമാണ് ആ ആനയുള്ളത്. അവന്റെ പദ്ധതി ചിലപ്പോൾ ആ അരുവി കടന്ന് പോകുവാൻ വേണ്ടിയായിരിക്കാം അങ്ങോട്ട് യാത്ര തിരിച്ചത്. എന്തായാലും അവർക്ക് ഇരുട്ട് വീഴും മുന്നേ തന്നെ ആ ആനയെ കൊല്ലേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ആ അരുവി ലക്ഷ്യമാക്കി അവർ നടന്നു. മനുഷ്യഗന്ധവും അവരുടെ കാലുകളുടെ ശബ്ദവും കേട്ട ആ ആനയും ചിലപ്പോൾ അവന്റെ വേഗത വർദ്ധിപ്പിക്കുവാൻ തുടങ്ങി. കാരണം ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ. അങ്ങനെയുള്ള ആ ഓട്ടം ഏതാണ്ട് 1/2 മൈലോളം നീണ്ടു നിന്നു.
കുറച്ചു ദൂരം കൂടി മുന്നിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ ആ ആനയുടെ ആ കറുത്ത രൂപം അവർക്ക് മുന്നിലായി പ്രത്യക്ഷപ്പെട്ടു. അങ്ങ് അകലെയായി അവർക്ക് നല്ലപോലെ കാണുവാൻ കഴിയുമായിരുന്നു. അതിൽ നിന്നും കുറച്ചകലെയായി ആ അരുവിയും. വീണ്ടും ആ ആനയെ ലക്ഷ്യമാക്കി അവർ പാഞ്ഞു. കുറച്ചു ദൂരം കൂടി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കാണുവാൻ സാധിച്ചത് ഒരു വരണ്ട ചോലയിൽ പുതഞ്ഞിരിക്കുന്ന ആനയെയാണ്. ആ ചതുപ്പിൽ അവന്റെ വയറുഭാഗം വരെ താഴ്ന്നു പോയിരുന്നു. കാട്ടിൽ നിന്നുമുള്ള ഒരു വരണ്ട കാട്ടുചോല ആ അരുവിയിലേക്ക് ചേരുന്ന ഭാഗമായിരുന്നു അത്. അവിടെ നല്ല ചതുപ്പായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവൻ അവിടെ താഴ്ന്നു പോയത്. ഇവർ പിന്തുടർന്ന് അവന്റെ പുറകിൽ വന്നതുകൊണ്ട് തന്നെ അവൻ ധൃതിയിൽ അത് കരയാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടേക്ക് ഇറങ്ങിയതായിരിക്കാം. ആ ചതുപ്പിൽ താഴ്ന്നു പോയ അവൻ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിലായിരുന്നു. അവന്റെ ആ ഭാരവും ആ രക്ഷപ്പെടാനുള്ള ആ തിടുക്കവും അവനെ പ്രതികൂലമായാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചതുപ്പ് അവനെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡേഴ്സണിന്റെയും സംഘത്തിന്റെയും കൺമുന്നിൽ ആ കൊലയാന ഒരു ചതുപ്പിൽ അകപ്പെട്ട അവസ്ഥയാണ് അവർക്ക് കാണുവാൻ സാധിച്ചത്. ഓരോ നിമിഷവും കഴിയുന്തോറും ആനയുടെ രക്ഷപ്പെടുവാനുള്ള ആ ശ്രമത്തെ വിഫലമാക്കിക്കൊണ്ട് ആ ചതുപ്പ് അവനെ വീണ്ടും വീണ്ടും താഴേക്ക് വലിച്ചുകൊണ്ടിരുന്നു. വീണ്ടും അവൻ അവിടെ കടന്നുകൊണ്ട് അലറി വിളിച്ചു. ചതുപ്പ് അവനെ വലിച്ചു താഴ്ത്തിക്കൊണ്ടേയിരുന്നു. ആൻഡേഴ്സണിന്റെ കൺമുന്നിൽ കഴുത്തറ്റം വരെ താഴ്ന്നു നിൽക്കുന്ന ആ ആനയാണ് പിന്നെ കാണുവാൻ സാധിച്ചത്. ഇരുട്ട് കടന്നു വരുവാൻ തുടങ്ങുകയാണ്. കൊലയാനയുടെ മരണം സുനിശ്ചിതമാണ് എന്ന് ആൻഡേഴ്സണിന് അറിയാമായിരുന്നു. ഒന്നെങ്കിൽ ചതുപ്പിൽ പൂർണ്ണമായും താഴ്ന്ന് ശ്വാസമില്ലാതെ മരിക്കും. ഇനി അങ്ങനെയല്ല എങ്കിൽ ചതുപ്പിന്റെ അടിയിൽ കാലുറച്ചു നിന്ന് കഴിഞ്ഞാൽ പട്ടിണി കടന്നു മരിക്കും. എന്തായാലും കൊലയാനിക്ക് മരണം ഉറപ്പാണ് എന്ന് ആൻഡേഴ്സണിന് അറിയാമായിരുന്നു. പക്ഷേ ഇത്തരം ഒരു അവസ്ഥയിൽ ആ ആനയെ ആ പടുമരണത്തിലേക്ക് വിട്ടുകൊടുക്കുവാൻ ആൻഡേഴ്സൺ തയ്യാറല്ലായിരുന്നു. ഇരുട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യുവാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ആ ആനയെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അവന് നല്ലൊരു മരണം സമ്മാനിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ആൻഡേഴ്സൺ തന്റെ തോക്കെടുത്ത് ആനയുടെ ഇടത് ചെവിയുടെ പിന്നിലെ വർമ്മത്തിലേക്ക് വെടിയുതിർത്തു. ആദ്യ വെടി തന്നെ അവന്റെ വർമ്മം തുളച്ച് തലയിലേക്ക് കയറി. അവനൊന്ന് പിടഞ്ഞു. പിന്നെ രണ്ടാമത്തെ വെടി ഉതിർത്തത് അവന്റെ ഇടത് ചെവിയുടെ വർമ്മത്തിലേക്കാണ്. അതോടുകൂടി കോയമ്പത്തൂർ വനമേഖലയെ വിറപ്പിച്ചുകൊണ്ടിരുന്ന കൊലയാനയായ ആ കറുത്ത കൊമ്പൻ ഓർമ്മയായി. പിന്നെയൊട്ടും താമസിക്കാതെ അവിടെ നിന്നും തിരികെ ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു ആൻഡേഴ്സൺ. അവിടെ എത്തി തന്റെ സുഹൃത്തിനോട് ആ കഥ വിവരിച്ചു കൊടുത്തു. പിറ്റേന്ന് കാലത്ത് തന്നെ ആ ഗ്രാമത്തിലെ ആ വെള്ളക്കാരൻ സുഹൃത്തുമായി ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയെങ്കിലും അവർക്ക് അവിടെ കാണുവാൻ സാധിച്ചത് നനഞ്ഞ മണ്ണ് മാത്രമായിരുന്നു. ആ കൊലയാനയെ ചതിപ്പ് അതിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. വർഷം 1922. സിംബാബ്വേയിലെ മറ്റബോ നാഷണൽ പാർക്കിനരികിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ച് ഗ്രാമങ്ങളിലാണ് ഇവൻ്റെ ശല്യം ധാരാളമായി ഉണ്ടായത്. ബ്ലാക്ക് ഡെവിൾ അല്ലെങ്കിൽ കറുത്ത ചെകുത്താൻ, പിശാച് എന്നൊക്കെയായിരുന്നു അവിടുത്തെ ആളുകൾ ഇവനെ വിശേഷിപ്പിച്ചിരുന്നത്. മലകളും ഗ്രാമങ്ങളും കാട്ടുവഴികളും വെള്ളച്ചാട്ടങ്ങളും കുന്നുകളും താഴ്വരകളുമെല്ലാം നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഇത്. ഇവിടുത്തെ ഗ്രാമീണരുടെ പ്രധാന കൃഷി ചോളകൃഷിയാണ്. ധാരാളം ചോളം പാടങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതിൻ്റെ വിളവെടുപ്പ് കാലമാകുമ്പോഴേക്കുമാണ് ധാരാളം കാട്ടാനകൾ ഇവിടേക്ക് എത്തുന്നത്. കൃഷികൾ നശിപ്പിക്കുവാനും മനുഷ്യരെ ഉപദ്രവിക്കുവാനും കൃഷിയിടങ്ങൾ ചവിട്ടി മെതിക്കുകയും ആഹരിക്കുകയും എല്ലാം ചെയ്യും. വിശാലമായ ചോളപ്പാടങ്ങൾ മാത്രമല്ല ഇവിടെയുള്ളത്, അല്ലറ ചില്ലറ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യാറുണ്ട്. മത്തൻ അതുപോലുള്ള സാധനങ്ങൾ. മത്തൻ കൃഷി ധാരാളമായി ഈ ഭാഗത്തുണ്ടായിരുന്നു. മത്തൻ ചവിട്ടി പൊട്ടിക്കുന്നതും അത് ആഹരിക്കുന്നതും പതിവ് കാഴ്ചയുമാണ്. ആനകളെ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന ഒരു ജനതയാണ് ഈ ഭാഗത്തുള്ളത്. ആനകളുടെ ശല്യം ഇവിടെ വല്ലാതെ കൂടുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ തുരത്തി ഓടിക്കുകയും ഗ്രാമങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മൾ പറയുവാൻ പോകുന്ന ഈ കഥ നടക്കുന്ന സമയത്ത് ഗ്രാമത്തിൽ നിന്നും കുറച്ചു പേർ അവരുടെ പച്ചക്കറി സാധനങ്ങൾ വിറ്റഴിക്കുവാൻ വേണ്ടി ദൂരെയുള്ള മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഗ്രാമത്തിൽ നിന്നും അവർ മറ്റ് ഗ്രാമങ്ങളിലേക്ക് ഇങ്ങനെ പച്ചക്കറികൾ വിറ്റഴിക്കുവാനും മറ്റ് സാധനങ്ങൾ വിറ്റഴിക്കുവാനും പോയിട്ട് ഏകദേശം 1 മാസക്കാലമാകുന്നു. അവർ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. കാൽനടയായിട്ടാണ് അവർ മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഇങ്ങനെ മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ അവിടുത്തെ ഗ്രാമങ്ങളിലെ ചന്തകളിൽ നിന്നും അല്ലെങ്കിൽ അവർ വന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ഗ്രാമങ്ങളിലെ ചന്തകളിൽ നിന്നും ശേഖരിച്ച് തങ്ങളുടെ ഗ്രാമത്തിൽ എത്തിച്ച് അത് വിൽപ്പന ചെയ്യുന്നതും അവരുടെ ഒരു തൊഴിൽ തന്നെയായിരുന്നു. അങ്ങനെ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും ശേഖരിച്ച് തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് വരുന്ന വഴിയാണ് അത് സംഭവിച്ചത്. തങ്ങളുടെ സ്വന്തം ഗ്രാമത്തിന് അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള അയൽ ഗ്രാമത്തിലേക്ക് അവർ എത്തിച്ചേർന്നു.
കറുത്ത ചെകുത്താൻ എന്ന് വിളിപ്പേരുള്ള ഒരു കാട്ടാന ആ സമയം ആ ഗ്രാമത്തിൽ തൻ്റെ ശൗര്യം കാണിച്ചു നിൽക്കുന്ന സമയം. നേരം ഇരുട്ടി തുടങ്ങി. ചുറ്റുമുള്ളവയൊന്നും കാണുവാൻ അവർക്ക് സാധിച്ചില്ല. അയൽഗ്രാമത്തിൻ്റെ വെളിച്ചം മാത്രമാണ് അവർക്ക് മുന്നിലിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ പുറത്തൊന്നും ആരെയും കാണാനില്ല. തികഞ്ഞ നിശബ്ദത. അങ്ങനെ നിശബ്ദമായി കിടക്കുന്ന ഗ്രാമത്തിലേക്ക് അവർ ഇരുവരും പ്രവേശിച്ചു. അവരുടെ വലിയ ഭാണ്ഡക്കെട്ടുകളുമായി ഗ്രാമത്തിൻ്റെ കവാടത്തിനുള്ളിലേക്ക് അവർ പ്രവേശിച്ചു. എങ്ങും കനത്ത നിശബ്ദത. കുറച്ച് കുടിലുകളിൽ വെളിച്ചം കാണുവാൻ സാധിക്കും. അങ്ങനെ അവർ നിശബ്ദമായി കിടക്കുന്ന ആ ഗ്രാമത്തിൻ്റെ വിജനമായ വഴിയിലൂടെ മുന്നിലേക്ക് നടന്നു നീങ്ങി. അപ്പോൾ അവർക്കരികിലുള്ള ഒരു കുടിലിൽ നിന്നും ഷ് ഷ് എന്നൊരു ശബ്ദം അവർ കേട്ടു. ആ ശബ്ദം എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് അവർ തിരിഞ്ഞു നോക്കി. അടുത്തുള്ള കുടിലിൽ നിന്നുമാണ്. ഭയത്തോടെ ഭീതിയോടെ ദൂരേക്ക് അകന്നു പോകൂ എന്നൊരു ശബ്ദം അവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചു. മറ്റൊരു കുടിലിൽ നിന്നും ഇവിടേക്ക് ഓടി വരൂ, അകത്തേക്ക് പ്രവേശിക്കൂ എന്നും പറയുന്നതും കേൾക്കുവാൻ സാധിച്ചു. അതെല്ലാം തീരുന്നതിന് മുന്നേ തന്നെ അവർക്ക് മുന്നിലേക്ക് ആ ഗ്രാമം എന്തിനെയാണോ ഭയപ്പെട്ടത് അത് വന്നെത്തി. വലിയ കറുത്ത രൂപം, ഒരിരുട്ട്. അതിനെ ഭേദിച്ച് അവരുടെ കണ്ണുകൾക്ക് മുന്നിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്നില്ല. കാഴ്ചയെ പൂർണ്ണമായും മറച്ചു വെച്ചു. എന്നാൽ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ വലിയ ഇരുട്ട് അനങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ചിഹ്നം വിളി ആ ഭാഗത്തു നിന്നും കേട്ടു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങൾക്ക് മുന്നിൽ കാഴ്ചയെ മറച്ചു നിന്ന ആ ഇരുട്ട് മറ്റൊന്നുമായിരുന്നില്ല. ആ പ്രദേശത്ത് ചെകുത്താൻ എന്നറിയപ്പെടുന്ന, കറുത്ത ചെകുത്താൻ എന്നറിയപ്പെടുന്ന രാക്ഷസനായിരുന്നു എന്ന്. പിന്നെ ഒട്ടും വൈകിയില്ല. അതിലൊരാൾ അടുത്തുള്ള കുടിലിലേക്ക് ഓടിക്കയറി. എന്നാൽ മറ്റേയാൾ ആ കാഴ്ച കണ്ട് പതറി നിന്നു. അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അയാൾ തിരിഞ്ഞ് വന്ന വഴിയെ ഓടി. അയാൾക്ക് പിന്നാലെ ആ കാട്ടാനയും. അവിടെ നിന്നും ഉയർന്നു കേട്ട ആ നിലവിളി ഗ്രാമത്തിലെങ്ങും മുഴങ്ങി. എന്നാൽ ഗ്രാമത്തിൽ നിന്നും ഒരാൾ പോലും അയാളെ രക്ഷിക്കുവാൻ വേണ്ടി പുറത്തിറങ്ങുവാൻ തയ്യാറായില്ല. ഗ്രാമത്തിന്റെ കവാടം കടക്കുന്നതിന് മുന്നേ തന്നെ ആന അയാളെ ചുഴറ്റിയെടുത്തു. കവാടത്തിലേക്ക് ആഞ്ഞടിച്ചു. അപ്പോൾ അവിടെ ഉയർന്നു കേട്ട ആ വലിയ നിലവിളി ഗ്രാമത്തിൽ എങ്ങും മുഴങ്ങി പ്രകമ്പനം കൊണ്ടു. കവാടത്തിനരികിൽ സ്ഥിതി ചെയ്ത ഒരു കുടിലിന്റെ അകത്തു നിന്നും 2 കണ്ണുകൾ ആനയും അയാളെയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ക്രൂരമായ കാഴ്ചകൾ അയാൾ കണ്ടു. നടുങ്ങി. കാട്ടാന ചുഴറ്റിപ്പിടിച്ച ആ ശരീരം നിലത്തേക്കടിച്ചു. ചവിട്ടിക്കീറി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അതിൻ്റെ കലിയടങ്ങാതെ വീണ്ടും വീണ്ടും അത് ചിഹ്നം വിളിച്ചു. കവാടത്തിൻ്റെ വാതിൽ തകർത്തു. കലിയടങ്ങാത്ത ആ രാക്ഷസൻ ഗ്രാമത്തിൽ വീണ്ടും വീണ്ടും വലം വെച്ചു. തനിക്ക് മുന്നിലേക്ക് ഇറങ്ങി വരൂ, നിങ്ങളെ ഞാൻ സ്വർഗത്തിലെത്തിക്കാം, അല്ലെങ്കിൽ നരകത്തിലെത്തിക്കാം, വേദന ഈകിടാം എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കണം അവൻ്റെ അടങ്ങാത്ത കലി അടക്കുവാൻ വേണ്ടി, ആരെയെങ്കിലും ഒരാളെ കൂടി കിട്ടുമോ എന്നറിയുവാൻ വേണ്ടിയുമായിരിക്കാം അവൻ ഗ്രാമത്തിൽ ഏറെ സമയം ചെലവഴിച്ചത്. പിന്നെ ആനച്ചൂരും ശബ്ദവും കോലാഹലവും അടങ്ങിക്കഴിഞ്ഞു. അവൻ ഗ്രാമത്തിൽ നിന്നും മറ്റേതോ ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. മറ്റേ മരണപ്പെട്ട ആ സുഹൃത്തിൻ്റെ കൂടെ വന്ന അയാൾ ഒളിച്ചിരുന്ന കുടിലിൽ നിന്നും പുറത്തേക്ക് വന്നു. ആ കുടിലുണ്ടായിരുന്ന ഒരാൾ കൂടി. പുറകെ മറ്റ് ഗ്രാമീണരും അവിടേക്ക് അനുഗമിച്ചെത്തി. നിലവിളിയും പൊട്ടിക്കരച്ചിലും ആ ഗ്രാമത്തിൽ എങ്ങും മുഴങ്ങിക്കേൾക്കാം. പലരും തീപ്പന്തം കത്തിച്ചുകൊണ്ട് അവിടേക്ക് എത്തി. എന്നാൽ അറ്റുപോയ കുറച്ച് ശരീരഭാഗങ്ങളല്ലാതെ മറ്റു ഭാഗങ്ങൾ എങ്ങോട്ടാണ് വലിച്ചെറിഞ്ഞിരിക്കുന്നതെന്ന് അപ്പോൾ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. നേരം പുലർന്ന സമയം. അവിടുന്നും ഇവിടുന്നുമായി ചിതറിക്കിടന്ന അയാളുടെ ശരീരവും സാധനങ്ങളും പെറുക്കിയെടുക്കുകയായിരുന്നു അവിടുത്തെ ഗ്രാമീണർ ചെയ്തത്. അതിനുശേഷം അയാളുടെ ഗ്രാമത്തിലേക്ക് വിലാപയാത്രയായി അയാളുടെ ശരീരം കൊണ്ടുപോയി. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് കറുത്ത ചെകുത്താൻ എന്ന് വിളിച്ച ഒരു കാട്ടാനയുടെ കഥയാണ്. സിംബാബ്വേയിലെ ഒരു ആനവേട്ടയുടെ കഥ. ഈ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ ആ വനമേഖലയിൽ ധാരാളം വേട്ടക്കാർ ഗെയിം ഹണ്ടിങ്ങിന് വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു. ആനകളെയും കാണ്ടാമൃഗങ്ങളെയും മറ്റ് ജിറാഫുകളെയും വേട്ടയാടുവാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ നടന്നിരുന്നത്. ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ അദ്ദേഹത്തിൻ്റെ കൂടെ 1-2 ഗ്രാമീണരും പുലർച്ചെ തന്നെ ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ടു. ഇങ്ങനെ ഗെയിം ഹണ്ടിങ്ങിന് വേണ്ടി അവിടേക്ക് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വേട്ടക്കാരുടെ സഹായം തേടുവാൻ വേണ്ടിയായിരുന്നു അവർ അവിടെ നിന്ന് പുറപ്പെട്ടത്. ഗ്രാമത്തിൽ തന്നെ ഒരു ട്രാക്കർ ഒരു വേട്ടക്കാരനെ സഹായിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി ഗ്രാമത്തിൽ നിന്നും ഏകദേശം 2 ആഴ്ചയ്ക്ക് മുന്നേ ഇറങ്ങിയിരുന്നു. അയാളെ കാണുവാൻ വേണ്ടിയാണ് ഗ്രാമത്തലവനും 2 സഹായിയും അയാൾ പോയിരിക്കുന്നു എന്ന് പറയുന്ന ക്യാമ്പ് ലക്ഷ്യമാക്കി നടക്കുന്നത്. തങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഏകദേശം
10-15 മൈൽ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ആ ക്യാമ്പിൽ എത്തിച്ചേരുകയുള്ളൂ. ഓസ്ട്രേലിയയിൽ നിന്നും വന്നെത്തിയ ഒരു വെള്ളക്കാരനെ സഹായിക്കുവാൻ വേണ്ടിയാണ് അയാൾ പോകുന്നതെന്ന് മാത്രമേ പറഞ്ഞിരിക്കുന്നുള്ളൂ. എത്ര പേരുണ്ട്, അവർ ഏത് മൃഗത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്, ഇതിനെയാണ് ട്രാക്ക് ചെയ്ത് പോകുന്നത് എന്നൊന്നും ആ ട്രാക്കർ ഗ്രാമത്തിലെ ഗ്രാമത്തലവനെ അറിയിച്ചിരുന്നില്ല. എങ്കിലും തങ്ങളുടെ സങ്കടങ്ങൾ അവിടെ ബോധിപ്പിക്കുകയാണെങ്കിൽ ഗ്രാമത്തിലിറങ്ങി ഈ അരിങ്കുലകളെല്ലാം ചെയ്യുന്ന കാട്ടുകൊമ്പനെ വെടിവെച്ച് കൊല്ലുവാൻ ആ വേട്ടക്കാരൻ ഒരുപക്ഷെ സഹായിച്ചേക്കും എന്ന വിശ്വാസം അവിടേക്ക് പോകുമ്പോഴും ഗ്രാമത്തലവനും അവരുടെ സഹായികൾക്കുമുണ്ടായിരുന്നു. എന്തായാലും ഏകദേശം 10-15 മൈലുകൾ സഞ്ചരിച്ച് നേരത്തെ ആ ട്രാക്കർ പറഞ്ഞ വേട്ടക്കാർ ക്യാമ്പ് ചെയ്യുന്ന ആ ക്യാമ്പിൽ എത്തിച്ചേർന്നു. താൽക്കാലികമായി കെട്ടിയൊരുക്കിയ ഒരു ക്യാമ്പായിരുന്നു അത്. 2-3 മാസക്കാലം ഇവിടേക്കെത്തുന്ന വേട്ടക്കാർക്ക് താമസിക്കുവാൻ വേണ്ടി മിതമായ സൗകര്യത്തിൽ കെട്ടിയൊരുക്കിയ ക്യാമ്പ്. ക്യാമ്പിന് ചുറ്റും വലിയ പത്തലുകളും വേലികളും കെട്ടി അതിനെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു. അതിൻ്റെ മധ്യത്തായി തലേന്ന് രാത്രിയിൽ കത്തിച്ചു വെച്ച വിറകിൽ നിന്നുമുള്ള പുക ഉയരുന്നതും കാണാം. ഇപ്പോൾ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. അവർ ക്യാമ്പിലേക്ക് എത്തുന്ന സമയം ആ ക്യാമ്പിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വിജനമായ ക്യാമ്പ്, പുകയും അവരും മാത്രം. ഗ്രാമത്തലവനും അയാളെ സഹായിക്കാൻ അയാൾക്കൊപ്പം കൂടിയ 2 പേരും ആ ക്യാമ്പിൽ നിലയുറപ്പിച്ചു. സൂര്യൻ്റെ പ്രകാശം മങ്ങി തുടങ്ങി. അങ്ങനെ അത് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിക്കാൻ തുടങ്ങിയ സമയം തന്നെ ക്യാമ്പിൽ നിന്നും പുറപ്പെട്ട ആ വേട്ടക്കാരും സംഘവും അവിടേക്ക് മടങ്ങിയെത്തി. കൂടെ അവരുടെ ഗ്രാമത്തിലെ ഒരു ഗ്രാമീണനായ ട്രാക്കറും ഉണ്ടായിരുന്നു. ഗ്രാമത്തലവനെ കണ്ടതും ട്രാക്കർ ഗ്രാമത്തലവന്റെ അരികിലേക്ക് ഓടിയെത്തി. കാര്യം എന്താണെന്ന് തിരക്കി. ഗ്രാമത്തിൽ അതുവരെ അരങ്ങേറിയ സംഭവങ്ങളെല്ലാം ആ ട്രാക്കറോട് ഗ്രാമത്തലവൻ വളരെ വിശദമായി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അതിനെ കൊല്ലുവാൻ സഹായിക്കണമെന്നും അയാളോട് പറഞ്ഞു. അവരിപ്പോൾ തിരക്കി പോയിരിക്കുന്നത് ഒരു കാട്ടാനയായിരുന്നു. എന്നാൽ ആനയെ വെടിവെച്ച് കൊല്ലുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവർ ദിവസങ്ങളായി ഒരു ആനയെ തേടി അലയുകയാണ്. ഒത്ത വലിപ്പവും ശൗര്യവുമുള്ള ഒരാനയെ. എന്തായാലും ഞാൻ ഈ കാര്യം അവരുമായി പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഗ്രാമത്തലവനെ അവിടെ നിർത്തി ആ ട്രാക്കർ ഓസ്ട്രേലിയക്കാരനായ ആ വേട്ടക്കാരനെ കാണുവാൻ വേണ്ടി അയാൾക്കരികിലേക്ക് പോയി. അയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർ അയാളെ വിളിച്ചിരുന്നത് ഹണ്ടിങ് മാസ്റ്റർ എന്നാണ്. ഈ വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പരിചയസമ്പത്ത് ഏറെയുള്ള ഒരു വേട്ടക്കാരനാണ് അയാൾ. അയാളുടെ നേതൃത്വത്തിലാണ് മറ്റുള്ളവർ വേട്ടയ്ക്ക് വേണ്ടി വനത്തിലേക്ക് പോകുന്നത്. അയാളാണ് മറ്റുള്ളവരെ വേട്ടയാടുവാൻ പരിശീലിപ്പിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത്. മാസ്റ്റർ എന്ന് വിളിക്കുന്ന ഇദ്ദേഹം ഇവിടേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ വനമേഖലയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും ഈ ട്രാക്കറെയാണ്. അതിനാൽ ഇയാൾ പറയുന്ന കാര്യങ്ങളൊന്നും അയാൾക്ക് പറ്റില്ല എന്ന് പറയുവാനും സാധിക്കുകയില്ല. അതുമാത്രമല്ല, അവരിപ്പോൾ തേടുന്നതും ഒത്ത വലിപ്പമുള്ള ഒരു കൊമ്പനെ തന്നെയുമായിരുന്നുവല്ലോ. ഷിബോപ്പോ എന്ന് വിളിക്കുന്ന ഈ ട്രാക്കർ അയാളുടെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് കെൻലി മാർക്ക് എന്നാണ്. സിംബാബ്വേയിൽ അയാൾ എത്തിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. നായാട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തൊഴിലും ജീവിതവും. അയാൾ അതിൽ ഹരം കണ്ട് അതിനുവേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. നിരവധി കാട്ടാനകളും നിരവധി കാണ്ടാമൃഗങ്ങളും മറ്റു മൃഗങ്ങളും അദ്ദേഹത്തിൻ്റെ തിരയുടെ അല്ലെങ്കിൽ തോക്കിൻ്റെ ചൂടറിഞ്ഞിട്ടുണ്ട്. അവന് മുന്നിൽ വഴങ്ങാത്ത മൃഗങ്ങൾ അപൂർവമാണെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ആ വേട്ടക്കാരൻ സിബോപ്പോ എന്ന ട്രാക്കർ പറഞ്ഞ ആനയെ പിടിക്കുവാൻ തീരുമാനമെടുക്കുന്നു. അയാൾക്കൊപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്നും അവിടേക്കെത്തിയ ആനവേട്ടയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത ആളുകളോടും ഈ കാര്യം പങ്കുവയ്ക്കുന്നു. ഇവിടങ്ങളിലെ ഗ്രാമങ്ങളിൽ പേടിയും ഭയവും മരണവും നിറയ്ക്കുന്ന ഒരു കാട്ടാനയുണ്ടെന്നും അതിനെ ഇവിടുത്തെ ആളുകൾ വിളിക്കുന്നത് കറുത്ത ചെകുത്താനാണെന്നും പറഞ്ഞു. അതിനെ പിടിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്നും ചോദിച്ചു. ചോദിക്കേണ്ട താമസം അവിടെ നിന്ന വേട്ടക്കാരെല്ലാം ഒരുപോലെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ അതിന് തയ്യാറാണ്, നമുക്ക് ഒരുമിച്ച് പോകാം, ഗ്രാമത്തിലെ ഗ്രാമീണരെ ഭയത്തിൽ നിന്നും മുക്തിയാക്കാം. എന്നാൽ ഒരു പ്രശ്നമുണ്ട്, സിബാപ്പോ പറഞ്ഞു. എന്താണെന്ന് കെൻലി ചോദിച്ചു. ഈ ആനയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഇന്ന് ഒരു ഗ്രാമത്തിലാണ് അവൻ ആക്രമണം നടത്തുന്നതെങ്കിൽ നമ്മൾ അവിടേക്ക് ചെന്നു കഴിഞ്ഞാൽ അവനെ പിടിക്കുവാൻ കഴിയില്ല. പിന്നെ അവൻ ആക്രമണം നടത്തുന്നത് കിലോമീറ്ററുകൾ അല്ലെങ്കിൽ മൈലുകൾക്കപ്പുറമുള്ള നമ്മൾ ചിന്തിക്കുപോലും ചെയ്യാത്ത മറ്റേതെങ്കിലും ഗ്രാമത്തിലായിരിക്കും. അതിനാൽ തന്നെ വളരെ പ്രയാസമാണ് അവനെ ട്രാക്ക് ചെയ്യുവാൻ. ഇതുകൂടി അയാൾ പറയുകയുണ്ടായി. കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, കെൻലി പറഞ്ഞു.
ഒരു ഹരം ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എൻ്റെ നായാട്ട് ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല മൃഗങ്ങളെയും ഞാൻ വേട്ടയാടിയിട്ടുണ്ട്. അതിലൂടെ കിട്ടുന്ന ഹരം മറ്റൊരു സുഖവും ലഹരിയുമാണ്, അയാൾ പറഞ്ഞു. എന്തായാലും നമ്മൾ ഇതിനെ പിടിക്കുകയും കൊല്ലുകയും ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് കെൻലി ഗ്രാമത്തലവൻ്റെ അരികിലേക്ക് പോയി ഗ്രാമത്തലവനോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാനും എൻ്റെ തോക്കും ഉള്ളിടത്തോളം കാലം നിങ്ങളെയും നിങ്ങളുടെ ഗ്രാമത്തെയും ആക്രമിക്കുന്ന ഏതൊരു മൃഗത്തെയും വേട്ടയാടുവാനും കൊല്ലുവാനും ഞാൻ തയ്യാറാണ്. ഇന്ന് നേരം ഇത്രയും വൈകിയല്ലേ? ഇന്നിവിടെ കൂടിയിട്ട് നാളെ പുലർച്ചെ തന്നെ നമുക്ക് നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടാം. അവനെ തേടിയുള്ള യാത്ര തുടരാം. സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുന്നേ തന്നെ സെബാപ്പോ ക്യാമ്പിൽ നിന്നും ആനയെ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി പോയി കഴിഞ്ഞിരുന്നു. സൂര്യപ്രകാശം ഉദിച്ചുയർന്ന ശേഷം വേട്ടക്കാരും കെൻലിയും അതുപോലെ ഗ്രാമത്തലവനും അയാളുടെ സഹായികളുമായി അവർ പറഞ്ഞ അവരുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. 10-15 മൈലുകൾ സഞ്ചരിച്ചാൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നില്ലേ? അതിൽ ഏകദേശം 6-7 മൈൽ കുത്തനെയുള്ള കയറ്റവും ഇറക്കവുമാണ്. ദുർഘടകരമായ പാതകളാണ്. കല്ലുകളും പാറക്കല്ലുകളും നിറഞ്ഞ പ്രദേശമാണ്. ഇതൊക്കെയാണ് അവിടുത്തെ സാഹചര്യമെങ്കിലും അവിടേക്ക് എത്തിച്ചേരുവാൻ എല്ലാവർക്കും ഒരു പ്രത്യേക ആവേശമായിരുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ റൈഫിലുകളുണ്ട്. ഈ സംഘത്തിൽ ഇപ്പോഴുള്ളത് 6 വേട്ടക്കാരാണ്, നമ്മുടെ മാസ്റ്റർ ഹണ്ടർ ഉൾപ്പെടെ. ഒരു വിനോദം എന്ന നിലയിലാണ് അവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. കെൻലിയുടെ കൂടെ ഉണ്ടായിരുന്ന 5 നായാട്ടുകാരും കേമന്മാർ തന്നെയാണ്. അവർ പല പല മൃഗത്തെ പല പല സ്ഥലങ്ങളിലായി പോയി നായാടിയിട്ടുണ്ട്, അതും പല പല മാസ്റ്റർ ഹണ്ടേഴ്സിനൊപ്പം. അങ്ങനെയുള്ള പല പ്രവർത്തന പരിചയവും പലർക്കുമുണ്ട്. അതുമാത്രമല്ല, അവർ 6 പേരും ലക്ഷ്യം ഭേദിക്കാൻ കേമരുമാണ്. ഇതിത്രയുമാണ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന 6 വേട്ടക്കാരെ പറ്റി ഒറ്റ വാക്കിൽ പറയാനുള്ളത്. അങ്ങനെ പതിയെ അവർ നടന്ന് ഏകദേശം ഉച്ച കഴിഞ്ഞതോടെ സൊബാപ്പയുടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഇനിയും സൊബാപ്പ അവിടേക്ക് വരുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവർ. അവൻ അതിനെ ട്രാക്ക് ചെയ്ത് കാണുമോ? ട്രാക്ക് ചെയ്തെങ്കിൽ അവനിപ്പോൾ ഏത് ദിശയിലായിരിക്കും, അല്ലെങ്കിൽ എവിടെയായിരിക്കും? ഇതെല്ലാമായിരുന്നു അപ്പോൾ അവിടുത്തെ ചർച്ചാ വിഷയം. അവന് ഒരിക്കലും പെശകു പറ്റാറില്ല. ഇതുവരെ അവൻ കൃത്യമായിരുന്നു. ഇതിലും അവൻ പരാജയപ്പെടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്, കെൻലി ഗ്രാമത്തലവനോട് പറഞ്ഞു. ഗ്രാമത്തലവനും അത് തന്നെ സമ്മതിച്ചു കൊടുത്തു. കാരണം അവൻ്റെ കഴിവുകളെ വിസ്മരിക്കുവാൻ അദ്ദേഹത്തിനും കഴിയില്ലായിരുന്നു. ആ പ്രദേശത്തിലേക്ക് എത്തുന്ന ഏതു വലിയ വേട്ടക്കാരനും ഈ ഗ്രാമത്തിലേക്ക് വരികയും ഇവനെ തന്നെയാണ് ട്രാക്കറായി വിളിച്ചുകൊണ്ടു പോകുന്നതും അത് ചുമ്മാതെയൊന്നുമല്ലല്ലോ. സമയം ഏകദേശം വൈകുന്നേരമായി കാണണം. സൊബാപ്പയെ തിരികെ അവരുടെ ഗ്രാമത്തിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു. കാരണം ആനയെപ്പറ്റിയുള്ള യാതൊരു വിവരവും കിട്ടിയില്ല എന്നു മാത്രമല്ല, അവനെ ട്രാക്ക് ചെയ്യുവാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന വാർത്തയാണ് അറിയിച്ചത്. എങ്കിലും ചുറ്റുപാടുമുള്ള അയൽഗ്രാമങ്ങളിലെല്ലാം അയാൾ പോയിരുന്നു. അവരോടെല്ലാം ഈ വാർത്ത പറഞ്ഞിരുന്നു. ഇവനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരണമെന്നും ഞങ്ങളെ അറിയിക്കണമെന്നും പറഞ്ഞിരുന്നു. കാരണം ഇവനെ കൊല്ലുവാൻ വേണ്ടിയുള്ള വേട്ടക്കാരൻ അവിടെയാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ പേടി അകറ്റണ്ടേ? നിങ്ങളുടെ കൃഷിയിടത്തെ രക്ഷിക്കണ്ടേ? നിങ്ങളെ പട്ടിണിയിൽ നിന്നും മരണത്തിൽ നിന്നും പൂർണ്ണമായും രക്ഷിക്കുവാനും അയാൾക്ക് കഴിയും. പക്ഷേ നിങ്ങൾ ഇതും മാത്രം ചെയ്താൽ മതി. ഇവനെ പറ്റിയുള്ള വിവരം വളരെ വേഗം, അല്ലെങ്കിൽ എത്രയും വേഗം അറിയിക്കാൻ പറ്റുമോ അത്രയും വേഗം ഞങ്ങളുടെ ഗ്രാമത്തിൽ അറിയിക്കുക. ഇത്രയും അയൽഗ്രാമത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കൂടി കടന്നുപോയി. കെൻലിയും സംഘവും ആ ഗ്രാമത്തിൽ തമ്പടിച്ചു. പിറ്റേന്ന് കാലത്ത് സമയം ഏകദേശം 11 മണിയൊക്കെ ആയി കാണണം. ഉച്ചയോടടുപ്പിച്ച സമയം. അവരുടെ ഗ്രാമത്തിലേക്ക് 2 പേർ ഓടിയെടുത്തു. ഈ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 6-7 മൈൽ അകലെയുള്ള മറ്റ് ചെറിയൊരു ഗ്രാമത്തിൽ നിന്നുമായിരുന്നു അവർ അവിടേക്ക് എത്തിയിരുന്നത്. അവർ വന്നിരിക്കുന്നത് ആനയെപ്പറ്റിയുള്ള ഒരു വാർത്ത അറിയിക്കുവാൻ വേണ്ടിയാണ്. പുലർച്ചെ അവരുടെ ഗ്രാമത്തിൽ കറുത്ത ചെകുത്താൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 2 പേരെയാണ് അവൻ കാലപുരിക്ക് അയച്ചിരിക്കുന്നത്. നേരം പുലർന്നിട്ടും അവൻ ഗ്രാമത്തിൽ നിന്നും പോകുവാൻ തയ്യാറായില്ല. അവൻ ഗ്രാമത്തിൽ ചുറ്റി നടന്നു. ഒരു കുടിൽ തകർത്തു. അതിനുശേഷം അടുത്തുണ്ടായിരുന്ന ചോളപ്പാടത്തിലേക്ക് അവൻ ഇറങ്ങിയിരിക്കുന്നു. അവൻ അവിടേക്ക് ഇറങ്ങിയ സമയമാണ് ഞങ്ങൾ ഇരുവരും ഇവിടെ കൂടിയെത്തിയിരിക്കുന്നത്. എന്തായാലും അവനിപ്പോൾ ആ ചോളപ്പാടം ആകെ നശിപ്പിച്ചിരിക്കണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരികയാണെങ്കിൽ
ആ കറുത്ത ചെകുത്താനെ നിങ്ങൾക്ക് ആ ചോളപ്പാടത്തിലിട്ട് കൊല്ലുവാൻ സാധിക്കും, അയാൾ പറഞ്ഞു. പിന്നെ ഒട്ടും വൈകിയില്ല. കെൻലിയും അയാളുടെ 5 വേട്ടക്കാരും ഗ്രാമത്തലവനും അതുപോലെ ശോഭയും കൂടി അവിടേക്ക് പോയി. സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 3-4 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. അവരവിടെ ചെല്ലുമ്പോഴും ഗ്രാമത്തിൻ്റെ സമീപത്ത് ഒരാളുടെ മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നു. വലിച്ചു കീറപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ മൃതദേഹം അവിടെ കിടന്നിരുന്നത്. ചുറ്റും ആളുകൾ കൂടിയിരിക്കുന്നു. ഒരാളുടെ ശരീരമാകട്ടെ അടുത്തുള്ള ഒരു കുടിലിൻ്റെ മുകളിലും, അതും വികൃതമായിരുന്നു. അവൻ്റെ കാലടയാളങ്ങൾ പരിശോധിച്ചു. 2 അടിയിൽ കൂടുതൽ വലിപ്പമുണ്ട് അവൻ്റെ കാലിന്. അപ്പോൾ തന്നെ ആനയുടെ വലിപ്പം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അവൻ പോയിരിക്കുന്നത് അവർ പറഞ്ഞതുപോലെ തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു ചോളപ്പാടത്തിലേക്കാണ്. അവിടം ലക്ഷ്യമാക്കി ഞാനും സംഘവും പുറപ്പെട്ടു. ചോളപ്പാടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കാണുവാൻ സാധിച്ചത് അവൻ ചവിട്ടി മെതിച്ചിട്ട് മുന്നോട്ട് പോയിരിക്കുന്ന ഒരു പാതയാണ്. ആ പാത ഞങ്ങളെ നയിച്ചു കൊണ്ടുപോയത് ആ ചോളപ്പാടത്തിൻ്റെ ഒത്ത നടുവിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു മനുഷ്യൻ്റെ പിഴുതെറിയപ്പെട്ട കാലും കാണുവാൻ സാധിച്ചു. പിന്നീട് ആ പാത നീണ്ടു വളഞ്ഞു കുറിഞ്ഞ് മറ്റെവിടേക്കോ പോവുകയാണ്. അതിനർത്ഥം ഇതാണ്: അവൻ ഞങ്ങൾ വരുന്നതിനും ഏകദേശം 1 മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ചോളപ്പാടത്തു നിന്നും മറ്റെവിടേക്കോ പലായനം ചെയ്തിരുന്നു. എന്തായാലും ഞാനും ശോഭയും ഞങ്ങളുടെ സംഘവുമായി അവൻ്റെ ട്രാക്കിനെ പിന്തുടർന്നുകൊണ്ട് അവൻ്റെ പിന്നാലെ തന്നെ വെച്ചുപിടിച്ചു. അത് പോയിരിക്കുന്നത് വനത്തിനുള്ളിലേക്കാണ്. പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് മറ്റെവിടേക്കോ. എന്തായാലും മുന്നിലേക്ക് പോയി ഞങ്ങൾക്ക് ആ ട്രാക്ക് പിന്തുടർന്ന് അവനെ കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. വളരെ നിരാശയോടെയും വേദനയോടെയും ഞങ്ങൾ തിരികെ ഗ്രാമത്തിലേക്കെത്തി. അങ്ങനെ അവനെപ്പറ്റി ഒരറിവുമില്ലാത്ത മറ്റൊരു ദിവസം കൂടി കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശോഭ മറ്റൊരു വാർത്ത എന്നോട് പറഞ്ഞത്. നമുക്ക് നാളെ അവനെ തേടി ആനത്താഴ്വരയിലേക്ക് പോയാലോ? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ആനത്താഴ്വരയോ? അതെ, ഏറ്റവും കൂടുതൽ ആനകൾ ആ താഴ്വരയിലാണ് വന്നിറങ്ങാറുള്ളത്. ഒരുപക്ഷെ അവനും അവിടേക്കാണ് പോയിരിക്കുന്നതെങ്കിലോ? അവൻ്റെ ട്രാക്ക് പോയിരിക്കുന്നത് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ അവൻ അവിടം ലക്ഷ്യമാക്കിയായിരിക്കും പോയിരിക്കുന്നത്. കാരണം അതുവഴി ഒരു കാട്ടുചോല ഒഴുകുന്നുണ്ട്. ധാരാളം വെള്ളത്തിൻ്റെ ലഭ്യതയുമുണ്ട്. മരങ്ങളും ഇല്ലിക്കാടുകളും അവിടെയുണ്ട്. ചിലപ്പോൾ അവനെ അവിടെ വെച്ച് നമുക്ക് നാളെ കാണുവാൻ സാധിച്ചാലോ? ആ വിശ്വാസത്തിൽ ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അയാൾ പറഞ്ഞ ആനത്താഴ്വരയിലേക്ക് ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ ശോഭ പറഞ്ഞ ആ പ്രദേശത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. പുലർച്ചെ തന്നെ അല്പം പച്ചപ്പും പാറക്കല്ലുകളും നിറഞ്ഞ ഒരു താഴ്വരയായിരുന്നു അത്. 2 മലനിരകൾക്കിടയിലൂടെയാണ് അത് സഞ്ചരിച്ച് താഴേക്ക് പോകുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ അവിടെ ഞങ്ങൾക്ക് കാണുവാനായി. ഒരു ചോല ഞങ്ങൾക്കരികിലൂടെ താഴേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ട്. വലിയ ആഴമൊന്നുമില്ല. ഞങ്ങൾ പലതവണയും അത് മുറിച്ചു കടന്നു. ഞങ്ങളുടെ പാദത്തിന് അത്രയും ആഴം മാത്രമേ ആ ചോലയ്ക്ക് കാണുകയുള്ളൂ. എന്നാൽ പാറക്കെട്ടുകളിലൂടെയെല്ലാമാണ് അത് ഒഴുകി അകലുന്നത്. അതിനാൽ തന്നെ ചിലി ചിലി എന്ന ശബ്ദം അവിടെ മുഴങ്ങി കേൾക്കാൻ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്നു ചെന്നത് അല്പം അകലെയുള്ള മൃഗങ്ങൾ ജലം കുടിക്കുവാൻ വേണ്ടി എത്തുന്ന ആ ചോല വന്ന് വീണ് ജലം കെട്ടിക്കിടന്ന് വീണ്ടും അവിടെ നിന്ന് ഒഴുകി അകലുന്ന അല്പം വിശാലമായ ഒരു പ്രദേശത്തേക്കാണ്. അവിടെയാണ് മിക്കവാറും ആനകളും മറ്റു മൃഗങ്ങളും വെള്ളം കുടിക്കുവാൻ വേണ്ടി വരുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് ആനകളുടെ കാലടയാളങ്ങൾ തന്നെയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പ്രദേശത്തെ ആനത്താഴ്വര എന്ന് വിളിക്കുന്നത്. അവിടെയും ഞങ്ങൾക്ക് നിരാശ മാത്രമായിരുന്നു ലഭിച്ചത്. അവിടെ ഉണ്ടായിരുന്ന കുറ്റിക്കാടുകൾക്കിടയിലും മരങ്ങൾക്കു മുകളിലുമെല്ലാം ഞങ്ങൾ മറഞ്ഞിരുന്നു. ഞങ്ങൾ തേടുന്ന ആ കൊമ്പൻ അവിടേക്ക് വരികയാണെങ്കിൽ അവനെ നിറയൊഴിച്ച് കൊല്ലുവാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ കാത്തിരുന്നത്. എന്നാൽ അവനൊഴികെയുള്ള മറ്റു മൃഗങ്ങൾ അവിടേക്ക് എത്തി. പലതരം ആനകൾ അവിടേക്ക് വെള്ളം കുടിക്കുവാൻ കൂട്ടമായും അല്ലാതെയും എത്തി. എന്നാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആന അതിലൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും ഏകദേശം സമയം 4 മണി ആയതോടെ ഞങ്ങളുടെ ദൗത്യം ഉപേക്ഷിച്ച് തിരികെ ഗ്രാമത്തിലേക്ക് പോയി. അന്നത്തെ ദിവസവും കനത്ത നിരാശയാണ് ഞങ്ങൾക്ക് നൽകിയത്. ഇനിയും ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുവാൻ ഏകദേശം 3-4 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. കാരണം എനിക്കൊപ്പം വന്ന മറ്റ് 5 പേർക്കും അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. അതിൻ്റേതായ ധൃതികൾ അവർ കാണിക്കുന്നുമുണ്ട്. എങ്കിലും അവർക്ക് ഈ ദൗത്യത്തിൽ നിന്നും പിന്മാറുവാനാകുമായിരുന്നില്ല. അവർ കഴിവതും ശ്രമിക്കാമെന്ന് പറഞ്ഞു. അവർക്ക് ലഭിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കൂട്ടുവാൻ വേണ്ടി. അതിൽ പലരും ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തു. ഓരോ ദിവസവും ഞങ്ങൾ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഞങ്ങളെ കാത്ത് ആകാംക്ഷപൂർവ്വം
ഗ്രാമത്തലവനും അവിടുത്തെ ഗ്രാമീണരും കാത്തിരിക്കുന്നുണ്ട്. അവരുടെ സന്തോഷം ചലിക്കുന്ന മുഖത്തെ നിരാശപ്പെടുത്തുന്ന വാർത്തയുമായിട്ടാണ് എന്നും ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ഇത്തവണ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ശോഭ ഞങ്ങളോട് യാത്ര പറഞ്ഞ് ആനയെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി വനത്തിനുള്ളിലേക്ക് പോയി. വൈകിട്ട് തന്നെ, ഇനിയും നാളെ രാവിലെ മാത്രമേ അദ്ദേഹം ഗ്രാമത്തിലേക്ക് തിരികെ വരുവുള്ളൂ എന്നും അവനെപ്പറ്റിയുള്ള എന്തെങ്കിലും വിവരം കൊണ്ടല്ലാതെ വരില്ല എന്നും എന്നോട് അയാൾ ഉറപ്പ് നൽകി. ഞാൻ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതവും കൊടുത്തു. അങ്ങനെ അന്നത്തെ രാത്രിയും അവിടെ കഴിച്ചുകൂട്ടി. അവിടുത്തെ ഗ്രാമീണർ നൽകിയ ആഹാരവും ഞങ്ങൾ ഗ്രാമത്തിനരികിൽ നടത്തിയ ചെറിയ വേട്ടയിൽ നിന്നും ലഭിച്ച മാംസവുമായി ഞങ്ങൾ രാത്രിയിലത്തെ അത്താഴം കഴിച്ചു, കിടന്നുറങ്ങി. നേരം പുലർന്നപ്പോൾ തന്നെ ശോഭ ഗ്രാമത്തിലേക്ക് ഓടിയെത്തി. ഞാൻ കിടന്നിരുന്ന കുടിലിൻ്റെ വാതിൽ കൊട്ടി എന്നെ ഉണർത്തി. എനിക്കുള്ള ഒരു ശുഭവാർത്തയുമായിട്ടായിരുന്നു അവൻ വന്നിരുന്നത്. ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നും ഇവിടെ നിന്നും ഏകദേശം 10-12 മൈൽ അകലെയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ സമീപത്ത് അവനെ കണ്ടു എന്നുമാണ് പറഞ്ഞത്. എന്തായാലും ഇന്ന് പുലർച്ചെ ആ ഗ്രാമത്തിൽ അവൻ ആക്രമണം നടത്തി കാണണം. നമ്മൾ ഇപ്പം പോകുകയാണെങ്കിൽ അവനെ അവിടെ വെച്ച് പിടികൂടാൻ കഴിയുമെന്നും അയാൾ പറഞ്ഞു. അതിന് പ്രകാരം ഞാനും എൻ്റെ സംഘവും ശോഭയ്ക്കൊപ്പം ആ ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു. എത്ര വേഗത്തിൽ നടന്നിട്ടും ഏകദേശം 6 മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ആ ഗ്രാമത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഗ്രാമത്തിന് സമീപത്തായി ആനപ്പിണ്ടങ്ങൾ കാണുവാൻ സാധിച്ചു. ആന അവിടെ എത്തിയതിൻ്റെയും ആക്രമണം അഴിച്ചുവിട്ടതിൻ്റെയും തെളിവുകളും കരച്ചിലുകളും പുകകളും എല്ലാം അവിടെ ഉയർന്നു വരുന്നതും കാണുവാൻ സാധിച്ചു. ഞങ്ങൾ അവിടേക്ക് എത്തിയപ്പോഴേക്കും പല ഗ്രാമീണരും ഞങ്ങൾക്കരികിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി. ശോഭ പറഞ്ഞത് ശരിയാണ്. പുലർച്ചെ തന്നെ അവൻ അവൻ്റെ പണി തുടർന്നിരുന്നു. ഗ്രാമത്തിനരികിലുള്ള പാടത്തിലേക്ക്, ചോള വയലിലേക്ക് കൃഷിപ്പണിക്ക് വേണ്ടി പോയ 2-3 കർഷകർക്ക് നേരെ ആന തൻ്റെ ക്രൂരത കാണിച്ചു. അതിൽ ഒരാളെ അവൻ കൊന്നു, അതും വളരെ ക്രൂരമായി. പുലർച്ചെ തൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ആ കർഷകൻ, മരണം പതിയിരിക്കുന്നത് അറിയാതെ. അയാൾ പാടത്തിലേക്ക് പോകുന്ന സമയം ചോള വയലിൻ്റെ അരികിൽ വെച്ച് ആന അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ആനയുടെ ഒച്ചത്തിലുള്ള ചിഹ്നം വിളി കേട്ടതും മറ്റുള്ളവർ ചിതറിയോടി. എന്നാൽ ഇയാൾക്ക് ഓടുവാൻ സാധിച്ചില്ല. ഒരു നിമിഷത്തേക്ക് പതറി ഭയന്ന് അവിടെ നിന്നു. അങ്ങനെ പേടിച്ച് ഭയന്ന് നിൽക്കുന്ന അയാൾക്ക് നേരെ ആന ആക്രമണം അഴിച്ചുവിട്ടു. തൻ്റെ തുമ്പിക്കൈ ചുഴറ്റി അയാളെ അടിക്കുകയും ചുഴറ്റി നിലത്തേക്ക് അടിക്കുകയും ചെയ്തു. അതിനുശേഷം അയാളെ അവിടെയിട്ട് ചവിട്ടി അരച്ചു. ആ കാഴ്ച ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണുവാൻ സാധിച്ചു. അതിനുശേഷവും അവൻ പോയിരിക്കുന്നത് ചോളത്തിൻ്റെ വയലിലേക്കാണ്. അവിടെ നിന്നും ഞങ്ങൾക്ക് ഉയർന്നു കേട്ടത് ഒരു ആനയുടെ അലറലാണ്. അതിനർത്ഥം ഇപ്പോഴും അവൻ ആ ചോള വയലിൽ ഉണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ഒട്ടും വൈകിയില്ല, ഞാനും സംഘവും റൈഫിൽ എടുത്തുകൊണ്ട് ആന തെളിച്ചിട്ട ആ പാതയിലൂടെ അവനെ ലക്ഷ്യമാക്കി കുതിച്ചോടി. എന്നാൽ ആ തിടുക്കത്തിൽ ഒരു കാര്യം ഞങ്ങൾ മറന്നുപോയിരുന്നു. കാറ്റിൻ്റെ ദിശ ഞങ്ങൾക്കിപ്പോൾ അനുകൂലമായിരുന്നില്ല. ഞങ്ങളിൽ നിന്നും ആനയിലേക്കാണ് ഇപ്പോൾ കാറ്റടിക്കുന്നത്. ഞങ്ങൾ വരുന്നതിനും എത്രയോ മുമ്പ് തന്നെ ആനയ്ക്ക് ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലായിരുന്നു. ആന അവിടെ നിന്ന് മറ്റെവിടേക്കോ പോകുകയും ചെയ്തു. അവൻ്റെ ചിഹ്നം വിളി കേട്ട സ്ഥലത്തേക്ക് ഞങ്ങൾ ഓടിയെത്തിയതും ഞങ്ങൾ എത്തിയ സ്ഥലത്ത് അവൻ ഉണ്ടായിരുന്നില്ല. അവൻ മൈലുകളോളം സഞ്ചരിച്ചിരുന്നു. ഞങ്ങൾ ഏറെ ദൂരം അവൻ്റെ ട്രാക്ക് പിന്തുടർന്ന് വനത്തിനുള്ളിലേക്ക് പോയി. എന്നാൽ അവൻ്റെ ട്രാക്ക് പലതും ഞങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ ചെയ്തു വെക്കുന്ന എല്ലാ കോപ്രായങ്ങളും അവൻ്റെ ചെയ്തികളിലുണ്ടായിരുന്നു. അവനെ പിന്തുടർന്ന് വരുന്നവരെ എങ്ങനെയെല്ലാം വഴിതെറ്റിക്കണം അതെല്ലാം അവൻ അറിയാമായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞങ്ങൾക്ക് അവനിലേക്ക് അന്നും എത്തിച്ചേരാൻ കഴിയാഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ്റെ ആക്രമണങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ അടുത്തത് അവൻ ആക്രമിക്കാൻ പോകുന്നത് ഏത് ഗ്രാമമായിരിക്കുമെന്ന് അവൻ്റെ ആക്രമണങ്ങളിൽ നിന്നും ഏകദേശ രൂപം എനിക്ക് കിട്ടിയിരുന്നു. അന്ന് വൈകിട്ട് തന്നെ അവിടേക്ക് പോകാമെന്ന് ഞാൻ ശോഭയോട് പറഞ്ഞു. അതിന് പ്രകാരം ഞാനും സംഘവും അന്ന് വൈകിട്ട് തന്നെ ഇവിടെ നിന്നും ഏകദേശം 8 മൈൽ അകലെയുള്ള മറ്റൊരു ചെറു ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ആ ഗ്രാമത്തിൻ്റെ പേരാണ് കെപ്പോ. അവൻ്റെ ആക്രമണ സ്വഭാവ പരമ്പര വെച്ച് ഇന്ന് പുലർച്ചെ അവൻ ഈ കെപ്പോ എന്ന ചെറിയ ഗ്രാമത്തിൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കും. ശോഭയുടെ സഹായത്തിൽ ആ കെപ്പോ ഗ്രാമത്തിലേക്ക് എത്തുകയും അവിടുത്തെ ആളുകളുമായി സംസാരിക്കുകയും ചെയ്തു. അവർ ഞങ്ങൾക്കായി ഒരു ചെറിയ താമസ സൗകര്യം മറ്റും ഒരുക്കി തന്നു.
ആഹാരം നൽകി. അന്ന് രാത്രിയിൽ ഏകദേശം 2 മണി വരെ ഞങ്ങൾ അവിടെ കഴിഞ്ഞുകൂടി. അതിനുശേഷം അവൻ വരാനിടയുള്ള ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ ചിതറി നിന്നു. പലരും പലയിടത്തായി നിലയുറപ്പിച്ചു. കാറ്റിൻ്റെ ഗതി ഞങ്ങൾക്ക് അനുകൂലമാണോ എന്ന് പലതവണ നോക്കുകയും ചെയ്തു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടുനിന്ന കാത്തിരിപ്പ്. എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെയായിരുന്നു അവിടെ ഒരു സംഭവം അരങ്ങേറിയത്. അത് ഞങ്ങളിൽ ഒരാളുടെ ജീവൻ എടുക്കുകയും ചെയ്തു. കനേഡിയക്കാരനായ ക്രിസ്റ്റഫർ ലൂതർ എന്ന വേട്ടക്കാരനായിരുന്നു അവൻ ഇരയായിത്തീർന്നത്. ഞങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെയായിരുന്നു അവനും പെരുമാറിയത്. കറുത്ത ചെകുത്താൻ. അവൻ ഞങ്ങൾ മുന്നിലൂടെ വരുമെന്ന് കരുതിയെങ്കിലും അവൻ ക്രിസ്റ്റഫർ ലൂതറിൻ്റെ പിന്നിലൂടെയായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടത്. അയാൾ മുന്നിലേക്ക് നോക്കി നിൽക്കുകയും പെട്ടെന്ന് ചിഹ്നം വിളിച്ചുകൊണ്ട് അവൻ അയാൾക്ക് പിന്നിലൂടെ പ്രത്യക്ഷപ്പെടുകയുമായിരുന്നു ചെയ്തത്. തിരിഞ്ഞ് അവന് നേരെ ഒരു നിറ ഒഴിക്കുന്ന സമയം ഞങ്ങളിൽ നിന്നും അകലെ നിന്നും ഒരു വെടിയുടെ ശബ്ദം മാത്രമാണ് ഞങ്ങൾ കേട്ടത്. ഞങ്ങൾ വിചാരിച്ചു ആ വെടിയിൽ അവൻ തീർന്നു കാണും എന്ന്. എന്നാൽ പിന്നീട് അവിടെ നിന്നും ഉയർന്നു കേട്ടത് ഒരു മനുഷ്യൻ്റെ നിലവിളിയാണ്. അവൻ്റെ പിന്നിലൂടെ പ്രത്യക്ഷപ്പെട്ട ആ കാട്ടാന അവന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ലക്ഷ്യബോധമില്ലാതെ അയാൾ കാഞ്ചി വലിച്ചു. ഭയം അയാളെ അന്ധനാക്കി കാണണം. ഒരു നിമിഷത്തെ തെറ്റ്. അയാൾക്ക് അയാളുടെ ജീവൻ നഷ്ടമായി. ആന തൻ്റെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് കാലിൻ്റെ താഴെ വെച്ച് ചവിട്ടി അരയ്ക്കുകയായിരുന്നു. പിഴുതെറിയുകയായിരുന്നു. നേരം പുലർന്നപ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് ചവിട്ടി അരയ്ക്കപ്പെട്ട ശരീരം 2ആയി പകുത്തു വെച്ചിരിക്കുന്ന അയാളുടെ ശരീരമാണ്. ഞങ്ങളിൽ നിന്നും ഒരാളെ ആ കറുത്ത ചെകുത്താൻ വലിച്ചെടുത്തിരിക്കുന്നു. ഇനിയും ഒരു നിമിഷം പോലും വൈകരുതെന്ന് സോബയോട് പറഞ്ഞു. ഇപ്പോൾ തന്നെ അവനെ ട്രാക്ക് ചെയ്യുവാൻ തുടങ്ങിക്കോളൂ. ഞങ്ങൾ അവശേഷിച്ച 4 പേരും ഞാനുമായി അവനെ ട്രാക്ക് ചെയ്ത് അവന് പിന്നാലെ പോയി. മൈലുകളോളം സഞ്ചരിച്ചു. അത് ഞങ്ങളെ കൊണ്ടുപോയത് വനത്തിനുള്ളിലേക്കായിരുന്നു. പിന്മാറുവാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനിയും ഏതു നിമിഷവും എവിടെ നിന്ന് വേണമെങ്കിലും അവൻ പ്രത്യക്ഷപ്പെടാമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം, കുറേ മൈലുകളോളം അവന് പിന്നാലെ സഞ്ചരിച്ചു. അങ്ങനെ അവൻ്റെ സഞ്ചാരപാതയിൽ നിന്നും അവനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ഗ്രാമത്തിലേക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ സോബയുടെ സഹായത്തോടെ ഞങ്ങൾ പോകുന്ന പാതയിൽ നിന്നും പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ വേർചലിച്ചുകൊണ്ട് മറ്റൊരു പാതയിലൂടെ ആ ഗ്രാമം ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. ഉറപ്പായും പിറ്റേന്ന് കാലത്തെ ഇന്ന് നടന്നതുപോലെയുള്ള ഒരു ആക്രമണം അവിടെയും നടക്കും. ഇത്തവണ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ആരുടെയും ജീവൻ പോകുവാൻ ഇടവരുത്തരുത്. ആ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു കുടിലിൽ നമുക്ക് തമ്പടിക്കണം. അവൻ ഗ്രാമത്തെ ആക്രമിക്കുന്ന സമയത്ത് വേണം നമുക്ക് അവന് നേരെ ആക്രമണം നടത്തുവാൻ. അല്ലാത്ത പക്ഷം അവൻ എവിടെ നിന്ന് വരുമെന്നോ എങ്ങനെ വരുമെന്നോ നമ്മളെ എങ്ങനെ ട്രാക്ക് ചെയ്യുമെന്നോ നമുക്കറിയുവാൻ സാധിക്കുകയില്ല. നമ്മൾ കരുതും നമ്മളാണ് അവനെ ട്രാക്ക് ചെയ്യുന്നതെന്ന്. ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് തോന്നുന്നത് അവനാണ് നമ്മളെ ട്രാക്ക് ചെയ്യുന്നത് എന്നാണ്. എന്തായാലും വൈകുന്നതിന് മുന്നേ തന്നെ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെയുള്ള ആളുകളോട് തലേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പറഞ്ഞു. അവർക്ക് തങ്ങുവാനുള്ള ഒരു കുടിൽ തയ്യാറാക്കിയെടുക്കുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം ആ കുടിലിൽ അവർ കിടന്നുറങ്ങി. ക്ഷീണം കാരണം എൻ്റെ കൂടെ വന്നവരെല്ലാം തളർന്ന് ആ കുടിലിൽ കിടന്നു. ഞങ്ങൾക്കുള്ള ആഹാരവും വെള്ളവും അവിടുത്തെ ഗ്രാമീണർ തന്നു സഹായിച്ചു. അവരുടെയും കൂടി ആവശ്യമാണല്ലോ ഈ ആനയെ പിടിക്കേണ്ടത്. ഉറപ്പായും ഇന്ന് നേരം പുലരുന്നതിന് മുന്നേ ഈ ഗ്രാമത്തിലെ ആരെയെങ്കിലുമൊക്കെ ആന ചവിട്ടിക്കൊല്ലും. അതിനു മുന്നേ അവരിൽ ആരെയെങ്കിലുമൊക്കെ രക്ഷിക്കണം. അവർക്കും ഇതറിയാം. തലേന്ന് നടന്ന കഥ കേട്ടതും അവരുടെ മനസ്സിൽ ആകുലകളും ഭയവും നിറഞ്ഞു. വീണ്ടും അവൻ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി എത്തുകയാണോ എന്ന ചോദ്യമായിരുന്നു അവരിൽ പലരും ഉന്നയിച്ചത്. കാരണം മാസങ്ങൾക്ക് മുന്നെയാണ് കറുത്ത ചെകുത്താൻ ഇവിടേക്ക് എത്തിയതും ഇവിടെ നിന്നും 2 പേരെ കൊന്നുകൊണ്ടുപോയതും. ഇങ്ങനെ പല പല ഗ്രാമങ്ങളിൽ അവൻ മാസങ്ങൾക്കപ്പുറം എത്താറുണ്ടത്രേ. പലരെയും കൊന്നുകൊണ്ടു പോകാറുണ്ടത്രേ. അവിടുത്തെ ആളുകൾ ഒന്നടങ്കം വിശ്വസിച്ചിരുന്നത് അവൻ വെറുമൊരു ആനയല്ലെന്നും മറ്റേതോ മാന്ത്രിക ശക്തിയുള്ള ആനയാണെന്നുമെല്ലാമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ദുർമന്ത്രവാദിയുടേതോ അല്ലെങ്കിൽ ചെകുത്താൻ്റെയോ പുനർജന്മമാണെന്നും. അന്ന് മുഴുവൻ ഞങ്ങൾ അവിടെ കാത്തു നിന്നിട്ടും ആ ചെകുത്താൻ അവിടേക്ക് എത്തിയില്ല. ഞങ്ങളുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിരുന്നു. എന്തുകൊണ്ടായിരിക്കാം അന്ന് അവൻ ആ ഗ്രാമത്തിലേക്ക് എത്താഞ്ഞത്? ഒരുപക്ഷെ ഞങ്ങളുടെ സാന്നിധ്യം അവൻ മനസ്സിലാക്കി കാണുമോ? അങ്ങനെ പല പല ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഉയർന്നു വന്നു. ശോഭ പിറ്റേന്ന് പുലർച്ചെ തന്നെ ആനയെ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി പോയിരുന്നു. അവൻ ട്രാക്ക് ചെയ്ത് വളരെ വേഗം തന്നെ തിരികെ ഗ്രാമത്തിലേക്ക് എത്തിയിരുന്നു. അവൻ പറഞ്ഞത് ഇത് തന്നെയാണ്. ആനയുടെ സാന്നിധ്യം
ഈ വനത്തിന് അല്ലെങ്കിൽ ഈ ഗ്രാമത്തിന് അരികിൽ തന്നെയുണ്ട്. ഏതു നിമിഷവും അവൻ ഗ്രാമത്തെ ആക്രമിച്ചേക്കാം. ഒരു പക്ഷേ ഇന്ന് വൈകിട്ട്, അല്ലെങ്കിൽ കാലത്തെ, നാളെ പുലർച്ചെ. അവൻ്റെ സംശയങ്ങൾ ഒരിക്കലും തെറ്റാറില്ല. അവൻ പറയുന്നത് അച്ചിട്ടാണ്. അവൻ ആനയെ കൃത്യമായി തന്നെ ട്രാക്ക് ചെയ്ത വിവരമാണ് ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾ വൈകിട്ട് തൊട്ട് ജാഗരൂകരായി അവിടെ അവന് വേണ്ടി കാത്തിരുന്നു. ഞങ്ങളുടെ കാത്തിരിപ്പിനെല്ലാം വിരാമമിട്ടത് രാത്രിയിലാണ്. അവൻ്റെ പതിവുകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് അവൻ രാത്രിയിൽ അവൻ്റെ വേട്ടയ്ക്കിറങ്ങി. ഗ്രാമത്തിൽ ഉയർന്നു കേട്ട ആനയുടെ ചിഹ്നം വിളിയിൽ നിന്നുമാണ് ഞങ്ങൾ ഉറക്കമുണർന്നത്. കാലത്തെ എണ്ണീക്കുന്നത് കൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ കിടന്നുറങ്ങിയിരുന്നു. ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആനയുടെ ചിഹ്നം വിളിയും അവിടെ ഉയർന്നു കേട്ട ആളുകളുടെ അലർച്ചയുമാണ്. പതിവിന് വിപരീതമായി അവൻ രാത്രി ഏകദേശം 9 മണി കഴിഞ്ഞതോടെ അവൻ്റെ തനി സ്വരൂപം അവിടെ കാട്ടി. ഗ്രാമത്തിന് പുറത്ത് കിടന്നുറങ്ങിയിരുന്ന ഒരുത്തനെ വലിച്ച് നിലത്തടിച്ചു. അയാളുടെ നിലവിളിയും ഒച്ചയും കേട്ട് ബാക്കിയുള്ളവർ ഗ്രാമത്തിൽ അലറുകയും ഗ്രാമങ്ങളിലെ കുടിലുകൾക്കകത്തേക്ക് ഓടിപ്പോകുകയും ചെയ്തു. പിന്നീട് ശാന്തനായി. പിന്നീട് അവിടെ മുഴുവൻ നിശബ്ദമായി. കുടിലിന് പുറത്തേക്ക് ഞങ്ങൾ നോക്കി. ഞങ്ങൾക്കൊന്നും കാണുവാൻ സാധിച്ചില്ല. എങ്കിലും ഗ്രാമത്തിന് ഒറ്റ നടുക്ക് തീ കൂട്ടിയതിൻ്റെ വെളിച്ചത്തിൽ അതിനരികിലൂടെ ഒരു നിഴൽ നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടു. അതിനെ തന്നെ ഞങ്ങൾ ട്രാക്ക് ചെയ്തു. ഞങ്ങളുടെ തോക്ക് അതിന് നേരെ ചൂണ്ടി. അതിൻ്റെ തല ഏതാണ്, ഉടലേതാണെന്ന് കാണുവാൻ സാധിച്ചില്ല. എങ്കിലും അല്പസമയം കൂടി അവൻ്റെ വിശ്വരൂപം കാണുവാൻ വേണ്ടി കാത്തിരുന്നു. അവൻ വീണ്ടും ആ വിറകിനെ അവിടെ കൂട്ടിവെച്ച തീയെ വട്ടം ചുറ്റി കറങ്ങി വന്നു. അതിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ്റെ കൊമ്പുഭാഗം ഞാൻ കണ്ടു. പിന്നെ ഒട്ടും വൈകിയില്ല. എൻ്റെ റൈഫിൽ അവിടേക്ക് ചൂണ്ടി നിറയൊഴിച്ചു. ടിക് എന്ന സൗണ്ടാണ് അതിൽ നിന്നും കേട്ടത്. അതിനർത്ഥം എൻ്റെ തിര വന്ന് തറച്ചത് അവൻ്റെ കൊമ്പിൽ എവിടെയോ ആണ്. പിന്നെ ഒട്ടും വൈകിയില്ല. റീലോഡ് ചെയ്ത് അടുത്ത ഷോട്ടും ചെയ്തു. ലക്ഷ്യബോധമില്ലാത്ത ആ തിര വന്ന് തറച്ചു കയറിയത് അവൻ്റെ ശരീരത്തിൽ ഏതോ ഒരു ഭാഗത്താണ്. കാരണം അവൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി ഉയർന്നു കേൾക്കുന്നത് ഞങ്ങളെല്ലാം കേട്ടു. അവൻ പിന്നെ വനത്തിലേക്ക് ഓടുകയായിരുന്നു. ആ രാത്രിയിൽ അവനെ തിരക്കി പോകുന്നത് ആപത്താണ്. അവൻ ഓടിയ വഴിയിലേക്ക് വീണ്ടും ഞങ്ങൾ നിറയൊഴിച്ചു. അതും കൃത്യം കൊണ്ടിരിക്കണം. അവിടെ നിന്നും ശബ്ദം വീണ്ടും വീണ്ടും ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് കാലത്തെ തന്നെ അവനെ ട്രാക്ക് ചെയ്തു പോകണം. സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉറക്കം പൊളിച്ച് സൂര്യന് വേണ്ടി കാത്തിരുന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആ ട്രാക്ക് പിന്തുടർന്ന് അവന് പിന്നാലെ വെച്ചുപിടിച്ചു. ഞങ്ങളുടെ തിര ലക്ഷ്യം കണ്ടതിൻ്റെ പാടുകൾ ഞങ്ങൾക്ക് കാണുവാനായി. ഞങ്ങൾ നടന്നുപോയ ട്രാക്കിൻ്റെ ഇരുവശവും വളർന്നിരുന്ന ഇലകളിലും ചെടികളിലുമെല്ലാം അവൻ്റെ ശരീരത്തിൽ നിന്നും ഊറിയിറങ്ങിയ രക്തത്തുള്ളികൾ കാണുവാൻ സാധിച്ചു. രക്തം വാർന്നു പോയതിൻ്റെ അടയാളം കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, അവൻ്റെ ഏതെങ്കിലും ഒരു വർമ്മസ്ഥാനത്തായിരിക്കണം ഈ തിര തറച്ചു കയറിയിരിക്കുന്നത്. ധാരാളം രക്തം അവൻ്റെ ശരീരത്തിൽ നിന്നും പോയിരിക്കുന്നു. അതിനാൽ തന്നെ അവൻ ഏറെ ദൂരം പോകുവാൻ സാധ്യതയുണ്ടാകില്ല. ഏതെങ്കിലും ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ അവനിപ്പോൾ വിശ്രമിക്കുകയായിരിക്കാം. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ നിന്നും അവൻ്റെ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് 6-7 മൈൽ നടന്നു കാണണം. അങ്ങനെ നടന്നു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ദൂരെ എവിടെ നിന്നോ ചില്ലകൾ വലിച്ചുരിയുന്നതിൻ്റെയും അമർന്നതിൻ്റെയും ശബ്ദം കേൾക്കുവാനിടയായി. ഞങ്ങൾ അല്പസമയം അവിടെ കാത്തു നിന്നു. കാറ്റിൻ്റെ ദിശ നോക്കി. കാറ്റിൻ്റെ ദിശ ഇപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമാണ്. ഞങ്ങൾ ആ ശബ്ദം കേട്ട ദിശ ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. അങ്ങനെ ഏകദേശം 10-12 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ശബ്ദം കേട്ട സ്ഥലത്ത് എത്തിച്ചേർന്നു. ഞങ്ങളുടെ ഊഹം ശരിയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ആന ഇപ്പോൾ വിശ്രമിക്കുകയാണ്. ഞങ്ങൾ അവിടെ വന്ന വിവരം അവൻ അറിഞ്ഞു കാണണം. വളരെ വേഗം തന്നെ അവൻ ഉണർന്നതും എഴുന്നേറ്റതും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. എന്നാൽ ഞങ്ങൾക്ക് പിന്നിലേക്ക് അവൻ തിരിയുവാൻ ശ്രമപ്പെട്ടില്ല. ഒരുപക്ഷെ അവൻ ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കി കാണില്ല. അവൻ അവിടെ നിന്ന് മുന്നിലേക്ക് നടന്നു പോകുവാനുള്ള ധൃതിയായിരിക്കണം. ഇനിയും വെക്കുന്ന തിര കൃത്യം അവൻ്റെ തലച്ചോറിലേക്ക് തുളച്ച് കയറേണ്ടതുണ്ട്. ഒന്നുകിൽ പിന്നിലൂടെ അവൻ്റെ തലയിലേക്ക് വെടിവെക്കണം, അല്ലെങ്കിൽ വശത്തിലൂടെ അവൻ്റെ ചെവികൾക്ക് അരികിലൂടെ മുകളിലേക്ക് വെടിവെക്കണം. അതുമല്ല എങ്കിൽ അവന് മുന്നിലൂടെ അവൻ്റെ കണ്ണുകൾക്ക് നടുവിൽ വെടിവെക്കണം. അതുമല്ല എങ്കിൽ അവൻ്റെ തുമ്പിക്കൈയുടെ ഇടയിലൂടെ മുകളിലേക്ക്. ബാക്കി എവിടെ വെച്ചാലും അവൻ്റെ തലയോട്ടിയുടെ ഉറപ്പ് അതിനെ തടുത്തു നിർത്തും. പായുന്ന തിര ഒരിക്കലും അവൻ്റെ തലച്ചോറിലേക്ക് പ്രവേശിക്കുകയില്ല. ഇത്രയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അത്ഭുതം തന്നെയായിരുന്നു അവിടെ അപ്പോൾ നടന്നത്. ഞങ്ങൾ വന്ന വിവരം അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ മുന്നിലേക്ക് നടന്നു പോകുവാൻ ശ്രമപ്പെട്ടില്ല. അവൻ അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ചില്ലകൾ വലിച്ചിരിഞ്ഞ് ആവോളം ഭക്ഷിക്കുകയാണ്. പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ അവനെ വെടിവെച്ചിടുവാൻ കഴിയില്ല. ഒന്നുകിൽ അവനെ വശത്തേക്ക് തിരിക്കണം, അതുമല്ല എങ്കിൽ അവനെ ഞങ്ങളെ മുഖാമുഖം നിൽക്കുന്ന രീതിയിൽ തിരിക്കണം. വിസിലടിച്ച് ചോളമടിച്ചിട്ട് ഒന്നും കാര്യമില്ല.
അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയമാണ് ഒരാശയം ശോഭ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുതന്നത്. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞില്ലേ, അവൻ അത്യധികം ധൈര്യശാലിയാണ്. ഒരു കാട്ടുകൊമ്പൻ്റെ മുന്നിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കുവാൻ പോന്നത്രയും ധൈര്യം അവനുണ്ട്. ഞാൻ എന്തു പറഞ്ഞാലും അവനത് ചെയ്യും. അവനെന്നെ അത്രയും വിശ്വാസവുമാണ്. ശോഭയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു, അല്പം നീളമുള്ള ഒരു വടി. ഞാൻ ശോഭയോട് പറഞ്ഞു, തിരിഞ്ഞു നിൽക്കുന്ന ആനയുടെ പുറത്ത് നീ ആനയുടെ പുറകിൽ ആഞ്ഞടിക്കണം. അടിയുടെ വേദനയിൽ അവൻ ഇങ്ങോട്ട് തിരിയുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു വെപ്രാളം കാണിക്കും. ആ സമയം മതി കൃത്യം അവൻ്റെ തലച്ചോറിലേക്ക് എൻ്റെ തിര പായിക്കുവാൻ. ഞാൻ പറയേണ്ട താമസം ശോഭ അത് അംഗീകരിച്ചു. പതിയെ ആനയുടെ സമീപത്തേക്ക് അവൻ നടന്നു. അവൻ നടക്കുന്നതിന് മുന്നേയും ഞങ്ങൾ കാറ്റിൻ്റെ ദിശ ഒന്ന് പരിശോധിച്ചിരുന്നു. ആനയിൽ നിന്നും ഞങ്ങളിലേക്കാണ് ഇപ്പോൾ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. അവൻ ശബ്ദമുണ്ടാക്കാതെ പതിയെ പതിയെ ആനയുടെ അരികിലേക്ക് നടന്നു നീങ്ങി. ആനയുടെ അരികിലെത്തിയതും അവൻ്റെ കൈവശമുണ്ടായിരുന്ന വടിയെടുത്ത് അവൻ്റെ ശക്തി മുഴുവനെടുത്ത് ആനയുടെ പുറത്ത് ആഞ്ഞടി. അടികൊണ്ട് ആന ഉച്ചത്തിൽ ചിഹ്നം വിളിക്കുകയും അവിടെ നേരെ വെട്ടിത്തിരികുകയും ചെയ്തു. തൊട്ടുമുന്നിൽ അപ്രതീക്ഷിതമായി ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടായിരിക്കണം ആന ഒന്ന് വിരണ്ടു, ഒന്ന് പതറി. ആ നിമിഷം മതിയായിരുന്നു അവൻ്റെ കണ്ണുകൾക്കിടയിലൂടെ എനിക്ക് തിര പായിക്കുവാൻ. ആന തനിക്ക് മുന്നേ കൊലവിളി നടത്തി തിരിഞ്ഞു നിന്നിട്ടും ശോഭ ഒന്ന് പതറുക പോലും ചെയ്തില്ല. കാരണം അദ്ദേഹം എന്നിൽ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസം അതാണ്. അതിനെ കാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ പ്രവർത്തനവും. എൻ്റെ തോക്കിൻ്റെ കുഴൽ ഇപ്പോൾ ചൂണ്ടി നിൽക്കുന്നത് ആനയുടെ 2 കണ്ണുകൾക്ക് നടുവിലാണ്. അവിടെ നിന്ന് തിര മുകളിലേക്ക് വിടണം. അത് കൃത്യം വന്ന് കയറുന്നത് അവൻ്റെ തലച്ചോറിനുള്ളിലേക്കാണ്. പിന്നെ ഒട്ടും വൈകിയില്ല. ആന അവിടെ നിന്ന് അനങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ വിരലമർന്നു. ടപ്പ് എന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് തിര അവൻ്റെ 2 കണ്ണുകൾക്കിടയിലേക്ക് തുളച്ചു കയറി. അനക്കം അവസാനിച്ചു എന്ന് കരുതുന്ന സമയം ഞാൻ പതിയെ മുന്നിലേക്ക് നടന്നു. ശോഭ അവൻ്റെ കൊമ്പിൽ തന്നെ അവൻ്റെ കമ്പുകൾ കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനയുടെ ശരീരത്തേക്ക് അവൻ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. അവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവൻ്റെ അരിശം മൊത്തമായിരിക്കാം അവൻ തീർത്തത്. അവൻ്റെ കൊമ്പ് മണ്ണിലേക്ക് തുളച്ചു കയറിയിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾ ഇപ്പോഴും ജീവൻ തുടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ പോയിന്റ് ബ്ലാങ്കിൽ നിന്നുകൊണ്ട് അവൻ്റെ ചെവിയുടെ വശത്തുകൂടി മുകളിലേക്ക് ഒരു തിര കൂടി പായിച്ചു. അതോടെ അവൻ്റെ കണ്ണിലെ ജീവൻ്റെ തുടുപ്പ് അവസാനിച്ചു. ഇതുവരെ ഞാൻ കൊന്നതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള ഒരാനയായിരുന്നു ഇത് എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം എൻ്റെ റൈഫിൾ പിടിച്ചുകൊണ്ട് ഞാൻ ആനയുടെ മുകളിലേക്ക് കയറി നിന്നു. എൻ്റെ തോക്കിൻ്റെ കുഴൽ അവൻ്റെ തലയുടെ മുകളിൽ നിന്നും താഴേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തീരെ കൂടി പായിച്ചു. അതിൽ എൻ്റെ ദേഷ്യവും അമർഷവും എല്ലാം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കൂടെ വന്ന, എന്നെ വിശ്വസിച്ചു വന്ന ഒരുത്തൻ്റെ ജീവനായിരുന്നല്ലോ അവൻ എടുത്തത്. നമ്മളിപ്പോൾ കൊന്നിരിക്കുന്ന ഈ ആന ഇവിടുത്തെ ഈ ഗ്രാമത്തിൻ്റെ അതിരിൽ വെച്ചായതുകൊണ്ട് തന്നെ ആനയുടെ അവർ പറയുന്ന ഒരു ഭാഗം അവർക്ക് തന്നെ കൊടുക്കണം. ബാക്കി ഭാഗങ്ങൾ വെട്ടി വെട്ടി എടുത്തുകൊണ്ട് അയൽ ഗ്രാമങ്ങളിലേക്ക് അവർ കൊണ്ടുപോകും. അവിടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യും. ആനയുടെ ഇറച്ചി ഇവർ ആവോളം ആഹരിക്കും. എന്നാൽ എന്നെക്കൊണ്ട് അത് കഴിക്കുവാൻ പറ്റുമോ എന്ന് ചിന്തിക്കുവാൻ പോലും വയ്യ. എനിക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ല. എന്നാൽ എനിക്ക് താല്പര്യമുള്ളത് അവൻ്റെ കൊമ്പിനോട് മാത്രമാണ്. അവൻ വീണ് പുലർച്ചെ തന്നെ എനിക്കുള്ള കൊമ്പ് അവർ അവൻ്റെ ശരീരത്തിൽ നിന്നും ഊരിക്കൊണ്ട് തന്നു. അവൻ്റെ ജനം കിടക്കുന്ന ഭാഗത്തേക്ക് ഞാൻ ചെന്നപ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് വാക്കത്തിയും വെട്ടുകത്തിയുമെല്ലാം ഉപയോഗിച്ച് അവൻ്റെ ശരീരം വെട്ടിക്കീറി ഓരോരുത്തരായി മാംസം എടുത്തുകൊണ്ടുപോകുന്ന കാഴ്ചയാണ്. അതിഭയാനകവും ദയനീയവുമായ അവസ്ഥ. ഞാനും എൻ്റെ സംഘവും ശോഭയുടെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇവിടെയുള്ള ഗ്രാമങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന കറുത്ത ചികുത്താൻ എന്ന ആന ഇനിയില്ല. അവനെ പൂർണ്ണമായും അസ്തമിപ്പിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഗ്രാമത്തിലേക്ക് ശാന്തിയും സമാധാനവും താൽക്കാലികമെങ്കിലും എനിക്ക് നൽകുവാനും കഴിഞ്ഞു. ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ആഫ്രിക്കയിലെ ഈ ക്യാമ്പിലെത്തിയിട്ട് ഏകദേശം 1 മാസമാകുന്നേയുള്ളൂ. ഇവിടെ എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെയും ഞാൻ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം വന്നിട്ട് ഏകദേശം 2 മാസങ്ങളാകുന്നേയുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു അവധിക്കാലം ചെലവഴിക്കുവാൻ വേണ്ടി ഇവിടെ നിന്നും ഏകദേശം 3 മൈലുകൾക്കപ്പുറമുള്ള ഒരു നദിയുടെ തീരത്തേക്ക് പോകുവാൻ ഞങ്ങൾ തയ്യാറെടുത്തിരുന്നു, അല്ലെങ്കിൽ തീരുമാനിച്ചിരുന്നു. ആ നദി ഒഴുകിപ്പോകുന്നത് വനങ്ങൾക്കുള്ളിലൂടെയാണ്. വളഞ്ഞും പൊളഞ്ഞും ഒഴുകുന്ന ആ നദിയുടെ തീരത്ത്
വഞ്ചികൾ ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിക്കുന്ന വള്ളങ്ങൾ അവിടെ സുലഭമാണ്. അവരോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് യാത്ര ചെയ്യുവാൻ ഒരു പക്ഷേ അവരത് തന്നേക്കാം. അവരിൽ പലരും വർക്ക് ചെയ്യുന്നതും നമ്മുടെ ക്യാമ്പിന് വേണ്ടിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ഒരു അവധിക്കാലം വന്നു. ഞാനും എൻ്റെ സുഹൃത്തും 3 മൈലുകൾക്കപ്പുറമുള്ള നദിയുടെ തീരത്തേക്ക് സഞ്ചരിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ പുലർച്ചെ തന്നെ എഴുന്നേറ്റിരുന്നു. ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന റൈഫിലുകളും മറ്റും ഞങ്ങൾ തൂത്ത് തുടച്ച് വൃത്തിയാക്കി. നദിയിലൂടെയുള്ള യാത്രയിൽ നദീതീരത്തേക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി വരുന്ന ഗസൽ മാനുകൾ, അവയെ വേട്ടയാടുവാൻ സാധിക്കും. അങ്ങനെ പിടിക്കുന്ന മാനുകളെ ക്യാമ്പിലേക്ക് കൊണ്ടുവരുവാനും അവയെ പാചകം ചെയ്ത് ആഹരിക്കുവാനും സാധിക്കും. ഇതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആ യാത്രയ്ക്ക് തയ്യാറെടുത്തത്. അങ്ങനെ പുലർച്ചെ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ക്യാമ്പിലേക്ക് വന്ന് പതിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ക്യാമ്പിൽ നിന്നുമുള്ള യാത്ര തുടർന്നു. 3 മൈലുകൾക്കപ്പുറമുള്ള നദിയുടെ തീരത്തേക്ക്. അവിടെ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഗോത്രവർഗ്ഗക്കാരനായ ഞങ്ങളുടെ ക്യാമ്പിൽ ഞങ്ങൾക്ക് കീഴിൽ പണിയെടുക്കുന്ന ഒരാളോട് ഞങ്ങളുടെ ആവശ്യം പറയുകയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു വഞ്ചി വാങ്ങിച്ചു തരികയും ചെയ്തു. കഷ്ടിച്ച് 2 പേർക്കിരുന്ന് യാത്ര ചെയ്യുവാൻ പാകത്തിനുള്ള ഒരു ചെറു വഞ്ചിയായിരുന്നു അത്. മുന്നോട്ട് തുഴഞ്ഞു നീങ്ങുവാനുള്ള 2 തുഴകളും തന്നു. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഇതുവരെ കണ്ടു പരിചയിച്ചിൽ നിന്നും വളരെ വ്യത്യസ്തമാർന്ന ഒരു നദിയാണിത്. ഇതുവഴി തുഴഞ്ഞു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ മടങ്ങി വന്നില്ല എന്ന് വരും. ഈ നദി കാണുമ്പോൾ തികഞ്ഞ ശാന്തമായി ഒഴുകുന്ന നദിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. തികഞ്ഞ അപകടങ്ങൾ മറഞ്ഞിരിക്കുന്ന ഒരു നദിയാണിത്. പലയിടങ്ങളിലും പാറക്കല്ലുകൾ വെള്ളത്തിന് മുകളിലേക്ക് ഉന്തി നിന്നേക്കാം. ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്യുക. ഇല്ലെങ്കിൽ വഞ്ചി ആ കല്ലിൽ ഇടിക്കുകയും തകർന്ന് നദിയിലേക്ക് താഴ്ന്നു പോകുകയും ചെയ്യും. പലയിടങ്ങളിലും ചുഴികളുണ്ട്, സൂക്ഷിക്കുക. അതിനു പുറമെ മുതലകളും അവയേക്കാൾ അപകടകാരികളായ ഹിപ്പകളുമുള്ള ഒരു നദിയാണിത്. ഇവിടെയുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹിപ്പയുടെ ആക്രമണത്തിലാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് കരുതിയിരിക്കുക. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ഓഫീസർ ഒന്ന് ചിരിച്ചു, ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു റൈഫിൽ എടുത്തുയർത്തി കാണിച്ചു. ഇവൻ കൂടെ ഉള്ളപ്പോൾ ഏത് ജീവി ഞങ്ങളെ ആക്രമിക്കാനാണ്? ഒരു ചെറു പുഞ്ചിരിയും നിറഞ്ഞ ആത്മവിശ്വാസവും ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരനായ അയാൾ ഒന്നും മിണ്ടിയില്ല. തികഞ്ഞ നിശബ്ദതയോടെ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആ 2 തുഴകൾ ഞങ്ങൾക്ക് കൈവശം നൽകി. സൂക്ഷിച്ചു പോയി വരിക എന്ന് മാത്രം പറഞ്ഞു. നേരം ഇരുട്ടുന്നതിന് മുന്നേ തന്നെ ഇവിടേക്ക് ഞങ്ങൾ തിരികെ എത്തുമെന്ന് ഞങ്ങൾ അയാളോട് പറഞ്ഞു. ആഫ്രിക്കക്കാരൻ ഒന്ന് പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾ തിരികെ എത്തിയില്ല എങ്കിൽ ഭയക്കണ്ട. കാലത്ത് തന്നെ ഞങ്ങൾ നിങ്ങളെ തിരക്കി അവിടേക്ക് എത്തിയിരിക്കും. സുരക്ഷിതരായി വനത്തിൽ എവിടെയെങ്കിലും മരങ്ങൾക്ക് മുകളിൽ മറഞ്ഞിരിക്കുക. ഒരു ചെറു ഉപദേശം എന്ന പോലെ അദ്ദേഹം അത് പറഞ്ഞു. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അപകടത്തെപ്പറ്റി ഒരു മുൻധാരണ ഉണ്ടായിരുന്നേക്കാം. അയാൾ അവസാനം പറഞ്ഞത് ഒരു തമാശ എന്ന പോലെ ഞങ്ങൾ ചിരിച്ചു തള്ളി. അയാളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച വഞ്ചി തുഴഞ്ഞുകൊണ്ട് നദിയുടെ ഒഴുക്കിൻ്റെ ദിശയിൽ തന്നെ ഞങ്ങൾ തുഴഞ്ഞ് ആയാസരഹിതമായ ഒരു യാത്ര നടത്തി. ഇപ്പോൾ ഞങ്ങൾ പോകുവാൻ പോകുന്നത് ആഫ്രിക്കൻ വനങ്ങൾക്കുള്ളിലൂടെയാണ്. ഏകാന്തമായ യാത്ര. പേരറിയാത്ത പല മരങ്ങളും വളർന്ന് നദിയിലേക്ക് അവയുടെ ശിഖരങ്ങൾ താഴ്ത്തി നിൽക്കുന്നു. അതിലെല്ലാം പല പല പ്രാണികളും പക്ഷികളും വന്നിരിക്കുകയും ചിലയ്ക്കുകയും ചെയ്യുന്നു. പിന്നെയും മുന്നോട്ടുള്ള യാത്രയിൽ പല പല കൗതുകങ്ങളായ കാഴ്ചകളും കാണുവാൻ ഞങ്ങളിടയായി. ആനകൾ അവയുടെ തലകുലുക്കി എന്ന ശബ്ദമുണ്ടാക്കി നദിയുടെ തീരങ്ങളിലേക്ക് വെള്ളം കുടിക്കുവാനും കുളിക്കുവാനും വരുന്ന കാഴ്ച പറഞ്ഞറിയിക്കുന്നതിലും വളരെ മനോഹരമാണത്. അവയുടെ തുമ്പികൈ കൊണ്ട് വെള്ളം കോരിയെടുക്കുകയും ചീറ്റുകയും ചെയ്യുന്നു. വലിയ ശബ്ദ കോലാഹലങ്ങൾ തന്നെയാണ് അവയവിടെ സൃഷ്ടിച്ചത്. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഞങ്ങളുടെ വഞ്ചി മുന്നിലേക്ക് നീങ്ങി. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ദാമിയുടെ ഒരു വേട്ടക്കഥയാണ്. കേണൽ ഇവിടേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 4-5 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുന്നേ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നത് ആഫ്രിക്കയിലെ ഈസ്റ്റ് ഇന്ത്യൻ ക്യാമ്പിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ഇവിടേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 3-4 മാസങ്ങളാകുന്നേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അദ്ദേഹം തികഞ്ഞ ഒരു നായാട്ട് പ്രേമിയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാനും അദ്ദേഹവും തമ്മിൽ ഇത്രയും പെട്ടെന്ന് അടുത്തത്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം നിരവധി ആനകളെയും സിംഹങ്ങളെയും കാണ്ടാമൃഗങ്ങളെയും അദ്ദേഹം നായാടിക്കൊണ്ടിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പേടി സ്വപ്നമായി ഇപ്പോഴും നിൽക്കുന്നത് അവിടുത്തെ ഹിപ്പോകളാണ്. അദ്ദേഹത്തിന് അന്നുണ്ടായ ഒരു ദുരനുഭവമാണ് ഇപ്പോഴും അദ്ദേഹത്തെ ആ പേടിപ്പിക്കുന്ന ഓർമ്മകൾ വേട്ടയാടുന്നത്. അദ്ദേഹത്തിന് തൻ്റെ ഒരു സുഹൃത്തിനെ നഷ്ടമാകുകയും ചെയ്തിരുന്നു. എങ്കിലും
ആ ഹിപ്പോയെ അദ്ദേഹം കൊന്നിരുന്നു. ബിഗ് 5 എന്ന ആഫ്രിക്കയിലെ വേട്ടക്കാരുടെ സ്വപ്നവും അദ്ദേഹം സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ആന, സിംഹം, കാട്ടുപോത്ത്, കാണ്ടാമൃഗം, പുലി എന്നിവയെ അദ്ദേഹം വേട്ടയാടി കൊന്നിട്ടുണ്ട് നിരവധി തവണ. പല സമയത്തും ഞങ്ങൾ ഒറ്റതിരിഞ്ഞോ അല്ലാതെയോ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വേട്ട അനുഭവങ്ങൾ ഞങ്ങളുമായി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും ഭയപ്പെടുത്തുന്നതുമായ 2 അനുഭവങ്ങളാണ് അദ്ദേഹം ഞങ്ങളോട് പിന്നീട് പറഞ്ഞത്. അതിലെ ഒന്ന്, അദ്ദേഹം ആഫ്രിക്കയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് ഒരു ഹിപ്പോ തങ്ങളെ ആക്രമിച്ച കഥയാണ്. മറ്റേത് ഒരു വേട്ടക്കഥയല്ല, എങ്കിലും രസകരമായ ഒരനുഭവമാണ്. ആ പ്രദേശത്ത് അന്നുണ്ടായിരുന്ന ഒപ്പിയം ഗ്യാങ്ങിനെ വിരട്ടി ഓടിച്ച ഒരു കാട്ടാനയുടെ കഥയാണ്. ലഹരിക്കടിമയായ കാട്ടാനയുടെ കഥ, കറുപ്പാനയുടെ കഥ. അത് തികച്ചും രസകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ 2 കഥകളാണ് ഞാൻ ഇന്ന് ഈ കഥയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ഈ കഥയിൽ, ഈ വേട്ടയാടലിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. കേണൽ എന്ത് കഥയാണോ എന്നോട് പറഞ്ഞത്, ആ കഥയാണ് ഞാൻ ഇനിയും നിങ്ങളോട് പറയുവാൻ പോകുന്നത്. എനിക്ക് തികച്ചും രസകരമായാണ് ഈ കഥ തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതും. കേണലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും വഞ്ചിയിൽ നദിയിലൂടെ പോകുന്ന കാര്യം ആയിരുന്നുവല്ലോ നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കിക്കൂട്ട് നമുക്കിനിയും മുന്നിലേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ കൂടെ വഞ്ചിയിൽ നമുക്കും തുഴയാം. അങ്ങനെ വഞ്ചിയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും തുഴഞ്ഞങ്ങനെ ആസ്വദിച്ചു പോകുകയായിരുന്നു. മുന്നിലേക്ക് വഞ്ചി അങ്ങനെ നദിയുടെ ഓളത്തിൽ തല്ലിയും തലോടിയും ആടിയും ഉലഞ്ഞും നീങ്ങുന്നത് അനായാസകരമായി അവർക്ക് തോന്നി. തുഴയേണ്ടതിൻ്റെ ആവശ്യകത ഒന്നും തന്നെ അവർക്കുണ്ടായിരുന്നില്ല തുടക്കത്തിൽ. എന്നാൽ പതിയെ പതിയെ ദുർഘടകരമായ പാതയിലേക്ക് ആ വഞ്ചി കടക്കുകയായിരുന്നു. കൂർത്ത കല്ലുകളിൽ പലപ്പോഴും വഞ്ചിയുടെ അടിഭാഗം വന്ന് അടിക്കുന്നത് അവർക്ക് നല്ല പോലെ അറിയുവാൻ സാധിച്ചു. അടിക്കുന്ന ഓരോ അടിയിലും വഞ്ചി ഉലയുന്നുണ്ടായിരുന്നു. അത് പലപ്പോഴും അദ്ദേഹത്തിന് ഭയമുളവാക്കി. നദിയുടെ ആഴം എത്രയാണെന്ന് പറയുവാൻ അവർക്കപ്പോൾ സാധിക്കുമായിരുന്നില്ല. എങ്കിലും നദിയുടെ തീരത്തേക്ക് അവർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണുകളെ പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ഭംഗി അവരെ ആവോളം ഭ്രമിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ ഭംഗിയിൽ അവർ അങ്ങനെ ലയിച്ചാണ് മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത്. കാട്ടാനകൾ, കാട്ടുമൃഗങ്ങൾ, മാനുകൾ, പലതരം മൃഗങ്ങൾ നദിയുടെ കരയിലേക്ക് വരുന്നതും വെള്ളം കുടിക്കുന്നതും അവർ കണ്ടു. മുതലകൾ നദിയുടെ തീരത്ത് കിടക്കുന്നതും അവർ കണ്ടു. എങ്കിലും ആഫ്രിക്കയിലെ ആ ഗോത്രവർഗക്കാരൻ പറഞ്ഞതുപോലെ അപകടകാരിയായ ഹിപ്പോകളെ അവർക്കപ്പോഴും കാണുവാൻ സാധിച്ചില്ല. അവരുടെ കണ്ണുകൾ അതിനെ മാത്രമായിരുന്നു തേടിയിരുന്നത്. എന്നാൽ വീണ്ടും വഞ്ചി മുന്നിലേക്ക് പോയപ്പോൾ മറ്റൊരു കാഴ്ച അവരുടെ കണ്ണിൽപ്പെട്ടു. അത് ഇങ്ങനെയായിരുന്നു. 2 കാട്ടാനകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന കാഴ്ചയായിരുന്നു. ശക്തമായ ഇടിയുടെ ശബ്ദവും ചിഹ്നം വിളികളും പോർവിളികളും വല്ലാതെ അവരെ ആകർഷിച്ചു. ആ കാഴ്ചകളും കണ്ട് ആ കാഴ്ച അവരുടെ കൺമുന്നിൽ നിന്നും മറയുന്നതുവരെ അവരത് നോക്കി നിന്നു. അങ്ങനെ വീണ്ടും ആ വഞ്ചി പതിയെ പതിയെ മുന്നിലേക്ക് നീങ്ങി. പെട്ടെന്ന് ഒരു കല്ലിൽ അവരുടെ വഞ്ചിയുടെ മുൻഭാഗം വന്നിടിച്ചു. വഞ്ചി ഒന്ന് ആടി ഉലഞ്ഞു. പിന്നീട് മറുഭാഗത്തേക്ക് ഒന്ന് ചരിഞ്ഞ് പിന്നെയും വഞ്ചി അതിൻ്റെ പൂർവിക സ്ഥാനത്തിലേക്ക് മാറി വീണ്ടും ഒഴുക്ക് തുടർന്നു. വഞ്ചിയുടെ മുൻഭാഗം അല്പം പൊട്ടിയതായി അവർ കണ്ടു. എന്നാൽ അതിലൂടെ വെള്ളം ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. കേണൽ തൻ്റെ സുഹൃത്തിനെ ഒന്ന് നോക്കി. ശ്രദ്ധിച്ച് നോക്കി മുന്നിലേക്ക് പോകാൻ അദ്ദേഹം പറഞ്ഞു. അവനാണല്ലോ മുന്നിലിരിക്കുന്നത്. വീണ്ടും അല്പദൂരം കൂടെ വളഞ്ഞു പുളഞ്ഞ് ആ നദിയിലൂടെ മുന്നിലേക്ക് പോയപ്പോൾ ഗോത്രവർഗക്കാർ പറഞ്ഞ ആ ജീവിയെ അവർ കണ്ടു. എന്നാൽ ഒരു കൂട്ടം ഹിപ്പോകൾ കരയിൽ നിൽക്കുകയാണ്. അവ പരസ്പരം വാ തുറന്നുകൊണ്ട് നിൽക്കുകയാണ്. 4 തീറ്റ പോലെയുള്ള പല്ലുകൾ അവർക്ക് വ്യക്തമായി തന്നെ അവയുടെ വായിൽ കാണുവാൻ സാധിച്ചു. 2 ഹിപ്പോകൾ തമ്മിൽ അവിടെ വഴക്ക് കൂടുകയാണ്. വാ തുറന്ന് പരസ്പരം കടിക്കുന്നതും ഇടിക്കുന്നതുമെല്ലാം അവർ കണ്ടു. പിന്നീട് വഞ്ചി മുന്നിലേക്ക് പോയപ്പോൾ അവരുടെ തുഴ പൊങ്ങി അടിച്ചത് 2 കണ്ണുകൾക്ക് മീതെയായിരുന്നു. അത് വേറെയൊന്നുമായിരുന്നില്ല. ഹിപ്പോകൾ ഇപ്പോൾ നദിയിലേക്ക് ഇറങ്ങിക്കിടക്കുകയാണ്. അവയുടെ മുകളിലൂടെയാണ് ഇപ്പോൾ വഞ്ചി നീങ്ങുന്നത്. വേഗം തന്നെ 2 കണ്ണുകൾ അവരുടെ വഞ്ചിയുടെ പിന്നാലെ പിന്തുടർന്ന് വരുന്നത് അവർ കണ്ടു. അവർ ആകെ പരിഭ്രാന്തരായി. അത് ഏറെ ദൂരം അവരെ പിന്തുടർന്നു. പിന്നീട് അതിന്റെ തുടർച്ച അവസാനിപ്പിച്ച് പതിയെ പിന്തിരിഞ്ഞു പോകുന്നതും അവർ കണ്ടു. ശാന്തമായ ഹിപ്പോകൾ. ഇവയെയാണോ അവർ പേടിപ്പെടുത്തുന്ന ഒരു ജന്തുവായി ചിത്രീകരിച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും ആ വഞ്ചിയിൽ ഞങ്ങൾ മുന്നിലേക്ക് തുഴഞ്ഞുപോയി. അങ്ങനെ അശ്രദ്ധമായ ഒരു തുഴച്ചിൽ. വഞ്ചിയുടെ അടി വന്ന് അയാൾ പ്രവചിച്ചതുപോലെ തന്നെ ഒരു കല്ലിൽ അടിച്ചു. അടിയിൽ വഞ്ചിയുടെ അടിഭാഗം തകരുകയും അതിലൂടെ വെള്ളം കയറുവാൻ തുടങ്ങുകയും ചെയ്തു.
അടിഭാഗം തട്ടി വെള്ളം അകത്തേക്ക് ഊറിയിറങ്ങിയപ്പോഴാണ് മറ്റൊരു കാഴ്ച ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്ക് തൊട്ടരികിലായി 2 കണ്ണുകൾ. പതുക്കെ അത് ഞങ്ങൾക്കരികിലേക്ക് അടുത്തു വരികയാണ്. വെള്ളത്തിലൂടെ അവന് വേഗത വളരെ കൂടുതലാണ്. ഭയവും പേടിയും ഞങ്ങളെ അപ്പോഴേക്കും പിടികൂടി കഴിഞ്ഞിരുന്നു. താന്നുകൊണ്ടിരിക്കുന്ന വഞ്ചിയിൽ നിന്നും വളരെ വേഗം ഞങ്ങൾ പുഴയിലേക്ക് എടുത്തു ചാടുകയും ഒഴുക്കിന് നേരെ നീന്തി ഞങ്ങൾ കരയിലേക്ക് വളരെ വേഗം കയറുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങളെക്കാ വേഗം ഞങ്ങൾക്കരികിലേക്ക് നീന്തിയെത്തിയ ആ ഹിപ്പോ എൻ്റെ സുഹൃത്തിൻ്റെ കാലിൽ പിടിക്കുകയും അവനെ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുകയും ചെയ്തു. എങ്ങനെയൊക്കെയോ അവൻ പിടഞ്ഞും ഞെട്ടിയും കുതിരയുമെല്ലാം വെള്ളത്തിന് മുകളിലേക്ക് ഊളിയിട്ടു വന്നു. അപ്പോഴേക്കും ഞാൻ കരയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവൻ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അലറി വിളിച്ചുകൊണ്ട് പതിയെ കരയിലേക്ക് എനിക്കരികിലേക്ക് നീന്തി അടുത്തതും വീണ്ടും ആ ഹിപ്പോയുടെ വാ തുറക്കുകയും അവന് മേൽ കടിമുറുക്കുകയും വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുകയും ചെയ്തു. പിന്നീട് അവിടെ ഉയർന്നു വന്നത് വലിയ ഓളങ്ങളും രക്തം കുമിളുകുമിളയായി മുകളിലേക്ക് ഉയർന്നു വന്നതുമാണ്. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ശരീരം മുകളിലേക്ക് പൊന്തി വന്നു. ശരീരം കടിച്ചെടുത്തുകൊണ്ട് എനിക്കരികിലേക്ക് അവനും നീന്തിയെത്തി. ജീവനറ്റ ചോരയൊലിക്കുന്ന ശരീരം കരയിലേക്ക് ഇട്ടതും അവൻ എനിക്ക് നേരെ ചാർജ് ചെയ്തു വന്നു. അവൻ്റെ വാ പുളക്കെ തുറന്നുകൊണ്ടാണ് എനിക്ക് നേരെ അവൻ ഓടിയെടുത്തത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വനത്തിനുള്ളിലേക്ക് ഓടിയകന്നു. വെള്ളത്തിലുള്ള ഒരു വേഗത അവന് കരയിൽ കൈവരിക്കുവാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിൽ ഞാൻ അഭയം പ്രാപിച്ചു. ഞങ്ങളുടെ തകർന്ന വഞ്ചി അല്പദൂരം കൂടി മുന്നിലേക്കൊഴുകി അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പാറയിൽ തട്ടി ഉടക്കി കടന്നു. വലിയ ഭാരമൊന്നുമില്ലാത്തത് കൊണ്ടായിരിക്കാം അത് വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകാഞ്ഞത്. എങ്കിലും ഭാഗികമായി അത് മുങ്ങിയ അവസ്ഥയിലാണ്. അതിനിയും ഉപയോഗിക്കുവാൻ കഴിയില്ല. അത് ആ പാറയിൽ അങ്ങനെ തട്ടി ഉടക്കി കിടന്നു. എന്നെ ആക്രമിക്കുവാൻ വേണ്ടി എനിക്ക് പിന്നാലെ ഓടിയെടുത്ത ഹിപ്പോ അവിടെ മുഴുവൻ കറങ്ങി നടന്നതിന് ശേഷം അവൻ തിരികെ നദിയിലേക്ക് ഇറങ്ങുകയും പോകുകയും ചെയ്തു. അവനൊരു മാംസഭോജി അല്ലാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ സുഹൃത്തിൻ്റെ ശരീരം അവൻ ആഹരിക്കാഞ്ഞത്. എങ്കിലും ആഴത്തിലേറ്റ മുറിവുകൾ അവൻ്റെ ശരീരത്തിൽ ധാരാളം വ്രണങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരുപക്ഷെ ആ ഹിപ്പോയുടെ കൂർത്ത പല്ലുകൾ അവൻ്റെ ശരീരത്തിൽ ആഴത്തിൽ ഇറങ്ങിക്കാണണം. അതിനു പുറമെ അവൻ്റെ ഒരു കൈ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ തമ്മിലുള്ള പോരാട്ടത്തിൽ എപ്പോഴോ അവൻ്റെ ആ കൈ നഷ്ടമായതായിരിക്കണം. ഞങ്ങൾ കൊണ്ടുവന്ന 2 റൈഫിലുകളും വഞ്ചിയിലായിരുന്നു. വഞ്ചി പാറമേൽ ഇടിച്ചതും ഹിപ്പോ ഞങ്ങളെ പിന്തുടർന്നതും ഞങ്ങളിൽ ഭയമുണർത്തിയിരുന്നുവല്ലോ. ആ ഭയം ആ റൈഫിലുകൾ ആ വഞ്ചിയിൽ നിന്നും എടുക്കുവാൻ എനിക്ക് സാധിച്ചതുമില്ല. ഞാനിപ്പോൾ ഇരിക്കുന്ന മരത്തിൽ നിന്നും ഏകദേശം 100 യാർഡുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ നദിയുടെ തീരത്തേക്ക് എത്തുവാൻ സാധിക്കും. ആ നദിയുടെ തീരത്തു നിന്നും വീണ്ടും മുന്നിലേക്ക്, അതായത് ഒഴുക്കിന് നേരെ 30-40 മീറ്റർ കൂടി നടന്നാൽ പാറക്കല്ലിൽ തട്ടി ഉടക്കിക്കിടക്കുന്ന ആ വഞ്ചിയുടെ അരികിലേക്ക് എത്താം. ആ വഞ്ചിയിൽ ഞങ്ങൾ സുരക്ഷിതമായി വെച്ചിരിക്കുന്ന റൈഫിൽ അവിടെ നിന്ന് എടുക്കുവാനും സാധിക്കും. പക്ഷേ റൈഫിൽ അവിടെ തന്നെ ഉണ്ടോ അതോ പുഴയിലേക്ക് വീണു പോയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കുറച്ച് സമയം ഞാൻ അവിടെ ഇരുന്നു. ഇനിയും ഈ മരത്തിൽ അഭയം പ്രാപിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല. കാരണം വനമാണ്. പല ജന്തുക്കളും ഈ വനത്തിലുണ്ട്. ഒരു റൈഫിലിൻ്റെ തുണ കൂടി ഉണ്ടെങ്കിൽ വളരെ സുരക്ഷിതമായി തന്നെ ഈ മരത്തിൽ ഇരിക്കുവാൻ സാധിക്കും. അല്പസമയം കഴിഞ്ഞ് ഞാൻ പതിയെ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. അവിടെ നിന്നും കുറച്ച് യാർഡുകൾ മാത്രം അകലെയുള്ള പുഴയുടെ തീരത്തേക്കും അവിടെ നിന്നും തകർന്ന് ഉടക്കിക്കിടക്കുന്ന വഞ്ചിയുടെ അരികിലേക്കും ഞാൻ നടന്നു ചെന്നു. ഭാഗികമായി തകർന്നു കിടന്ന ആ വഞ്ചിയിൽ നിന്നും എൻ്റെ റൈഫിൽ ഞാൻ വീണ്ടെടുത്തു. വഞ്ചിയിൽ ഒരു റൈഫിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വഞ്ചിയിൽ 2 റൈഫിലുകളുമായി ഞങ്ങൾ കയറിയതായിരുന്നല്ലോ. ഒരു റൈഫിൽ പുഴയിലേക്ക് വീണു പോയി കഴിഞ്ഞിരുന്നു. എൻ്റെ റൈഫിൽ എടുത്തുകൊണ്ട് ഞാൻ പതിയെ തിരികെ നടന്നു. ഏതെങ്കിലും വലിയൊരു മരത്തിന് മുകളിൽ അഭയം പ്രാപിക്കുവാനായിരുന്നു ഞാൻ തീരുമാനം എടുത്തിരുന്നത്. അങ്ങനെ ഞാൻ പതിയെ ഒരു വലിയ മരത്തിന് അരികിലേക്ക് പോകുകയും ആ മരത്തിന് മുകളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. റൈഫിലിൽ വെള്ളം കയറിയതുകൊണ്ട് ആ റൈഫിൽ ഞാനൊന്ന് ഡിസ്മാൻഡിൽ ചെയ്തു. വളരെ ശക്തമായി കുടയുകയും ഊതുകയും എല്ലാം ചെയ്തു. ഇപ്പോൾ ഞാനിരിക്കുന്നത് നദിയുടെ തീരത്തു നിന്നും അല്പം മാറിയുള്ള വലിയൊരു മരത്തിലാണ്. അങ്ങനെ കുറേ സമയം ഞാൻ ആ മരത്തിൽ അങ്ങനെ അഭയം പ്രാപിച്ചിരുന്നു. അവിടെ അകലെയായി എൻ്റെ സുഹൃത്തിൻ്റെ ശരീരം കിടക്കുന്നത് കാണുവാൻ സാധിച്ചു. അതിൽ നിന്നും പതിയെ രക്തം ഒലിച്ചിറങ്ങി അവിടെ മാകെ ചുവന്നു കഴിഞ്ഞിരുന്നു. സൂര്യൻ ഇപ്പോൾ ഏകദേശം എൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നും മാറി പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ സൂര്യൻ ഇപ്പോൾ അസ്തമിക്കുവാൻ പോകുകയാണ്. ഞങ്ങൾ അവരോട് പറഞ്ഞത് പ്രകാരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ മടങ്ങിയെത്താമെന്നായിരുന്നുവല്ലോ.
ഇനിയും അതിനൊരിക്കലും സാധിക്കില്ല എന്ന കാര്യം എനിക്കറിയാമായിരുന്നു. അറിയാത്ത പാതയിലൂടെ, അറിയാത്ത വഴിയിലൂടെ, വനത്തിലൂടെ ക്യാമ്പിന് ലക്ഷ്യമാക്കി പോകുന്നത് അബദ്ധമാണെന്ന് എനിക്കറിയാം. വൈകുന്നേരം ഞങ്ങൾ മടങ്ങി ക്യാമ്പിലെത്തിയില്ല എങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ തിരക്കിയ ആളുകൾ ഇവിടേക്ക് എത്തുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുവരെ ഈ മരത്തിൽ കഴിച്ചുകൂട്ടാമെന്ന് ഞാൻ തീരുമാനമെടുത്തു. എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും ഞാനിരുന്ന മരത്തിന് അരികിലൂടെ കടന്നു പോകുന്ന നദിയിലേക്ക് അശ്രദ്ധമായി നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് ഒരിടത്തുടക്കി. ഏത് ജീവിയാണോ ഞങ്ങളുടെ വഞ്ചിക്ക് പിന്നാലെ ഞങ്ങളെ പിന്തുടർന്നു വന്നത്, അതേപോലുള്ള 2 കണ്ണുകളും ഒരു വലിയ ശരീരവും വെള്ളത്തിനടിയിലൂടെ നീന്തിപ്പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ സുഹൃത്തിനെ കൊന്നതിൻ്റെ കലിയായിരിക്കാം, അല്ലെങ്കിൽ വൈരാഗ്യമായിരിക്കാം അപ്പോൾ എന്നിൽ പ്രവർത്തിച്ചത്. ഞാൻ എൻ്റെ റൈഫിൽ എടുക്കുകയും സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്യുകയും മരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് മരത്തിൻ്റെ ഒരു ശിഖരത്തിലേക്ക് തോക്കിൻ്റെ കുഴൽ താങ്ങി വെച്ചുകൊണ്ട് വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന 2 കണ്ണുകൾക്കും ചെവികൾക്കും മധ്യത്തേക്ക് ഞാൻ എൻ്റെ കുഴൽ ചൂണ്ടി ലക്ഷ്യം വെച്ചു. പിന്നെ ഒന്നിനും വേണ്ടി കാത്തു നിന്നില്ല. ഞാൻ എൻ്റെ കാഞ്ചി വലിച്ചു. ഉഗ്രമായ സ്ഫോടനത്തോടെ അത് തോക്കിൻ്റെ കുഴലിൽ നിന്നും പുകയും തീപ്പൊരിയും തെറിപ്പിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് വന്നു തറച്ചു. നദിയിലത് സൃഷ്ടിച്ചത് വലിയൊരു കോളിളക്കമായിരുന്നു. കുത്തിമറിയുകയും വലിയ തിരമാലകൾ കരയിലേക്ക് വന്നടിക്കുകയും ചെയ്തു. തിര കൃത്യം ലക്ഷ്യം ഭേദിച്ചുവെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കാരണം വെള്ളത്തിനടിയിൽ നിന്നും രക്തം മുകളിലേക്ക് കുമളയായി ജലപ്പരപ്പിന് മുകളിലേക്ക് വന്ന് പടരുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. അല്പസമയത്തിന് ശേഷം എല്ലാ അനക്കങ്ങളും നിലച്ചിരുന്നു. നദിയിലെ ഒഴുക്കിൽ ഒരു വലിയൊരു ശരീരം ഒഴുകി എങ്ങോട്ടോ പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ മരത്തിലിരുന്നു കൊണ്ട് അന്നത്തെ ദിവസം നിറയൊഴിച്ചു കൊന്നത് ഒരു ഹിപ്പോവിനെ മാത്രമായിരുന്നില്ല. വൈകുന്നേരമായപ്പോൾ അവിടേക്കെത്തിയ ഏകദേശം 4-5 ഹിപ്പോകളെ ഞാൻ അന്നത്തെ ദിവസം എൻ്റെ പ്രതികാരത്തിന് ഇരയാക്കി മാറ്റി. രാത്രി ഞാൻ ആ മരത്തിൽ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം ഏകദേശം ഉച്ചയായപ്പോഴേക്കും എന്നെ തിരക്കിയുള്ള ഒരു സംഘം 3-4 വഞ്ചികളിലായി അവിടേക്കെത്തി. വഞ്ചികൾ കണ്ടതും ഞാൻ മരത്തിന് മുകളിൽ നിന്നും എൻ്റെ തോക്ക് മുകളിലേക്ക് ഉയർത്തി നിറയൊഴിക്കുകയും അലറുകയും വിളിക്കുകയും ചെയ്തു. വെടിയുടെ ശബ്ദവും അലർച്ചയും നിലവിളിയും കേട്ട വഞ്ചികൾ എനിക്കരികിലുള്ള തീരത്തേക്ക് അടുപ്പിക്കുകയും എൻ്റെ മരത്തിനരികിലേക്ക് അവർ എത്തുകയും ചെയ്തു. എൻ്റെ ക്യാമ്പിലുണ്ടായിരുന്ന 2-3 ഉദ്യോഗസ്ഥരും അതുപോലെ 3-4 ഗോത്രവർഗ്ഗക്കാരുമായിരുന്നു ആ വഞ്ചിയിലുണ്ടായിരുന്നത്. എന്നെ അവർ വളരെ പ്രയാസപ്പെട്ട് താഴേക്ക് ഇറക്കുകയും അല്പസമയം ഞാൻ മരത്തിന് താഴെ കാല് നീട്ടി നിവൃത്തിയിരിക്കുകയും ചെയ്തു. മണിക്കൂറുകൾ കൊണ്ട് മരത്തിൽ വളഞ്ഞിരുന്നത് കൊണ്ടായിരിക്കാം ശരീരമാകെ നല്ല വേദനയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ പതിയെ ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് മരിച്ചു കിടന്നിരുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ശരീരത്തിനരികിലേക്ക് എത്തി. വളരെ ദാരുണമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. കൂടെയുണ്ടായിരുന്ന ആളുകളും മറ്റും അയാളുടെ ശരീരമെടുത്ത് വഞ്ചിയിലിട്ടു. അതിനുശേഷം ഒഴുക്കിനെതിരായി തുഴഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പിലേക്ക് ആ ശരീരം കൊണ്ടുപോയി. ഇന്നും അതോർക്കുമ്പോൾ വലിയൊരു ഭയമാണ് എൻ്റെ ഉള്ളിലേക്ക് തുളച്ചു കയറി വരുന്നത്. ഒരു നിമിഷം ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നിൽ നീന്തി വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ കഥ പറയുവാൻ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകുമായിരുന്നില്ല. എന്തിനേറെ പറയണം, ഈ ക്യാമ്പിലേക്ക് തന്നെ വരുമോ എന്ന് പോലും പറയുവാനും അപ്പോൾ പറ്റില്ലായിരുന്നു. പിന്നീടുള്ള മാസങ്ങളിൽ ഞാനും സംഘവും അവിടെ നടത്തിയത് വൻ ഹിപ്പോ വേട്ട തന്നെയായിരുന്നു. കണ്ണിൽ കണ്ട ഹിപ്പോകളെയെല്ലാം ഞാൻ അനാവശ്യമായി വെടിവെച്ച് മുറിവേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യും. അത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു ക്യാമ്പുകളിൽ സൃഷ്ടിച്ചത്. അങ്ങനെ മുകളിലുള്ള ഉദ്യോഗസ്ഥർ പല പ്രാവശ്യവും എൻ്റെ ഇങ്ങനെയുള്ള പ്രവൃത്തിയിൽ അവരുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തി. പറ്റേണ്ടത് പറ്റിപ്പോയില്ലേ, ഇനിയും എന്തിനാണ് നിങ്ങൾക്ക് ആ മൃഗത്തോട് ഇത്രയും വൈരാഗ്യം? അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഗോത്രവർഗ്ഗക്കാർ അതിനെ വംശത്തെ തന്നെ നശിപ്പിക്കേണ്ടതല്ലേ? എത്രയോ കാലമായി ആഫ്രിക്കയിലുള്ള ജനങ്ങളെ ഹിപ്പോകൾ ആക്രമിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഉദ്യോഗസ്ഥരും എൻ്റെ സഹപ്രവർത്തകരും എന്നോട് പറഞ്ഞു, എന്നെ ആശ്വസിപ്പിച്ചു. എങ്കിലും ആ ജീവിയോടുള്ള എൻ്റെ പക അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം ഞാനുമായി പങ്കുവെച്ചത് മറ്റൊരു കഥയാണ്, ഒരു ആനയുടെ കഥ. അത് തികച്ചും കൗതുകമുണർത്തുന്ന ഒരു കഥയാണ്. അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ആഫ്രിക്കക്കാരുടെ ഇടയിൽ ഒപ്പിയത്തിൻ്റെ ഉപയോഗം ധാരാളമായി ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി അവിടെ ഒരു കൊള്ളസംഘവും രൂപപ്പെട്ടിരുന്നു. കാട്ടിൽ നിന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു മയക്കുമരുന്ന് സംഘം എന്ന് തന്നെ വേണം പറയുവാൻ. അന്ന് അവിടെ പ്രചാരത്തിലുണ്ടായിരുന്നത് നമ്മൾ കറുപ്പെന്ന് പറയുന്ന ഒപ്പിയമായിരുന്നു. ഒപ്പിയത്തിൻ്റെ കൃഷിയും കച്ചവടവും എല്ലാം ധാരാളമായി അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ വനം കേന്ദ്രീകരിച്ചായിരുന്നു ആ വലിയ കൊള്ളസംഘം തങ്ങളുടെ കച്ചവടവും മറ്റു കാര്യങ്ങളും
നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ തന്നെ അവർ ഒപ്പിയം കൃഷി ചെയ്യുവാനും നോക്കിയിരുന്നു. അവർ പറയുന്നത് പ്രകാരം വനത്തിൽ നിന്നും ഒരു വലിയൊരു ആന തങ്ങൾ കൃഷി ചെയ്ത സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒപ്പിയം ശേഖരിച്ചു വെച്ചിരുന്ന സ്ഥലത്തേക്കോ കയറി വരികയും അത് മുഴുവൻ ആഹാരമാക്കുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു എന്നാണ്. അന്നവർ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒപ്പിയവും മറ്റും ശേഖരിച്ചു വെച്ചിരുന്ന സ്റ്റോറിനെ ആക്രമിക്കുകയും അവിടെ കാവൽ നിന്ന 2 ആഫ്രിക്കക്കാരെ അവൻ കൊന്നുകളയുകയും ചെയ്തു. മൂന്നാമതായി അവിടെ ഉണ്ടായിരുന്ന ഒരു ആഫ്രിക്കക്കാരൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാവലും മറ്റും നിൽക്കുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗ വിഭാഗത്തിലെ ആളുകളെ ആയിരുന്നു അവിടുത്തെ കൊള്ളക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത്. അങ്ങനെ അവിടെ കാവൽ നിന്നവരിൽ നിന്നും ഒരാൾ ഓടി രക്ഷപ്പെടുകയും അവിടെ നടന്ന ആ ദാരുണമായ സംഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയുമായിരുന്നു ചെയ്തത്. അവൻ പറയുന്നത് പ്രകാരം വനത്തിൽ നിന്നും ഒരു കാട്ടാന അവിടേക്ക് വരികയും അവർ ശേഖരിച്ചു വെച്ചിരുന്ന ഉപ്പിയം ആഹാരമാക്കുകയും തലയ്ക്ക് മത്ത് പിടിച്ച ആന ഭ്രാന്ത് പിടിച്ചതുപോലെ അവിടെ ഓരോന്ന് കാട്ടിക്കൂട്ടുകയുമായിരുന്നു ചെയ്തത്. അവിടെ തുടർച്ചയായ ആക്രമണം അഴിച്ചുവിട്ട ആനയെ അവിടെ നിന്നും വിരട്ടി ഓടിക്കുവാൻ വേണ്ടി കാവൽ നിന്ന 2 പേർ അവിടേക്ക് എത്തുകയായിരുന്നു. അവരവിടേക്ക് എത്തിയതും ആന അവർക്ക് നേരെ തിരിയുകയും അവരിൽ ഒരാളെ വാരിയെടുത്ത് പലകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ പെട്ടിയുടെ മുകളിൽ അടിക്കുകയും ചവിട്ടി അരിക്കുകയും ചെയ്തു. മറ്റേയാളെ ചുരുട്ടിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അയാൾ ചെന്നടിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിലായിരുന്നു. ഇത്രയും കാര്യങ്ങൾ കണ്ടതും മൂന്നാമത്തെയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് അവിടെ നടന്നത് ആന അവിടെ മൊത്തവും നടക്കുകയും എല്ലാം വലിച്ചു വാരിയിട്ട് നശിപ്പിക്കുകയുമായിരുന്നു. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഒപ്പിയത്തിൻ്റെ രുചി ലഹരി മനസ്സിലാക്കിയ കാട്ടാന വീണ്ടും വീണ്ടും ഒപ്പിയം ശേഖരണം ഉള്ളിടത്തേക്ക് വരികയും ആക്രമണങ്ങൾ വീണ്ടും വീണ്ടും തുടർച്ചയായ രീതിയിൽ അഴിച്ചുവിടുകയുമായിരുന്നു ചെയ്തത്. നിരവധി പേരാണ് ലഹരിക്ക് അടിമയായ ഈ കാട്ടാനയുടെ കയ്യിൽ അകപ്പെട്ട് മരിച്ചത്. ഒരിക്കൽ വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന മയക്കുമരുന്ന് സംഘത്തിന് നേരെയും ഈ ആനയുടെ ആക്രമണമുണ്ടായി. ചരക്ക് നീക്കം ആവശ്യങ്ങളുമായി ഒപ്പിയവുമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ സംഘത്തിന് നേരെയായിരുന്നു വനമിറങ്ങി വന്ന ആന ആക്രമണം അഴിച്ചുവിട്ടത്. വനപാതയിലൂടെ അവർ ഒപ്പിയവുമായി മറ്റ് ഗ്രാമങ്ങളിലേക്ക് വിതരണ ആവശ്യവുമായി സഞ്ചരിക്കുകയായിരുന്നു. ഒപ്പിയത്തിൻ്റെ മണമടിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വന്ന ഈ ആന വണ്ടി തടഞ്ഞു നിർത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. സംഘത്തിലപ്പോൾ ഉണ്ടായിരുന്നത് 4 പേരായിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ ആനയുടെ ആക്രമണത്തിൽ അവരുടെ കൈവശം ഉണ്ടായിരുന്ന റൈഫിലുകൾ എടുത്ത് അതിനു നേരെ പ്രയോഗിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരവിടെ നിന്നും ഇറങ്ങി എവിടേക്കെന്നില്ലാതെ ഓടി അകന്ന് രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. വണ്ടിയും മറ്റ് സാധനങ്ങളും ആന നിശേഷം തകർക്കുകയും ഒപ്പിയം ആഹരിച്ചുകൊണ്ട് വനത്തിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു. അങ്ങനെ ഈ ആനയുടെ ശല്യം തുടർച്ചയായി അവിടെ ഉണ്ടായതും ഒപ്പിയം കഴിച്ചുകൊണ്ട് ആന ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുകയും ഭ്രാന്ത് പിടിച്ചതുപോലെ അവിടുത്തെ ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്തു. അവിടുത്തെ ഗ്രാമീണർ തനതായ രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കൃഷിയിടങ്ങളും മറ്റു മൃഗങ്ങളെയും ഈ ആന വല്ലാതെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഗ്രാമത്തിലുള്ളവർ ഞങ്ങളുടെ സഹായം തേടി. അങ്ങനെ ഞാനും ഒരു ചെറു സംഘവും ഈ ആനയെ തിരക്കിയിറങ്ങി. ഞങ്ങൾ മാത്രമായിരുന്നില്ല അവനെ ഒതുക്കുവാൻ ഇറങ്ങിയിരുന്നത്. മറുവശത്ത് മയക്കുമരുന്ന് സംഘവും ഇവന്റെ ശല്യത്തിൽ വല്ലാതെ പൊറുതിമുട്ടിയിരുന്നു. വനത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒപ്പിയം കൃഷിയോ അല്ലെങ്കിൽ ഒപ്പിയം ശേഖരണവും ഉണ്ടെങ്കിൽ മണം പിടിച്ച് ആന അവിടേക്ക് എത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യും. ഇതിനെല്ലാം അന്ത്യമുണ്ടാക്കുവാൻ ഈ ആനയെ പിടിക്കുവാൻ വേണ്ടി ആ സംഘവും ഇറങ്ങിയിരുന്നു. ആഫ്രിക്കയിൽ ഇങ്ങനെ നടക്കുന്ന ഒപ്പിയം കൃഷിക്ക് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഭാഗ്യമായ രീതിയിൽ അനുവാദം നൽകിയിരുന്നു. കാരണം അതിൽ നിന്നും കിട്ടുന്ന നല്ലൊരു ശതമാനം ഇവർക്ക് കപ്പമായോ വരുമാനമായോ ഈ കൊള്ള സംഘങ്ങൾ കൊടുത്തിരുന്നു. എന്തായാലും ഗ്രാമീണരെ ശല്യം ചെയ്ത കാട്ടാനയെ തുരത്തുവാൻ വേണ്ടി ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒപ്പിയത്തിൻ്റെ മണം പിടിച്ച് ആ കാട്ടാന മറ്റൊരു കൊള്ളസംഘം തേടി യാത്ര തുടങ്ങിയിരുന്നു. മയക്കുമരുന്ന് സംഘത്തിൻ്റെ ഒരു കെണിയായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെയാണ് ആ കാട്ടാന അവിടേക്ക് എത്തിയത്. ഗ്രാമത്തിൽ നിന്നും മാറി വനത്തോട് ചേർന്ന് ചെറിയൊരു കുടിൽ അവർ സൃഷ്ടിച്ചിരുന്നു. അതിൽ ഒപ്പിയത്തിൻ്റെ ഒരു ചെറിയ ശേഖരണം ആനയെ ആകർഷിക്കുവാൻ വേണ്ടി അവർ അവിടെ ശേഖരിച്ചു വെച്ചിരുന്നു. അവിടെ നിന്നും കുറച്ചു ദൂരം മാറി അവർ അവന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ അവരുടെ കാത്തിരിപ്പിന് അവസാനം ഇട്ടുകൊണ്ട് ആ ആന അവിടേക്ക് കടന്നു വരികയും അവർ വെച്ചിരുന്ന ആ ചെറിയ കുടിൽ തകർത്ത് അതിനുള്ളിലേക്ക് കയറുകയും ഒപ്പിയം അത് എടുക്കുകയും ചെയ്ത സമയം അതിനരികിൽ മറഞ്ഞിരുന്ന മയക്കുമരുന്ന് സംഘം അവരുടെ കൈവശം ഉണ്ടായിരുന്ന റൈഫിലുകൾ കൊണ്ട് ആനയെ തുടരെ വെടിവെച്ചു. എന്നാൽ മയക്കുമരുന്ന് ലഹരിയിൽ ആണ്ടുപോയ ആന അവർക്ക് നേരെയും ആക്രമണം അഴിച്ചുവിട്ടു. തിരകൾ അതിൻ്റെ കാലുകളിലും പുറത്തുമെല്ലാം തറച്ചു കയറി. എന്നാൽ ഇതൊന്നും ആനയെ വീഴ്ത്താൻ പോകുന്നതായിരുന്നില്ല. വെടിവെച്ചവരിൽ 2 പേരെ ആന കുത്തിമലത്തി. അതിനുശേഷം അവിടെ നിന്ന് മൂടി വനത്തിലേക്ക് പോയി. ഞങ്ങൾ വെടിയുടെ ഒച്ചയും മറ്റും കേട്ടുകൊണ്ടാണ് ആ സ്ഥലത്തേക്ക് എത്തുന്നത്.
അപ്പോഴാണ് സംഭവങ്ങൾ വളരെ വിശദമായി ഞങ്ങൾ അറിയുന്നത്. ചോരപ്പാടുകളെയും ആനയുടെ ട്രാക്കും പിന്തുടർന്നുകൊണ്ട് അവനെ പിന്തുടർന്ന് ഞങ്ങളും അവരുമായി വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ കുറച്ചു ദൂരം ഞങ്ങൾ നടന്നു ചെന്നപ്പോൾ തികച്ചും അവശനായി ഒരു മരത്തിന്റെ ചുവട്ടിൽ അഭയം പ്രാപിച്ചു നിൽക്കുന്ന ആനയെ ഞങ്ങൾ കണ്ടു. തികച്ചും അവശനായി ഒരു മരത്തിന്റെ തണലിൽ അവൻ കിടക്കുകയാണ്. അവന്റെ ജീവൻ നഷ്ടമായില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പതിയെ ആനയുടെ അരികിലേക്ക് നടന്നു. അതിനുശേഷം അവന്റെ തലയുടെ പിന്നിൽ നിന്നും തലച്ചോറിലേക്ക് തിര തറച്ചു കയറുന്ന രീതിയിൽ ഞാൻ എൻ്റെ തോക്കിന്റെ കുഴൽ ചൂണ്ടി നിറയൊഴിച്ചു. ആനയൊന്ന് പിടയ്ക്ക് പോലും ചെയ്യാതെ മരണത്തിന് കീഴ്പ്പെട്ടു. ഒപ്യത്തിന് അടിമപ്പെട്ട ആന ലഹരിയിൽ മത്തുപിടിച്ച് അവിടെ അവശനായി കിടക്കുകയായിരുന്നു. തിര അവന്റെ തലയുടെ പുറകിലൂടെ അവന്റെ തലച്ചോറിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. ഒരു നിമിഷം പോലും അവൻ വേദന അറിഞ്ഞു കാണില്ല. ഒന്ന് പിടയ്ക്കുക പോലും ചെയ്യാതെ അവൻ ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞ് ദൂരേക്ക് പോയി. സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ആനയെ കൊല്ലുവാനുള്ള തീരുമാനത്തിലെത്തിയത്. അല്ലാതെ മയക്കുമരുന്ന് സംഘത്തെ ആക്രമിച്ചതുകൊണ്ടല്ല. അവരെ മാത്രമായിരുന്നു അവൻ ലക്ഷ്യം വെച്ചതെങ്കിൽ ഞാൻ ഒരിക്കലും ഇവനെ കൊല്ലുമായിരുന്നില്ല. വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം ഈ കഥ എന്നോട് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം അദ്ദേഹം എന്നോട് ചോദിച്ചു, നമുക്കൊരുമിച്ച് ബാർഡിയർ വനത്തിലേക്ക് ഒരു നായാട്ടിന് പോയാലോ? കടുവകളെ വെടിവെക്കുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെയും ഒരു കടുവയെ വെടിവെച്ചിട്ടില്ല. ഇവിടെ എത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം അത് തന്നെയാണ്. സിംഹത്തെയും പുലിയെയും കാട്ടാനയെയും കാണ്ടാമൃഗത്തെയും എല്ലാം ഞാൻ വെടിവെച്ചിട്ടുണ്ട്, കൂടാതെ കാട്ടുപോത്തിനെയും. ഇനിയും എൻ്റെ ലക്ഷ്യം ഒരു കടുവയാണ്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.